ഞാൻ ഇവിടെയും വചനം ശുശ്രൂഷിക്കാൻ പോകുന്നതിന് മുമ്പ് തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാനൊരു കാര്യം ജനത്തോട് പറയാറുണ്ട്. ഞാനൊരു പ്രാസംഗികയല്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ആരും എൻ്റെ മുമ്പിൽ ഇരിക്കരുത്. കാരണം പ്രാസംഗികർക്ക് ഒരു ശൈലിയുണ്ട്, അവർക്കൊരു കണ്ടന്റ് ഉണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു കണ്ടന്റ്, ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, പിന്നെ ഒരു കൺക്ലൂഷൻ, പിന്നെ ഒരു ആഹ്വാനം, അങ്ങനെയൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ അറിയായിരിക്കും. അതിനൊരു അവരെ പ്രസംഗ ശൈലി പഠിപ്പിക്കും. എന്നാൽ ഞാനൊരു പ്രാസംഗികയായിട്ടല്ല ദൈവം എന്നെ വിളിച്ചത്. എന്നെ ദൈവം വിളിച്ച് ഒരു പ്രത്യേക അഭിഷേകം തന്ന അതിനൊക്കെ കാരണമുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയാം. എന്നാൽ ദൈവം എന്നെ വിളിച്ചപ്പോൾ എന്നെ വിളിച്ചത്, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുന്നു, ഒരു മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ ദൂത് ദൈവം തരും, അത് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുക. അപ്പം നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പറയാനുള്ളൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ പോസ്റ്റ്മാൻ വരും അല്ലേ? ഇപ്പം പോസ്റ്റ് വുമണും ഉണ്ട് അല്ലേ, പോസ്റ്റ്മാൻ്റെ സ്ഥാനത്ത്. അപ്പം അവർ സൈക്കിളിലോ അല്ലെങ്കിൽ വണ്ടിയിലോ വന്ന് നിങ്ങൾക്കൊരു ലെറ്റർ കൈമാറും. ആ ലെറ്ററിൽ എന്താണെന്നുള്ളത് പോസ്റ്റ്മാൻ അറിയോ? ഇല്ല. പക്ഷെ അത് നിങ്ങൾ തുറന്ന് വായിക്കും. ഇപ്പം നിങ്ങൾക്ക് ബാഡ് ന്യൂസ് ആണെങ്കിൽ, ഇപ്പം ജോലി പോയി, അല്ലെങ്കിൽ ഒരു ബാഡ് ന്യൂസ് ആണെന്നിരിക്കട്ടെ, ഒരാളുടെ മരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ന്യൂസ് ആയിരുന്നെങ്കിൽ വന്ന പോസ്റ്റ്മാനെ എടുത്തിട്ട് തല്ലുവോ? എന്തിനാ ഈ ന്യൂസ് തന്നെന്ന് പറയുമോ? സന്തോഷം വരുന്നതുകൊണ്ട് പോസ്റ്റ്മാനെ കൊണ്ട് ബിരിയാണി മേടിച്ചു കൊടുക്കുമോ? ഇല്ല. പുള്ളി വന്നു, തന്നു, പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നയാളോട് പരാതി എന്ത് ചെയ്തോണം? പറഞ്ഞോണം. ഇതുപോലെ ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ ആദ്യം തന്നെ എന്നോടൊരു കാര്യം പറഞ്ഞു, നിന്റെ ശുശ്രൂഷ ഡിഫറെൻ്റാണ്. അപ്പം അയക്കുന്നിടത്ത് പോവുക, ദൈവം തന്ന ആലോചന കൈമാറ്റം ചെയ്യുക, തിരിച്ചു പോരുക. ഒന്നും എന്ത് ചെയ്യരുത്. നമ്മൾ പറയുന്ന പോലെ പരാതികളുണ്ട്. ഞാൻ പലപ്പോഴും മെസ്സേജ് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ദൈവം എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ആരുടെ ഇഷ്ടം നോക്കണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കിയാൽ മതി. ദൈവമാണ് വിളിച്ചത്. അപ്പം ഞാനിത് ആദ്യമേ പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രസംഗ ശൈലി എക്സ്പെക്റ്റ് ചെയ്ത് ഭയങ്കര ഒരു പ്രാസംഗിയുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ മസിൽ പിടിച്ച് ഇവിടെ ഇരുന്ന, ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയത്തില്ല എന്താ വരുന്നത്. സിസ്റ്റർ തന്നെ എന്നോട് പറഞ്ഞു, നിയോഗം പോലെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് എന്താണോ എൻ്റെ നാവിൽ തരുന്നത് വായിൽ നിന്ന് പുറത്തു വരും. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയോടെ ഇരുന്നാലേ ദൂത് പുറത്ത് വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കുക. രണ്ടാമത്തെ വിഷയം, എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ സഹോദരിമാർ, പ്രിയ കെസി സിസ്റ്റർ, പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഈ ചർച്ചിൻ്റെ ദൈവദാസൻ കുടുംബം, ഈ സഭയിലെ എല്ലാ ദൈവമക്കളും, ദൂരത്തും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി വന്ന എല്ലാ സഹോദരന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവസന്നിധിയിൽ ഈ സഭയോട്, അല്ലെങ്കിൽ ഇന്ന് കടന്നു വരുന്ന വ്യക്തികളോട് എന്ത് ദൂതാണ് പറയാനുള്ളത്, കർത്താവെ അതെനിക്ക് നൽകി തരണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ദൂതുണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് സിസ്റ്റർ ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഒരു പ്രത്യേക അഭിഷേകം, ഒരു ഇമ്പാർട്ടേഷൻ നടക്കുമെന്ന്. അപ്പോൾ ഈ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത് ദൈവം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതായത് ഞാൻ പറഞ്ഞ അക്സയിൽ നിന്നല്ല ഇമ്പാർട്ടേഷൻ നിങ്ങൾക്ക് വരുന്നത്, എന്നിൽ പകരുന്ന ഒരു അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് അത് എന്ത് ചെയ്തോളും? കൈമാറ്റം ചെയ്തോളും. എനിക്കിപ്പം നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ കലയെ കൈവച്ചെന്ന് വരത്തില്ല, പക്ഷെ വചനം ഏറ്റെടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇമ്പാർട്ടേഷൻ നടക്കും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ആ പ്രതീക്ഷയോടുകൂടെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇവിടെ ദൈവം തരുന്ന ദൂത് ചിലപ്പോൾ എല്ലാവരും ഏറ്റെടുക്കണമെന്നില്ല. അത് ഞാൻ ആദ്യമേ പറയുക, എല്ലാവരും ഏറ്റെടുക്കണമെന്നില്ല, എല്ലാവരും കൈയടിക്കണമെന്ന് ഇല്ല. പക്ഷെ എന്നെ ദൈവം ശുശ്രൂഷയ്ക്ക് വിട്ട എല്ലായിടത്തും ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. ഈ വർഷം വന്നപ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഇന്ത്യയിലെ മിനിസ്ട്രി, ഞാൻ ആദ്യമായിട്ടാണ് ശുശ്രൂഷയിലേക്ക് കയറിയതിന് ശേഷം ദൈവം എന്നെ അയച്ചിടത്ത് കൊണ്ടുപോയപ്പോൾ ആദ്യമായിട്ട് ഈ വർഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം, എല്ലാവരും ദൂത് ഏറ്റെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ അവിടെ ഇവിടങ്ങളായി ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം എന്നെ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു മീറ്റിങ്ങിന് പോയി, സഭ നിറച്ച് ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ഒരു വ്യക്തിയുടെ ബന്ധനം ഒഴിഞ്ഞു. ആ സിസ്റ്റർ നമ്പർ എടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, അനേകം നാളുകളായി ഞാനും എൻ്റെ ഹസ്ബൻഡും സമാധാനത്തോടെ ഇരുന്നിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒരു വീട്ടില്ല, ഒരേ കാറയിലാണ് സഞ്ചരിക്കുന്നത്. പുറമേ നോക്കിയാൽ ഞങ്ങളെപ്പോലെ ബെസ്റ്റ് കപ്പിൾസ് ആരുമില്ല. എന്നാൽ ദൈവാത്മ വിവേചിച്ചന്ന്, ഹല്ലേലൂയ, മീറ്റിംഗ് കഴിഞ്ഞ് 2 പേരും എന്നെ കാണാൻ വന്നു. 2 പേരും എൻ്റെ മുമ്പിൽ കെട്ടിപ്പിടിച്ചു. 2 പേര് ക്ഷമ പറഞ്ഞു. 2 പേര് രൂപാന്തരപ്പെടുത്തി. ഇന്നലെ സിസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഇത്രയും വർഷത്തെ കുടുംബജീവിതത്തെക്കാളുപരി ഇന്നലെ കല്യാണം കഴിഞ്ഞവരെ പോലെ ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത്. ഭയങ്കര രൂപാന്തരം വന്നു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, എന്നെ ആ മീറ്റിങ്ങിൽ വിട്ടത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പുരുഷാരം ഒത്തിരി യേശുവിൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ വിടുതൽ ഒരു സ്ത്രീക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. കാരണം അവൾ വിശ്വാസത്തോടെ എന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, എല്ലാവരിലും ഒരു വിടുതൽ നടന്നെന്ന്. കാരണം നിങ്ങളുടെ മനോഭാവം ദൈവത്തിനെ അറിയത്തുള്ളൂ. നിങ്ങൾ ഏതു മനോഭാവത്താണ് ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിനെ അറിയത്തുള്ളൂ. എനിക്കറിയത്തില്ല. നിങ്ങളുടെ മനസ്സ് ദൈവത്തിനെ അറിയത്തുള്ളൂ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മുൻവിധികൾ ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇതെല്ലാം അറിയാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിക്കുക. ഇപ്പോൾ ദൈവം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിവിടെ പേഴ്സണലി
അറിയാവുന്ന ഒറ്റ വ്യക്തി പോലും ഇല്ല. മനസ്സിലായി? കെസി സിസ്റ്ററെ നമ്മുടെ അന്നാകണ്ഠത്തിൽ ആൻറ്റിയുടെ ഫ്യൂണറലാണ് ഞാൻ കാണുന്നത്. കണ്ടു, കൂടിപ്പോയ 5 മിനിറ്റ് സംസാരിച്ചു. എന്തോ സംസാരിച്ചു, സിസ്റ്റർ ഇവിടെ എത്ര ദിവസമുണ്ട്, സിസ്റ്ററുടെ മെസ്സേജൊക്കെ കാണാറുണ്ട്, ഒന്ന് വരണം ഞങ്ങളുടെ ചർച്ചയിൽ. ഇതല്ലാതെ അതിനപ്പുറം ആ കോൺവെർസേഷൻ പോയില്ല. പിന്നെ മീറ്റിങ്ങിൻ്റെ ഒരു ഡേറ്റും പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽസും അയച്ചു തന്നു. ഇന്നലെ വൈകിട്ട് വിളിച്ച് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ റൂട്ടും പറഞ്ഞു തന്നു. ഇതാണ് എനിക്ക് സിസ്റ്ററുമായിട്ടുള്ള പരിചയം. മറ്റാരും ഇവിടെ അറിയത്തില്ല. പക്ഷെ എനിക്കൊന്നറിയാം, എന്നെയും നിങ്ങളെ ഒരുപോലെ അറിയുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പേഴ്സണലി അറിയാത്തത് കൊണ്ട് ദൂത് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നതാണ്. ആകയാൽ ഇന്നത്തെ നിങ്ങളോട് പറയുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിനാധാരമായി സങ്കീർത്തനങ്ങൾ 51-ന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 51-ന്റെ 6. ാമോ ഒന്നുകൂടി ഒന്നുറക്കെ വായിക്കാമോ? യെസ്, താങ്ക് യു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ. യെസ്, ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദൈവം ഇച്ഛിക്കുന്ന ഒരു കാര്യം ഇവിടെ പറയൂ. എന്താണെന്നറിയോ? അന്തർഭാഗത്തിലെ സത്യം. എന്തോ ഈ അന്തർഭാഗത്തിലെ സത്യം? എന്തോ ഈ അന്തർഭാഗത്തിലെ സത്യം? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ലേഡീസ് മീറ്റിംഗ് ആണല്ലോ. ഇവിടെ അധികം പുരുഷന്മാരൊന്നുമില്ല, കുറച്ച് സഹോദരന്മാർ പുറകെ ഇരിപ്പുണ്ട്. അത് അവരെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവരവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊന്ന് പ്രതികരിക്കണേ. ഞാൻ പറയാം, ആരും മസിൽ പിടിച്ച് ഇരിക്കരുത് കേട്ടോ. ചിലയിടത്ത് പോകുമ്പം ഞാൻ പറയും, ചിലർക്ക് ഇൻട്രഡക്ഷൻ പറയും വലിയ ആളാന്നൊക്കെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ സാധാരണ ആൾ, ഞാൻ ഈ കോട്ടയത്ത് താമസിക്കുന്നത്, എൻ്റെ വീട് മൂലയിടത്താണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു അമേരിക്കക്കാരി ആയിട്ടില്ല, ഇപ്പോഴും അമേരിക്കക്കാരിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ കോട്ടയംകാരി, ഞാൻ തൊട്ടിവിടാതെ താമസിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ പരിചയമുള്ള പോലെ ഒരേ നാട്ടുകാർ അല്ലേ, തൊട്ടടുത്തടുത്ത് അയലക്കംകാർ. അപ്പോൾ അയലക്കംകാരെയൊക്കെ കാണുമ്പോൾ പലരും എന്നോട് പറയും യൂട്യൂബിൽ ഞങ്ങൾക്ക് സിസ്റ്ററെ പരിചയമുണ്ട്. അപ്പം പരിചയമുള്ളവർ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? മസിൽ പിടിച്ച് ചിരിക്കാതിരുന്ന അല്ലേ? ഞങ്ങളിവിടെ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അല്ല, മസിൽ പിടിച്ചിരിക്കും. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞോടെ എല്ലാവരും പകുതി പേര് എന്താ പറയുക, മസിൽ പിടിക്കാൻ തുടങ്ങി. മസിൽ പിടിക്കേണ്ട, ദൈവാത്മാവിനറിയാം എങ്ങനെ ചെയ്യണമെന്ന്. അതുകൊണ്ട് മസിൽ പിടുത്തമൊക്കെ വിട്ട് ചിരിച്ചോണ്ടിരിക്കണം. എന്നെ പുറകെ ഇരിക്കുന്ന സഹോദരന്മാർ കുറേ നേരം ചിരിച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അവർ നല്ല ചിരിയാണ്. എന്ത് പറഞ്ഞാൽ ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം അവരാണ് എൻ്റെ നേരെ ഇരിക്കുന്നത്. അപ്പം നിങ്ങളും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ എന്തുവാ സന്തോഷം. അത് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ എന്തുണ്ട്? ഇതാ സഹോദരന്മാർ. അപ്പം നിങ്ങൾ പറയും സിസ്റ്റർ അത് സഹോദരന്മാരെ കുറിച്ച് ഞങ്ങൾ അതിനകത്തില്ലെന്ന്. അങ്ങനെയാണോ? അല്ല, ഇതാ സഹോദരിമാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരം. എന്തുകൊണ്ടാണ് ശുഭവും മനോഹരം എന്ന് പറഞ്ഞത്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ കണക്റ്റ് ആവുന്നവർ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ ഇടയിൽ സന്തോഷമുണ്ട്. എത്ര സങ്കടം ഉണ്ടെങ്കിലും അവരുടെ മുഖം വാടത്തില്ല, അവർ ചിരിച്ചുകൊണ്ടിരിക്കും, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള ആഗ്രഹത്തിലിരിക്കും. ആകയാൽ നിങ്ങൾ ആ ആഗ്രഹത്തോടെ ഇരിക്കണം. ഇവിടെ പറയാം അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത്. ഇതാരാ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ദാവീദ്. എപ്പോഴാ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ഒരു വലിയ പാപം ചെയ്തിട്ട് വന്നിരിക്കുക. ദൈവം ഒരു പ്രവാചകനെ നാഥാന്റെ അടുക്കിലേക്ക് വിടുക. എന്നിട്ട് പറയാ, മോനെ നീ വലിയ രാജാവാ, പക്ഷേ നീ തിരിച്ചറിയാന്നില്ല, നീ പോലും ഏറ്റു പറയാത്തൊരു പാപം നിന്റെ ഉള്ളിൽ കിടക്കാം. അതിനെ പാപമായിട്ട് നീ കാണുന്നില്ല, നീ അതിനെ ലഘൂകരിച്ച് സാരമില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവാ. അപ്പൊ ദൈവസന്നിധി പോകുന്നുണ്ട്. ആലയത്തിലാണ് ദാവീദ്. എപ്പോഴും ദൈവമായിട്ട് ഭയങ്കര ബന്ധമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ എഴുതുന്നുണ്ട്. പുള്ളിയുടെ ആത്മീക ജീവിതം ഇങ്ങനെ സുഖമായിട്ട് എന്ത് ചെയ്യുക? പ്രവാചകന്മാർ വീട്ടിൽ വരുന്നുണ്ട്. ആഹാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ദാവീദേ? ഇപ്പൊ പ്രാർത്ഥനയുണ്ട്, പറ, വചനധ്യാനമുണ്ട്, സങ്കീർത്തനം എഴുതുന്നുണ്ട്, ട്യൂൺ ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്, ആലയത്തിൽ നൃത്തം ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ദാവീദിന്റെ അടുക്കൽ ഒരു സുപ്രഭാതത്തിൽ ഇതുവരെ വരാത്തൊരു പ്രവാചകനെ ആ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. ഇതുവരെ വന്ന പ്രവാചകന്മാർക്ക് വെളിപ്പെടാത്തത് നാഥാൻ പ്രവാചകന്റെ കയ്യിൽ ദൈവം കൊടുത്തുവിട്ടു. ഇതുവരെ വെളിപ്പെടാത്ത ഒരു ദൂത് നാഥാന്റെ കൈ കൊടുത്തു വിട്ടിട്ട് ദൈവം നാഥാനോട് പറയുക, നീ ചെന്ന് ധൈര്യത്തോടെ മുഖത്ത് നോക്കി സത്യം അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് നാഥാൻ ഒരു സത്യം അങ്ങ് പറഞ്ഞു. എന്തായിരുന്നറിയാലോ? ഒരു കഥാരൂപത്തിലാ പറഞ്ഞത്. എന്തുവായിരുന്ന കഥയെന്നറിയാമോ? എന്തുവാ? ഒരു ധനവാനും ഒരു പാവപ്പെട്ടവനും. ധനവാന്റെ വീട്ടിലൊരു, നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളുടെ രീതി നമ്മുടെ രീതി ഇറങ്ങി ഞാനങ്ങ് പറയാം. ബൈബിളിലെ ആ കഠിന വാക്കുകളൊന്നും പറയുന്നില്ല അല്ലേ? നമ്മുടെ വീട്ടിലൊരു പാർട്ടി നടക്കുക ധനവാന്റെ വീട്ടിൽ. അപ്പോൾ പാർട്ടിക്ക് എന്ത് വേണം മക്കളെ? മട്ടൻ ബിരിയാണി വേണം. ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല. മട്ടൻ ബിരിയാണി വേണം. അപ്പം മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള മട്ടനൊക്കെ എവിടെ ഉണ്ടെന്നറിയാം? ശരിക്കും ധനവാന്റെ വീട്ടിലുണ്ട്. ഇഷ്ടം പോലെ ആട്. ഏതെങ്കിലും ഒരെണ്ണത്തെ എന്ത് ചെയ്യായിരുന്നു? അറുത്ത് നല്ല മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും, മട്ടൻ ചാപ്സ് ഒക്കെ ഉണ്ടാക്കായിരുന്നു.
പക്ഷെ ധനവാൻ അത് എടുത്തില്ല. ധനവാൻ നോക്കിയപ്പം തൻ്റെ വീട്ടിൽ അവിടെ ഇരിക്കട്ടെ, നോക്കിയപ്പോൾ താണ്ട് ദരിദ്രനായ പാവപ്പെട്ട ഒരുത്തൻ്റെ വീട്ടിൽ ഒരു ആട്ടിൻകുട്ടിയേ ഉള്ളായിരുന്നു. പുള്ളി പോയി അതിനെ എന്ത് ചെയ്തു? കശാപ്പ് ചെയ്ത് ഉണ്ടാക്കി എല്ലാവർക്കും ഫീസ്റ്റ് കൊടുത്തു. ഇതങ്ങോട്ട് കേട്ടപ്പം ദാവീദിന്റെ ഹൃദയം അങ്ങോട്ട് എന്തോ പറയുന്നത് ഇളകിയിട്ട് ദാവീദ് ചോദിക്കോ, ആരാ ദുഷ്ടൻ? പെട്ടെന്ന് പറ. എന്റെ രാജ്യത്ത് അങ്ങനെ ഒരു ദുഷ്ടത നടന്നിട്ടുണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യത്തില്ല? വെറുതെ വിടത്തില്ല, അല്ലേ? സ്വന്തം വീട്ടിൽ ഇഷ്ടം പോലെ ആടുണ്ടായിരുന്നിട്ട് ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ ആടിനെ കൊന്ന് തൻ്റെ പാർട്ടി നടത്തിയ ദുഷ്ടൻ ഈ രാജ്യത്ത് എൻ്റെ കീഴിലുണ്ടെങ്കിൽ അവൻ മരണയോഗ്യൻ. ഓ, തിളയ്ക്കുക രക്തം. അപ്പൊ നാഥാൻ ദൈവം കൊടുത്ത അഭിഷേകത്തിൽ ഒറ്റ കാര്യം പറഞ്ഞു, ആ ദുഷ്ടൻ നീ തന്നെ. പറയുന്ന അർത്ഥം മനസ്സിലായോ? ആ ദുഷ്ടൻ ആരാ? നീ തന്നെ. എന്തേ ദാവീദേ, ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്ന മനുഷ്യനെ, നിനക്കെന്തേ നീ ചെയ്ത പാപം പാപമായിട്ട് തോന്നാഞ്ഞത്? അവൻ പറയും, അത് തോന്നാഞ്ഞതേ എനിക്ക് ഈ പാപത്തിൽ ഇങ്ങനെ ജീവിച്ചപ്പോൾ നല്ല സുഖം തോന്നിയേ. സുഖം തോന്നി ഇങ്ങനെ പോയപ്പോ പാട്ടൊക്കെ ഈസിലി വരുന്നുണ്ട്, സങ്കീർത്തനം വരുന്നുണ്ട്, അഭിഷേകം വരുന്നുണ്ട്, ആരാധന വരുന്നുണ്ട്. ഞാൻ ഓർത്ത് ദൈവസാന്നിധ്യം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പൊ ദൈവം പറയുക, ഉണ്ടെന്നുള്ള നിന്റെ ധാരണയാണ്, പക്ഷെ ഞാൻ നോക്കുന്ന നിന്റെ ഹൃദയത്തിലെ സത്യമാണ്. ഒരാളുടെ ആരാധന കണ്ടും പ്രസംഗം കണ്ടും പാട്ട് കണ്ടും നമ്മൾ പറഞ്ഞ ആത്മീയത കണ്ടു വളക്കാൻ പറ്റത്തില്ല. ഒരാൾ ആത്മീകനാണെന്ന് അറിയണമെങ്കിൽ ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയണം. 2, അവൻ്റെ വീട്ടുകാരവനെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഞാൻ ഈ വചനം ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം, ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ ഒരു കാര്യം പറയുക. ഞാൻ 2020 പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അതുവരെ ഞാൻ അത് പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ നിങ്ങളിൽ ചിലർ, ഒത്തിരി പേരല്ല ചിലരെങ്കിലും തിരിഞ്ഞു ചോദിക്കും, പറയാൻ ഈ സിസ്റ്റർ വലിയ വിശുദ്ധയാണോ? ചോദിക്കും. എനിക്കറിയാം, മനസ്സിലായ? അപ്പോൾ നിങ്ങൾ ഓർക്കുക അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് പറയാം. ഞാൻ ജനിച്ചു വളർന്ന ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ്. എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്. അപ്പോൾ ജനിച്ചതേ സൺഡേ സ്കൂളിനകത്തോട്ടാണ്. മനസ്സിലായി? പാസ്റ്റർമാരുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. എഴഞ്ഞ് നടക്കുമ്പോൾ ഓരോ ക്ലാസ്സുകൾ എന്ത് ചെയ്യും? പോയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ജനിച്ച് വീണൊരു 2, 3 ഏഴാം പ്രായം തൊട്ട് എല്ലാ ക്ലാസ് മുറിയിലും പോയി എന്ത് ചെയ്യുമായിരുന്നു? വചനം, കഥയൊക്കെ കേൾക്കുക. നീ ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല, അടുത്ത ക്ലാസ്സിൽ പോയിരിക്കാം. നമുക്ക് അങ്ങനെ അഡ്മിഷനൊന്നുമില്ല, ഇങ്ങനെ എഴഞ്ഞ. അപ്പം പറഞ്ഞ് ജനിച്ച് വീണപ്പോൾ തൊട്ടേ സൺഡേ സ്കൂളിനകത്തും വചനം കേൾക്കുന്നു, വചനം പറയുന്നു, അല്ലേ? ആരാധനയ്ക്ക് മുമ്പിൽ, പ്രാർത്ഥിക്കാൻ മുമ്പിൽ, എല്ലാത്തിനും മുമ്പിലുണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ ചർച്ചിലേക്ക് പാസ്റ്റർമാരെ പിള്ളേരെ നോക്കിയാൽ മതി, അല്ലേ? അവരെല്ലാത്തിനും റെഡിയാ. അപ്പം അങ്ങനെ ഞാനങ്ങ് ജീവിച്ചു. പക്ഷേ യഥാർത്ഥ 10-ാം വയസ്സായപ്പം ഞാൻ പാപിയാണെന്ന് മനസ്സിലായി. ഞാൻ രക്ഷിക്കപ്പെട്ടു. 11-ാം വയസ്സിൽ സ്നാനപ്പെട്ടു. ദൈവം അപ്പം തന്നെ എന്നെ അഭിഷേകത്താലൊക്കെ നിറച്ചു. ദൈവകൃപയാൽ അങ്ങനെ ജീവിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ നല്ല കൊച്ച. ഞാൻ മറ്റുള്ളവരെ പോലെ പാപമൊന്നും ചെയ്യുന്നില്ല. ഞാൻ നല്ല കൊച്ച. വെള്ളം മാത്രമേ ഇടത്തുള്ളൂ. മനസ്സിലായോ? ചർച്ചിൽ ഫ്രണ്ടിലുണ്ട്. അപ്പം ഇങ്ങനെ നല്ല ബന്ധുക്കോസാരിയായിട്ട് പാസ്റ്ററുടെ മോള്, പ്രത്യേകിച്ച് IPCയിലെ പാസ്റ്ററുടെ മോള്. അപ്പോൾ ഒരു അഹങ്കാരമൊക്കെ ഉണ്ട്, ഹെഡ് വെയിറ്റ് ഒക്കെ ഉണ്ട്. എന്തുവാ IPC. പിന്നെന്താ? പാസ്റ്ററുടെ മോള്. പിന്നെ മറ്റുള്ളവരെ പോലെ ഒന്നും ഞാനല്ല. മനസ്സിലായോ? ഇപ്പം ഞാൻ നഴ്സിങ്ങിന് ദൈവം എന്നെ കൊണ്ട് വിട്ടു. നഴ്സിങ്ങിന് പോയപ്പം മറ്റുള്ള ബന്ധുക്കോസാരെയൊക്കെ കാണുമ്പം, പാപമൊക്കെ ചെയ്യുന്ന പിള്ളേർ, ലൈൻ അടിക്കുന്ന പിള്ളേർ, സിനിമ കാണുന്ന പിള്ളേരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛമാണ്. എന്നിട്ട് ദൈവസന്നിധി പോയിരുന്ന പ്രാർത്ഥന, കർത്താവേ അവരൊക്കെ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്, ദൈവമേ എന്നെ നീ വീണ്ടെടുത്തല്ലോ. ഞാൻ അങ്ങനെയൊന്നും കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ എല്ലാവരും ഇവിടെ? ഞാൻ എൻ്റെ സാക്ഷിയാണ് പറയുന്നത്, നിങ്ങളുടെ അല്ല എൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ലേ? എൻ്റെ സാക്ഷിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവാം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? വൈകിയാണേലും ഒക്കെ മറുപടി. അപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയപ്പോൾ എൻ്റെ വിചാരം ഞാൻ ദൈവത്തിൻ്റെ അടുത്ത ആളാണെന്നാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ തൊട്ടടുത്ത് ദൈവത്തിൻ്റെ പൊന്നുമോളായിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നുണ്ട്. എല്ലാത്തിനും നല്ല രീതിയിൽ പോവാം. അങ്ങനെ ഇരുന്ന് എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് 2018 ഞാൻ US മൂവ് ചെയ്യുക. US ചെന്നു. ഭയങ്കര പ്രതീക്ഷയോടുകൂടാണ് ചെല്ലുന്നത്. എന്തായിരുന്നു പ്രതീക്ഷ? ഞാൻ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഒരു വാക്കിൽ എൻ്റെ വീടിനെ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, പാസ്റ്ററുടെ മോളായിട്ട് ജനിച്ച് വളർത്തപ്പെട്ട് ഞങ്ങൾ 4 പെൺപിള്ളാരാ. വീട്ടിൽ ദാരിദ്ര്യവാ. ഒരു സ്വന്തം വീടില്ല, വസ്തുവില്ല, മമ്മിക്കും ഇല്ല വസ്തു, പപ്പയ്ക്കും ഇല്ല വസ്തു. വർഷങ്ങൾ 33 വർഷം വാടകയ്ക്ക് താമസിച്ചത്. സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു കിടപ്പാടമില്ല. വീട്ടിൽ ദാരിദ്ര്യമാണ്. എത്രയോ നാളുകൾ പട്ടിണി കിടന്നിട്ടുണ്ടെന്നറിയോ? ഒരു ഉടുപ്പ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് മാറ്റിയിടാൻ പോലും എനിക്കില്ല. അല്ല, യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോയ അവസ്ഥകൾ എൻ്റെ ലൈഫിലുണ്ട്. കാരണം ഇട്ടുകൊണ്ട് പോകാൻ ഉടുപ്പില്ലാത്തതുകൊണ്ട്. അങ്ങനെയൊക്കെയുള്ള ജീവിതം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ വീട്ടിൽ പട്ടിണി, കയറി കിടക്കാൻ വീടില്ല, വസ്തുവില്ല. മമ്മിയാണെ യാക്കോബയിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിലും കൂടെ വന്നതാണ്. അതുകൊണ്ട് യാക്കോബക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുക ഞങ്ങളെ കളിയാക്കാൻ. അപ്പം ഒറ്റ ആഗ്രഹം ഉള്ളിലുള്ളൂ, നേഴ്സിംഗ് കഴിയുക,
എത്രയും പെട്ടെന്ന് വിദേശത്ത് പോവുക, നല്ല രീതിയിൽ അധ്വാനിക്കുക, കാശ് ഉണ്ടാക്കുക, ഇവരുടെ മുമ്പിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുക. നല്ല കാര്യമല്ലേ? ഞാൻ തെറ്റുവല്ലോ ചിന്തിച്ചോ? ഇല്ല, എല്ലാവരും ഇവിടെ ഇരിക്കുന്നവർക്ക് അങ്ങനെ തന്നെയാണ് ചിന്ത. നഴ്സിംഗ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കും, മക്കളെ നോക്കി ഒറ്റ പ്രതീക്ഷയുള്ളൂ, അവരെങ്ങനെയെങ്കിലും വിദേശത്തൊക്കെ പോയി, അല്ലേ? ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ആണ് എല്ലാവരെ പോലെ സാധാരണക്കാരാണ്. അതാ ഞാൻ പറയാം, എൻ്റെ ചിന്തകളൊക്കെ സാധാരണക്കാരെ പോലെ. നിങ്ങളുമായിട്ട് റിലേഷൻ കാണും. ചിലപ്പോൾ ഞാനിത് പ്രസംഗിക്കുമ്പം നിങ്ങൾക്ക് തോന്നും ഇതുപോലൊക്കെയാണ് ഞാനും എന്ന് ചിന്തിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെപ്പോലെ ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് ജീവിതം പോയി. 2018 അമേരിക്കയിൽ ചെന്ന് കാല് കുത്തുന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അച്ചാച്ചനെ 2 വർഷത്തിന് ശേഷം കാണുന്നതിൻ്റെ സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ സന്തോഷം, നാളെ അങ്ങോട്ട് 6 എക്സാം അങ്ങോട്ട് എഴുതണം, എത്രയും പെട്ടെന്ന് ജോലി ചെയ്യണം. നഴ്സുമാരവിടെ 6 എഴുതിയില്ലേലും ഒരു CNA ആയിട്ട് ജോലി ചെയ്താൽ ലക്ഷങ്ങളുണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അച്ഛൻ പറഞ്ഞു 6 കിട്ടിയില്ലേലും അച്ഛൻ ജോലിയെല്ലാം റെഡിയാ, ചെല്ലുക, അപ്പോയിൻമെൻറ്റ് ലെറ്റർ മേടിക്കുക. കാരണം അച്ഛൻ അത്ര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ വൈഫായതുകൊണ്ട് എനിക്ക് ആ പരിഗണനയുണ്ട്, ചെന്ന ഉടനെ ജോലി കിട്ടും. അങ്ങനെ പ്രതീക്ഷയോടെ ചെന്ന് കാല് കുത്തി. പക്ഷെ ആ കാല് കുത്തുന്നതിന് ഒരാഴ്ച മുമ്പ്, അതായത് അമേരിക്കയിൽ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ വീട്ടിൽ, കോട്ടയത്തെ എൻ്റെ വീട്ടിൽ നടന്ന ഒരു ഫാസ്റ്റിംഗ്, ചർച്ചിലാണ് നടക്കുന്നത്. ആ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവം അയച്ചിട്ടൊരു അഭിഷേകം ഞങ്ങളുടെ ചർച്ചിൽ വന്നു. ചർച്ചിലിരിക്കുമ്പോൾ ഞാൻ ചർച്ചിൻ്റെ ഒരു മൂലയിൽ സ്വപ്നം കാഴ്ച. അടുത്ത ബുധനാഴ്ച ഞാൻ ഈ സമയത്ത് ഫ്ലൈറ്റിലാണ്. അപ്പോൾ സ്വപ്നം കാണുമായിരുന്നു, അയ്യോ ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു, ഞാൻ അമേരിക്കയിൽ എത്തുന്നു, ഹണിമൂണൊക്കെ പോകുന്നു, അച്ചാച്ചൻ്റെ കൂടെ ലൈഫൊക്കെ അടിച്ചു പൊളിക്കുന്നു, ഫേസ്ബുക്കിൽ ഫോട്ടോയൊക്കെ ഇടണം, മറ്റുള്ളവരെയൊക്കെ കാണിക്കണം, കുറേ പേരുണ്ട് ഇവിടെ കളിയാക്കി വരും, അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? ഷൈൻ ചെയ്യും. ബൈബിളിൻ്റെ പുറകിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് അച്ചാച്ചനോട് ഞാൻ ചുമ്മാ ചോദിച്ചു, ഒരു CNA ആയിട്ട് ഒരു 3 ദിവസം ഞാൻ നൈറ്റ് ചെയ്ത് എത്ര രൂപ കിട്ടും? അച്ഛൻ പറഞ്ഞു $3000 കിട്ടും. $3000 എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ. അപ്പം ഞാൻ ഇരുന്ന് അത്രയും ലക്ഷം കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ 1,80,000 ഉണ്ടെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക, 1,80,000 ഉണ്ട്, അനീതിമാരുടെ ഫീസ് ഇത്ര രൂപ. പ്രാർത്ഥന നടക്കുക കേട്ടോ, പ്രാർത്ഥന നടക്കുക. അവിടെ ബൈബിളിൻ്റെ പുറകെ ഇരുന്ന് ഭയങ്കര എടുത്താ. പപ്പായ്ക്കും അമ്മയ്ക്കും ഒരു നല്ല വീട് സ്വപ്നമൊക്കെ കാണുക, വീടൊക്കെ ഇങ്ങനെ കാണുക, ഒരു നല്ല വീട്, ലോൺ എടുക്കുന്നു, ബാങ്കിൽ പോകുന്നു, ലോൺ കിട്ടുന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഓർത്തില്ലേ? സ്വപ്നം കാണാൻ എന്ത് രസമല്ലേ പകല്. ഞാൻ സ്കൂളിൽ ഇരുന്ന് ഒത്തിരി സ്വപ്നം കാണുമായിരുന്നു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ പകൽക്കിനാവ് കാണാമെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഇരുന്ന് സ്വപ്നം കാണുക. അപ്പം ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഞാൻ പറയാം, പപ്പയ്ക്കും അമ്മയ്ക്കും കുറഞ്ഞതൊരു 30,000 രൂപ മാസം അടയ്ക്കാം. എന്നാലും പൈസ മിച്ചവാ. ഇനി എന്ത് ചെയ്യണം? അനിയത്തിമാർക്ക് ഒത്തിരി ഉടുപ്പ് മേടിച്ചു കൊടുക്കണം. പിന്നെയും പൈസ മിച്ചവാ. ഇനി എന്ത് ചെയ്യണം? ഒത്തിരി പാവപ്പെട്ടവരെ സഹായിക്കണം. പിന്നെയും പൈസ മിച്ചവാ. പപ്പായ്ക്കും അമ്മയ്ക്ക് നല്ലൊരു ചർച്ച് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം. പിന്നെയും പൈസ മിച്ചവാ. ഇതൊക്കെ ഞാൻ എന്തോ ചെയ്യും? ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ പപ്പായി ദേവദാസനെ സ്റ്റേജിലേക്ക് വിളിച്ചു. ദേവദാസനെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. പറഞ്ഞിട്ട് പെട്ടെന്ന് ദേവദാസൻ പറയാം, സാധാരണ ഫാസ്റ്റിംഗ് പ്രയറിന് ആരെങ്കിലും ദേവദാസന്മാരെ വിളിച്ച സഭയ്ക്ക് ദൂതുണ്ടല്ലേ? പാസ്റ്റർ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് ദൂത് തന്നിട്ടുണ്ട്. പക്ഷേ അത് സഭയോടുള്ള ദൂതല്ല, ഈ ചർച്ചിൽ ഒരു വ്യക്തിയോട് ഒരു ദൂത് പറയാൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതാരാന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ പുറകിൽ പാസ്റ്റർ പറയുന്നൊക്കെ ഈ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ സ്വപ്നം കാഴ്ചയുടെ ആ ഇടയ്ക്ക് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ആ സ്വപ്നം കട്ടായി പോകും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഫ്ലോ പോകാതിരിക്കാൻ ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് സ്വപ്നത്തിൽ തന്നെ നിന്നിട്ട് ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും ബാക്കി പൈസ എന്നെ എടുക്കണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പം ദേവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി വന്നിട്ട്, കർത്താവേ എനിക്ക് ഇന്നും ഓർമ്മയില്ല പ്രാർത്ഥന, എന്നെ ഏൽപ്പിച്ച ദൂത് ആർക്ക് കൈമാറാനുള്ളതാ ആ വ്യക്തിയെ കാണിച്ചു തരാൻ പറഞ്ഞു. കാണിച്ചു തരുമ്പോൾ അമ്മയുടെ പുറകിൽ ആരും കാണാതിരിക്കാൻ കൊച്ചൊരു സ്കാർഫ് ഇട്ട്, അന്ന് ഞാൻ ഒരു പാവാടയും ബ്ലൗസ് കിട്ടാൻ നിൽക്കുന്നത്, എന്നെ കണ്ട കല്യാണം കഴിച്ചതെന്ന് പോലും പറയത്തില്ല. അപ്പോൾ ദേവദാസൻ പെട്ടെന്ന് പറഞ്ഞു, ആ ആൻറ്റിയുടെ പുറകിലിരിക്കുന്ന കണ്ണാടി വെച്ച വെള്ള സ്കാർഫ് ഇട്ട മോളിങ് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി പ്രവാചകനാണ്. ഒറ്റ പ്രാർത്ഥന, കർത്താവേ പാപം ഒന്നും വിളിച്ച് പറയല്ലേ. മനസ്സിലായോ? പൊക്കിയപ്പോൾ മനസ്സിലായി പുള്ളി പ്രവാചകനാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ അവിടം തൊട്ട് പാസ്റ്ററുടെ അടുക്ക വരുന്നിടം വരെ ഒറ്റപ്പാ ഞാൻ ചെയ്ത പാപം ഒന്നും വിളിച്ച് പറയല്ലേ. ദൈവമേ ഞാൻ മാനസാന്തരപ്പെട്ടോളാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തോളാം, നന്നായിട്ട് ജീവിച്ചോളാം, പാപം ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇത് ആരുടെ മോളാന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു എൻ്റെ മോളാ. പറഞ്ഞു, പാസ്റ്ററുടെ മോളാണോ? ഈ മോളോട് പറയാൻ ദൈവം എൻ്റെ മേൽ ഒരാഴ്ചയായിട്ടൊരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര ഭാരമുള്ള ദൂതാ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പറയാതെ പോയാൽ ഞാൻ ദൈവസന്നിധി ചെയ്യുന്ന തെറ്റാ. പക്ഷെ അത് പറയും, ഞാൻ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. ചർച്ചിനോട് ദൂതൊന്നുമില്ല. ഇന്ന് അങ്ങനെ പ്രവാചകന്മാരുണ്ടോ? നമ്മളാണെങ്കിൽ സ്റ്റേജ് കിട്ടിയതല്ലേ പെർഫോം ചെയ്തിട്ട് പോകുന്നവർക്കും അല്ല. ഇന്നുണ്ട് കേട്ടോ, ഇന്നത്തെ കാലത്ത് അങ്ങനെ ജീവിക്കുന്നൊരു ശേഷിപ്പുണ്ട്. ദൈവം ഏൽപ്പിച്ചത് ചെയ്യും, പറയും, പോകും. എല്ലാവരും ഒരുപോലല്ല. ഹല്ലേലൂയ. ഈ ദേവദാസൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫ്രണ്ടി വന്ന് മുട്ടയിൽ കൊണ്ടിരുന്നപ്പോൾ എൻ്റെ തലയിലോട്ട് കൈവച്ചു. വലിയൊരു ദേവദാസനാണ്, വലിയ ബലമൊന്നുമില്ല. പക്ഷെ ആ ദേവദാസൻ 3 വിരൽ എൻ്റെ തലയിൽ വെച്ചു. പക്ഷെ 3 വിരലിൻ്റെ ഭാരം ഒരു പർവ്വതം തലയിലിരിക്കുന്ന ഭാരമാണ്. ഞാൻ ഓർത്ത് എന്തുവാ ഈ വരാൻ പോകുന്നത്, എനിക്കറിയാം എന്തോ ഒരു പറയത്തില്ല ആറ്റം ബോംബ് പൊട്ടാൻ പോകാമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്വപ്നം കളയാനും പറ്റത്തില്ല, ഫ്ലോയും പോകാൻ പറ്റും. ഞാൻ അവിടെ ഇരുന്ന്, കർത്താവേ എന്തോ പറയാൻ പോകുന്നത്. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ഈ കണ്ട സ്വപ്നമൊക്കെ നടക്കും എന്ന് പറയണേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവദാസൻ പെട്ടെന്ന് എൻ്റെ തലയെ കവിച്ച് ദൂത് പറയുക. ഈ ദേവദാസൻ ഞങ്ങളെ ആരെ അറിയത്തില്ല. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, മോളെ നീ ഒരു രാജ്യത്തേക്ക് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. മനസ്സിലായോ? നീ ഒരു രാജ്യത്തേക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്.
നീ എല്ലാ പ്ലാനുകളും പദ്ധതികളും ഇട്ട് നീ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം മറ്റൊന്നാ. ഞാൻ നിന്നെ ആ രാജ്യത്തേക്ക് യാത്ര അയക്കുന്നത് ആ രാജ്യത്ത് പോയി ജോലി ചെയ്യാനല്ല, എൻ്റെ വേലയിൽ നിന്നെ വേർതിരിക്കേണ്ടതിനാ. നിങ്ങൾ കൈയടിച്ച് ഏറ്റെടുത്തു, സന്തോഷം. നിങ്ങളെ ദൈവാത്മാ ശക്തമായിട്ട് എനിക്ക് വേണ്ടി അയച്ചതാ. എന്നിട്ട് ദൈവദാസൻ പറഞ്ഞു, ഞാൻ നിന്നെ ആ രാജ്യത്ത് വിടുന്നത് പാപത്തിൽ കിടക്കുന്ന ചേറ്റിക്കിടക്കുന്ന ഒരു തലമുറയെ കർത്താവിന് വേണ്ടി നേടാനാ. അതിനു വേണ്ടിയുള്ള ഒരു അഭിഷേകം ഞാൻ നിന്റെ മേൽ പകരും. അതിന് മുമ്പ് ഞാൻ നിന്നെ ഓട്ടച്ചു പണിയൂന്ന് പറഞ്ഞു. മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. ദൂത് കേട്ടത് മൊത്തം റെക്കോർഡ് ചെയ്ത് എൻ്റെ മമ്മിയാണ്. ഞാനിതൊക്കെ വിട്ടു, ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. കരയുവാണോ ചങ്കു പൊട്ടുവാണോ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പാ എന്തായാലും ഇതുവരെ അപ്പയെ നടത്തി, അപ്പൻ്റെ ഇഷ്ടം നടക്കട്ടെ. അത് വെറുതെ പ്രാർത്ഥിച്ച്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും അല്ലത്. സങ്കടം സഹിക്കാൻ വയ്യാതെ. കാരണം ഇതുപോലായിരുന്നു ഞാൻ നേഴ്സിംഗ് ആഗ്രഹിച്ചതല്ല. ഇതുപോലെ അറ്റം ബോംബ് പോലെ വന്ന ദൂതിനാണ് ഞാൻ നേഴ്സിംഗിന് പോയത്. മനസ്സിലായോ? ഇപ്പോൾ ദൈവം പറയാം നേഴ്സിംഗ് വിട്ടോളാൻ. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് സങ്കടത്തോടെ ഇരുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, ഞാൻ അമേരിക്കയിൽ ചെന്നു. ആദ്യത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കല്യാണത്തിന് എൻ്റെ ഹസ്ബൻഡും ഡാഡിയും പെങ്ങളുമേ ഉള്ളായിരുന്നു. അവരുടെ മമ്മി എന്നെ കണ്ടിട്ടില്ല, സഹോദരൻ. കാരണം പെട്ടെന്ന് നടന്ന കല്യാണം, ഒരാഴ്ച കൊണ്ട് കിടന്ന്. ആസാദിയിൽ എൻ്റെ ടെസ്റ്റിമണി ഉണ്ട്, പോയി കേൾക്കേണ്ടവർക്ക് കേൾക്കാം. ഒരാഴ്ച കൊണ്ട് നടന്ന കല്യാണം. അപ്പം അതിൻ്റെ 2 മാസം മുമ്പ് സിസ്റ്ററുടെ കല്യാണം നടന്ന അച്ചാച്ചൻ്റെ. അതുകൊണ്ട് അവരൊക്കെ നാട്ടിൽ വന്നിട്ട് പോയതുകൊണ്ടും മമ്മിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മമ്മിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് നടന്ന കല്യാണം ആയതുകൊണ്ട് ആർക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവരെ ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അമേരിക്കയിൽ ചെന്നിട്ട് അച്ഛൻ്റെ പേരൻസിനെ, അച്ഛൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫാമിലിയെ മൊത്തം കാണാൻ ഒരു 1 മന്ത് ട്രിപ്പ് പോലെ പോയി. എല്ലാവരെയും കണ്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് അതിലും പ്രതീക്ഷിക്കാത്ത അടുത്തൊരു ന്യൂസ് എന്നെ വെയിറ്റ് ചെയ്യുക. ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ന്യൂസ്. അപ്പോൾ പ്രഗ്നൻറ്റും കൂടെ ആണെന്നറിഞ്ഞപ്പോൾ അതിനേക്കാൾ സങ്കടം. സാധാരണ എല്ലാവർക്കും സന്തോഷമാണ്. ഞാൻ നോക്കി, കാരണം 6 എഴുതണമല്ലോ. കുഞ്ഞുണ്ടെങ്കിൽ 6 എക്സാം എഴുതി ജോലിക്ക് പോകണമെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ വീട്ടിലാരും ഇല്ല. ഇവിടത്തെ പോലെ അല്ല. അവിടെ നമുക്ക് അയലൊക്കെ തേപ്പിക്കാനൊന്നും പറ്റത്തില്ല, ആരും സഹായിക്കാനില്ല, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം. വളരെ നിരാശപ്പെട്ടു. ഞാൻ ചോദിച്ചു, കർത്താവേ എല്ലാ പ്ലാനും തകരുവാണല്ലോ. ഇന്ന് സിസ്റ്റർ വായിച്ചൊരു വചനം കേട്ടായിരുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക്. അത് കഴിഞ്ഞുള്ള വാക്യം സിസ്റ്റർ പറഞ്ഞു, ഏതാ? നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടെത്തും, ഞാൻ ഉത്തരം വരണം. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം തരും. യിരെമ്യാവ് 29 വാക്യം സിസ്റ്റർ വായിച്ചത്. അതിന് തൊട്ട് മുമ്പുള്ള വാക്യം ഞാൻ പറയുന്നത്. അന്ന് എന്നോട് ദൈവാത്മാ സംസാരിച്ച വാക്യമാണ്, ഞാൻ നിനക്ക് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ദൈവകൃപയാൽ പ്രഗ്നൻസി മുന്നോട്ട് പോയി. പിന്നെ അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതെന്തിന് പറഞ്ഞെന്ന് ചോദിച്ചാൽ പറയാം. ആ പ്രഗ്നൻസി എൻ്റെ ജീവിതത്തിൽ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്രഗ്നൻസി. 2, ഞാൻ രാജ്യത്ത് ചെന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങൾ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നത്. എല്ലായിടത്തും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വീടുമായിട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടില്ല. വീടൊന്നും മൊത്തം കണ്ടു തീർന്നിട്ടില്ല. ചുറ്റുമുള്ളവരെ എനിക്ക് ആരെ അറിയത്തില്ല. ആ രാജ്യത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന മൊത്തം അമേരിക്കക്കാരുടെ നടക്കും, ഒരു മലയാളി ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ മലയാളം സംസാരിക്കത്തില്ല കേട്ടോ, ഒരു വാക്ക് പോലും മലയാളം സംസാരിക്കത്തില്ല. 27 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്ന എന്നെ കല്യാണം കഴിക്കാനാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പം ഇന്ത്യയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തോട് പോലും നമ്മുടെ വിഷമം പറഞ്ഞ്, നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാലും നമുക്ക് വിഷമം വരുമ്പോൾ ഏത് ലാംഗ്വേജ് ഏറ്റവും നല്ലത്? നമ്മുടെ മലയാളം അല്ലേ? പറഞ്ഞ് പിടിപ്പിക്കാൻ മനസ്സിലാവണ്ടേ? അദ്ദേഹമാണ് തനി അമേരിക്കൻ, മലയാളിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം. അപ്പം ഞാനിങ്ങനെ ഓർത്ത്, കർത്താവേ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അതിൻ്റെ ഇടയ്ക്ക് പ്രഗ്നൻസി കൂടെ പോയവർക്കറിയാം, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആരുമില്ല. ഹല്ലേലൂയ. ഭയങ്കര സങ്കടം, നിരാശ, വിഷമം. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുന്ന കാര്യമാണ് എന്ത്? നിരാശ. ഈ നിരാശ വന്നാലൊരു കുഴപ്പമുണ്ട്, പിശാചി നിരാശയെ കൂടെ നമ്മുടെ ഉള്ളിൽ കയറുന്നത്. പിശാചി കയറിയുള്ള കുഴപ്പം എന്നാണെന്നറിയോ? പറയും, നീ ഇത്രയും നാളും പ്രാർത്ഥിക്കാൻ പോയിട്ട് നിനക്ക് എന്താ കിട്ടിയത്? പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും ചിലരാണെങ്കിൽ പറയും, ആ ശരിയാന്ന് പറയും ഉടനെ. പിശാചിനോട് സംസാരിക്കുന്നവർ ഇന്ന് ഏറ്റവും കൂടുതൽ. ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരോടാ? പിശാചിനോട്. നമ്മുടെ ഉള്ളിൽ തോട്ടം എന്ന് പറയും, നിനക്ക് പഠിക്കാൻ കഴിവില്ല, നീ ഒരിടത്ത് എത്തത്തില്ല. അപ്പോൾ പറയും, ശരിയാ, ഞാനൊരു മണ്ടനാന്ന് എൻ്റെ വിചാരം. അപ്പോൾ പിശാചി പറയുന്നതിനെല്ലാം എന്ത് പറയും? എസ് പറയും. ഇപ്പോൾ പിശാചിന് സന്തോഷം. പിശാചി പറയും, ഓ എൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആളെ, നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. മനസ്സിലായോ? പിശാചിൻ്റെ സന്തതികളുടെ എന്തോ എങ്ങനെ അറിയാമെന്നറിയോ? പിശാചിൻ്റെ മക്കൾ പിശാചി പറയുന്നതിനെല്ലാം എന്ത് പറയും? എസ് പറയും. ദൈവത്തിൻ്റെ മക്കളോ? ദൈവം പറയുന്നതിന് എസ് പറയും. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം പിശാചി പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ചെവി വന്ന് മന്ത്രിക്കുക, നിന്നെ പിന്നെ എന്തിനാ നഴ്സിങ്ങിന് വിട്ടത്? നീ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നിന്റെ ദൈവം ഇത് കാണുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര നിരാശ വന്നു. നിരാശ കൂടി വന്നിട്ട് സങ്കടം വന്നിട്ട് പിന്നെ ബൈബിൾ വായിക്കാതെയായി, പ്രാർത്ഥിക്കാതെയായി. എനിക്ക് ദൈവത്തോട് ദേഷ്യം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് പ്രഗ്നൻസിയിലുള്ളതാ അല്ലേ? പ്രഗ്നൻസി മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ OBG ആയിരുന്നു എൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഞാനതൊക്കെ പഠിപ്പിച്ചു. എനിക്കിതൊക്കെ അറിയാം. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഇത് മൂഡ് സ്വിങ് അല്ല, ഇതൊരു ആത്മീക പോരാട്ടമെന്ന് എനിക്കറിയാം.
ഇങ്ങനെ വീടിൻ്റെ വലിയൊരു വീടിനകത്ത് ഒറ്റയ്ക്ക് ഒരു മുറിക്കുള്ളിൽ പുറത്തിറങ്ങിയ ഒരു മനുഷ്യനെ കാണാനില്ല. നമ്മളറിയാം, നമ്മൾ നാട്ടിൽ ജീവിച്ചവർ അല്ലേ, പെയ്ത്തോമി വളർന്നവരാ ഞങ്ങൾ. വീട്ടിലെപ്പോഴും ആളും ബഹളമാണ്. പിന്നെ താമസിച്ച ഹോസ്റ്റലിലും ആളും ബഹളമാണ്. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. വീട്ടിലാണെങ്കിൽ 4 പെൺപിള്ളേർ, അലപ്പുറയ്ക്ക് കുറവൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ ഇതിനകത്ത് ജീവിച്ചിട്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മമ്മി പറഞ്ഞു, മോനെ പ്രാർത്ഥിച്ചാൽ മതി, സാരമില്ല. ഇവരിവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവത്തോട് ദേഷ്യം. അങ്ങനെ ദൈവത്തോട് ദേഷ്യവും നിരാശയും പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടാതിരുന്ന ഒരു ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു, അപ്പാ എനിക്ക് പറ്റുന്നില്ല. ബൈബിൾ വായിച്ചിട്ട് ഒരാഴ്ചയായി, പ്രാർത്ഥിച്ചിട്ട് ഒരാഴ്ചയായി. ഞാൻ പറഞ്ഞു, അപ്പാ എനിക്ക് പറ്റുന്നില്ല. എനിക്കറിയാം അങ്ങ് ജീവനുള്ള ദൈവമാണ്. എനിക്ക് ദൈവത്തെ വിട്ടു പോകാൻ പറ്റത്തില്ല. കാരണം ഇത് സത്യദൈവമാണെന്ന് എനിക്കറിയാം. ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. ദൈവം എന്നെ ഇതുവരെ കൊണ്ടുവന്നെന്നറിയാം. കാരണം ഒരു യോഗ്യതയില്ലാത്ത രാജ്യത്താണ് ഞാൻ ഇരിക്കുന്നത്. ഒരു യോഗ്യതയില്ലാത്ത വിവാഹം എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കറിയാം ഇത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന്. പക്ഷെ കർത്താവേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അങ്ങ് തരണം. അപ്പം ഞാൻ എൻ്റെ സങ്കടം മാറ്റാൻ, നിരാശയിലേക്ക് പോകാതിരിക്കാൻ ഞാൻ ഫോൺ എടുത്ത് യൂട്യൂബ് കണക്ട് ചെയ്ത്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കോമഡി ഷോസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞൊരു കോമഡി ഷോ ഉണ്ട്. പിള്ളേർക്കറിയാം മിസ്റ്റർ ബീൻ, ഇത് കോമഡിയാണ്. അപ്പം ഞാൻ അതൊക്കെ വെക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇത് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, ഞാനിതൊന്നും കാണുന്നില്ല. അതായത് ഇതിനൊന്നും എനിക്ക് സമാധാനം തരാൻ. നമ്മൾ ഓർക്ക് ലോകത്തിലെ ചിലത് എൻ്റർടൈൻമെൻറ്റ്, ഒരു സിനിമ കണ്ടാൽ, ഒന്ന് കുടിച്ചാൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങിയാൽ എൻ്റെ സങ്കടം മാറും തോന്നല. സങ്കടം മാറണമെങ്കിൽ ദൈവം വിചാരിക്കണം. മനസ്സിലായി? നമ്മുടെ സൃഷ്ടാവ് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ നിരാശയോടെ സങ്കടത്തോടെ ഇരിക്കുമ്പം ദൈവത്തോട് ഞാൻ ചോദിച്ചു, അപ്പം എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ പോലും അറിയാതെ, ഞാൻ പോലും കൈ തൊടാതെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്ന മിസ്റ്റർ ബീൻ എന്നുള്ള കോമഡി മാറി. ഞാൻ നോക്കിയപ്പോൾ ബാബു ചെറിയാൻ പാസ്റ്ററുടെ ഒരു ലൈവ് മെസ്സേജ് വരികയാണ്. ഞാൻ പോലും അറിയാതെ. ദൈവം ചെയ്യുന്നത് അങ്ങനാ. ദൈവത്തോട് നമ്മൾ നെഞ്ചു പൊട്ടി ചോദിക്കുക, എന്തെന്ന് ചോദിച്ചാൽ ദൈവം ഉത്തരം തരും. ഇന്ന് ചിലരോടുള്ള ഉത്തരവാണ് ഇന്നത്തെ മെസ്സേജ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ദൈവസ്തുതി കരയുമ്പോൾ ദൈവദാസൻ ഈ 51 സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വചനം ഇങ്ങനെ വായിച്ചിട്ട് പറയുക, ചിലപ്പോൾ നീ വർഷങ്ങളായി അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു, എല്ലാം നടന്നിട്ടും ഇപ്പോൾ നിന്റെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാ. നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിനക്ക് നിരാശയാ. നിന്റെ നിരാശയുടെ കാരണം തേടിയായിരിക്കും നീ ഇവിടെ ഇരിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവം പറയുക, നിന്റെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില പാപങ്ങളാണ് നിന്റെ ഈ വേദനയ്ക്ക് കാരണമെന്ന് പറഞ്ഞു. അതൊരിക്കലും എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. കാരണം പാപം എന്നൊക്കെ പറഞ്ഞ, അയ്യോ, IPCയിലെ പാസ്റ്ററുടെ മോക്ക് എവിടാ പാപം അല്ലേ? സൺഡേ സ്കൂൾ മൊത്തം പഠിച്ച് എനിക്ക് എവിടാ പാപം? ഞാൻ വിശുദ്ധയാ. ഇപ്പം കർത്താവ് വന്നാൽ പോവും. ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഓർത്ത് മറഞ്ഞു കിടക്കുന്ന പാപം, അതെന്തോ പാപം, ഞാൻ കേട്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ 51 ബൈബിൾ പോയി തപ്പിയെടുക്കണം. ബൈബിൾ കിട്ടിയെന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഞാൻ എവിടെയോ ബൈബിൾ വെച്ചേക്ക്, എൻ്റെ ബൈബിൾ. ഞാൻ പോയപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബൈബിൾ ഓടിപ്പോണ്ട്. അച്ഛൻ്റെ ബൈബിൾ എടുത്ത് 51 സങ്കീർത്തനം ഇംഗ്ലീഷിൽ ആദ്യമായിട്ട്, ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ആദ്യമായി ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് ദൈവാത്മാവിനോട് സംസാരിക്കുക. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഈ ഓരോ വാക്യത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴങ്ങളും അവിടെ എഴുതി വെച്ചേക്കുക. അവിടെ എഴുതിയിരിക്കുക, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? സ്വമേധ പാപം, മനസ്സിലാവുന്നുണ്ടോ? ബാല്യത്തിലെ പാപം ഒക്കെ പാപങ്ങളെക്കുറിച്ച് എഴുതി. ഇപ്പം ഞാൻ ഇതൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയാം ഒറ്റ പാപമേ ഉള്ളൂ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കുറേ പാപത്തിൻ്റെ ലിസ്റ്റ് ഉണ്ട്. എന്തോ 10 കൽപ്പന ലംഘിക്കരുത്, അതിനകത്തുണ്ട് പാപങ്ങളൊക്കെ. അത് ഞാൻ നോക്കി 10 കൽപ്പന ഞാൻ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല. ആരോടാ പറയുന്നതെന്നറിയോ? കർത്താവ് പറയാം നിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പാപമുണ്ട്. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയാം പാപമൊന്നും ഇല്ല. അപ്പം അതിനൊരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അപ്പം എൻ്റെ രണ്ടാമത്തെ മോൻ 5 വയസ്സുണ്ട് ഇപ്പം. അപ്പോൾ ചില സമയത്ത് ഇവരുടെ മുറിക്കുള്ളിൽ ഇരുന്ന് നമ്മൾ പറഞ്ഞ കുരുത്തക്കേട് കാണിക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് പിള്ളേർ സൈലൻ്റ് ആകുമ്പോൾ നമുക്കറിയാം എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടിരിക്കുക. ശബ്ദം നിലയ്ക്കുമ്പോഴേ അമ്മമാർക്ക് ടെൻഷൻ. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ കുഴപ്പമില്ല. അപ്പം ഒരു ദിവസം ശബ്ദം നിലയ്ക്കും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ നിൽക്കുന്ന കിച്ചണിൻ്റെ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. എനിക്ക് ക്യാമറയിൽ കൂടെ കാണാം ഇവരെന്നാ കാണിക്കുന്നത്. അപ്പം ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇവരുടെ റൂമിനകത്ത് ഇവർ കാണിക്കുന്ന കുരുത്തക്കേട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ലൈവായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓടിച്ചെന്ന് ഞാൻ ഡോറ് തുറന്നപ്പോഴത്തേന് ആൾ പെർഫെക്റ്റ്ലി ഫൈൻ, ഡീസൻ്റായി. എന്താ മമ്മ? ഞാൻ ചോദിച്ചു, നീ എന്താ ഇപ്പോൾ കുരുത്തക്കേട് കാണിച്ചേ? ഞാനൊന്നും കാണിച്ചിട്ടില്ല, ഞാനിവിടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മമ്മ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്ത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവനോടൊരു കാര്യം തുടരുന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനത്തെ കയറി തൊട്ട് അതിനെ മേളിൽ കയറി നിൽക്കുക. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പം ഞാൻ കണ്ടു. അപ്പം കണ്ടിട്ടാ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ മക്കൾ ഫ്രണ്ടിൽ കിടന്ന് കാണിക്കുന്ന ഒരു അഭിനയമുണ്ട്. എന്തുവാ ഒന്നും ചെയ്തിട്ടില്ല. ഇതാരോടാ പറയുന്നേ? ഇത്രയും നേരം ചെയ്തത് കണ്ടോട് നിൽക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ ഈ അഭിനയിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എല്ലാം അറിയാവുന്ന അമ്മയുടെ മുമ്പിൽ എന്ത് ചെയ്യുക? അഭിനയിക്കുക. അപ്പൊ അമ്മ പറയും, മോനെ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തു?
കണ്ടു. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിച്ച് കാണിച്ചു കൊടുക്കും. റെക്കോർഡ് ചെയ്ത് ക്യാമറയിൽ ഞാൻ റിവൈൻഡ് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പം ആളിങ്ങനെ ചമ്മി, അതുണ്ടല്ലോ, അതിങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, അതങ്ങനെ ആയപ്പോൾ ഉണ്ടല്ലോ, അതിങ്ങനെ അങ്ങനെ ഒത്തിരി എക്സ്ക്യൂസാ. പിന്നെ ചേച്ചിയെ പഴിക്കും, മൂത്ത ചേച്ചി, അവൾ പറഞ്ഞിട്ടാണ്. അല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്ത്, ഞാനിതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പം ആള് പറഞ്ഞു, മൂത്തയാൾ പറഞ്ഞു, അയ്യോ മമ്മി ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം രണ്ടുപേരും കൈ ഒഴിഞ്ഞു. പക്ഷെ പ്രശ്നം ഗുരുതരവാ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ ഉടനെ എൻ്റെ പിള്ളേരോട് പറയും, കണ്ട കാര്യം ഇല്ലെന്ന് മുഖത്ത് നോക്കി എന്ത് ചെയ്യരുത്, പറയരുത്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം. ഇപ്പോൾ പരിശുദ്ധാത്മാവ്, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അന്ന് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളായിട്ടില്ല എന്നെ പണിയുമ്പോൾ. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, മോളെ നീ ചെയ്തിട്ടില്ല ഇല്ല എന്ന് ആരോടാ പറയുന്നതെന്നറിയോ? നിന്നെ ഉള്ളതുപോലെ അറിയുന്നവൻ്റെ മുമ്പിലാ. നിന്റെ ഹൃദയത്തെയും നിലവുകളെയും ഉൾപ്പുകളെ ആരാഞ്ഞറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നീ പറയുക, നീ പാപം ഒന്നും ചെയ്യുന്നില്ലെന്ന്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ചെയ്ത ഓരോ പാപം ഞാൻ വെളിപ്പെടുത്തി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഗട്ട്സ് ഒക്കെ ഭയങ്കര, നമ്മൾ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പോടെ നിൽക്കുകയല്ലേ. ഞാൻ പറഞ്ഞു, പറ കർത്താവേ, ഞാൻ മറ്റുള്ളവരെ പോലെ പാപമൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ മാർക്ക് ചോദിക്കുമ്പോഴേ നമ്മൾ പറയത്തില്ലേ, മറ്റവളുടെ മാർക്ക്, എൻ്റെ കൂട്ടുകാരിയുടെ മാർക്ക്. നമ്മളെല്ലാം അങ്ങനാ. നമ്മുടെ കാര്യം ചോദിച്ചാലും നമ്മൾ ആരുടെ കാര്യം പറയും? നീ പാപം ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ മറ്റുള്ളവരും ചെയ്യുന്നില്ലേ? ഉടനെ നമ്മുടെ വായിന്ന് വരുന്നത്. അത് എവിടെ നിന്ന് കിട്ടിയെന്നത് നമ്മുടെ കുറ്റമല്ല, നമ്മുടെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കുഴപ്പം. ആദാമു ഹവ്വായി പിടിച്ചപ്പോഴേ ആദ്യം പറയുന്നത്, നീ തന്ന ഈ സ്ത്രീ അല്ലേ, അന്നേ തുടങ്ങിയതാ, അത് നമ്മുടെ രക്തത്തിലുണ്ട്. അതുകൊണ്ട് നമ്മളോട് കുറ്റം ചെയ്യുന്ന പറഞ്ഞാൽ പറയും, അതെൻ്റെ ഭർത്താവ് കാരണമാണ്, അമ്മായിമ്മ കാരണമാണ്, അവര് കാരണം, ഞാൻ ഇതിനകത്തൊന്നും ഇല്ല കർത്താവേ. പക്ഷെ കർത്താവ് പറയാം, നിനക്കുണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് നിന്നോടാ സംസാരിക്കുന്നത്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ഉള്ളിലുണ്ട്. കാരണം എന്നിട്ട് എന്നെ പഠിപ്പിച്ച വാക്യം എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇന്നലെയും മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ദൈവസന്നിധി ഇരുന്ന് ഈ മീറ്റിങ്ങിനോട് പ്രാർത്ഥിക്കും. ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് പറയാം, 51 അതായത് സഭയ്ക്കുള്ള ദൂതെന്ന്. അപ്പോൾ എനിക്കറിയാം ചിലർക്ക് വിടുവിക്കപ്പെടാൻ ദൈവം കരുതുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ക്ലീൻ ആവണം. എന്നിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത് കേട്ടോ. ചുമ്മാ പ്രസംഗിക്കുകയല്ല, അനുഭവത്തിൽ നിന്ന് പ്രസംഗിക്കുക. ഹല്ലേലൂയ. ദൈവാത്മാവ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. പെട്ടെന്ന് പറയുക, എന്തോ ഈ അന്തർഭാഗത്തിലെ സത്യമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പാ പറ. അപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച 2 കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ മെയിൻ മെസ്സേജിലേക്ക് കിടക്കുക. അന്തർഭാഗത്തിലെ സത്യം എന്ന് പറയുന്നത്, ഞാൻ പുറമേ കാണിക്കുന്നതിലൊന്നിലും ദൈവത്തിന് പ്രസാദമില്ല. അതായത് ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ആദ്യം ദൈവം നോക്കിയത് ഹാബേലിനെയാണ്. അവൻ്റെ പെർഫോമൻസ് ആണോ? അല്ല. അവൻ കൊണ്ടുവന്ന യാഗവസ്തുവാണോ? അല്ല. അവൻ ചെയ്ത യാഗത്തിൻ്റെ സ്റ്റൈലാണോ? പ്രൊസീജിയറാണോ? അല്ല. ദൈവം ആദ്യം നോക്കിയ ഹാബേലില്ല. ഹാബേലിൽ പ്രസാദിച്ചാലേ യാഗത്തിൽ പ്രസാദിക്കത്തുള്ളൂ. അതായത് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ ചേറെ ഇരിക്കുമ്പോൾ ദൈവം ആദ്യം അക്സയിൽ പ്രസാദിക്കണം. അക്സയിൽ ദൈവം പ്രസാദിച്ചാലേ അക്സ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളൂ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? നമ്മളിൽ ഓരോരുത്തരും ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്തോ ഈ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം? നമ്മൾ ചെയ്യുന്നത് പോലെ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലേ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ വിളിക്കുന്നവരെ നിങ്ങളുടെ ഭാഷയെ ഞാൻ പറയാം, നമ്മുടെ എല്ലാ ഉടായ്പിനും കൂടെ നിൽക്കുന്നവരെയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവർ അക്സെപ്റ്റ് ചെയ്തു. സത്യമാ അല്ലേ? അല്ലേ? അതെ. അപ്പൊ കർത്താവ് നമ്മൾ പ്രസാദിക്കണമെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ കർത്താവ് പറയുന്നത് പോലെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ സ്നേഹിതൻ എന്ന് കർത്താവ് പറയുന്നത്. ഞാൻ എന്തിനീ ശാന്തമായി, എന്നോട് ദൈവാത്മാ എന്ന് പറഞ്ഞ ശാന്തമായിട്ട് ദൈവവചനം പറയാൻ പറഞ്ഞു. ശാന്തമായിട്ട് നിന്ന് ഹൃദയത്തിനകത്ത് കയറുന്ന രീതി വചനം പറയാൻ പറഞ്ഞോട് എത്ര ശാന്തമായിട്ട് പറയുന്നത് കേട്ടോ. കേട്ടല്ലോ? പറഞ്ഞ മനസ്സിലായോ? ഉറങ്ങരുത് അതുകൊണ്ട് ആരും. ഓക്കെ. ദൈവാത്മാ ഈ വചനം എന്നോട് പറയാൻ പറഞ്ഞ എന്നോട് പറയാ, സത്യം ഇച്ഛിക്കുന്ന ദൈവം എന്നോട് പറയാം, അക്സ നീ 30 വയസ്സ് വരെ ജീവിച്ചു, 10-ാം വയസ്സ് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ 20 വയസ്സ് വരെയുള്ള ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. അതുവരെ ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം, അഭിഷേകം തെറ്റായിരുന്നെന്നല്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ കേൾക്കണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. ദൈവം ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് എന്നോട്, ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ് ദൈവം പറയാം തെറ്റാണെന്ന് പറയുമ്പോൾ അത് തെറ്റാന്ന് പരിശുദ്ധാത്മ ബോധം വരുത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതേ കർത്താവേ, അയ്യോ തെറ്റായിരുന്നല്ലേ, ഞാൻ മാനസാന്തരപ്പെട്ടോളാം. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പകരം അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നല്ലേ, അമിണ്ടായിരിക്കും പരിശുദ്ധാത്മാവേ, ഞാൻ ചെയ്തിട്ട് പിന്നെ വന്ന് സോറി പറയാം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഇപ്പൊ കുറച്ച് കാലഘട്ടം എൻ്റെ ലൈഫിലുണ്ട്, പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നുണ്ട്, ചെയ്യുന്നത് തെറ്റാ, പോകല്ല്, ചെയ്യല്ല്, ഓരോ കാര്യം ബോധം വരുത്തുമ്പോൾ എൻ്റെ ജഡം പറയുക ഇതെല്ലാവരും ചെയ്യുന്നതാ. പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ ആരെ ഇപ്പൊ സ്വർഗത്തിൽ പോകുന്നു? അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടോ? ഇതൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന. അപ്പൊ കർത്താവ് എന്നോട് പറയാ, ഇനി ഞാൻ ഇച്ഛിക്കുന്ന എന്നാന്ന് പറയാം. അന്തർഭാഗത്തിൽ ഓരോ സത്യവും എന്താണ് അസത്യം എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു.
അതാ ഞാൻ പറഞ്ഞ ദാവീദിനോട് നാഥാൻ പറഞ്ഞതുപോലെ ദൈവദാസരി കൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ദൈവവചനം എന്നോട് ഇടപെടാൻ തുടങ്ങി. അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, പരിശുദ്ധാത്മാവ് അതുവരെ ഞാൻ കേട്ടതിനേക്കാൾ ശബ്ദത്തിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഹൃദയത്തിനകത്തിരുന്ന് ഒരാൾ പഠിപ്പിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ പണിയാൻ പോവാ കേട്ടോ, ഇപ്പം ഞാൻ നിന്നെ തകർത്തു. ശരിയാ, ഞാൻ ജൂണിൽ അവിടെ ചെല്ലുന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസം എനിക്ക് ചിന്തിക്കാൻ ഇഷ്ടമില്ലാത്ത മാസങ്ങളാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള മാസങ്ങളാണ്. കാരണം അന്ന് ആ ദൈവം എന്നെ തകർത്ത് പണിതത്. ദൈവത്തിന് മോഡിഫിക്കേഷൻ ഇഷ്ടമല്ല, അതറിയാമോ? നമ്മളാണെങ്കിൽ ഒരു കപ്പ് പൊട്ടിയ ഫെവിക്വിക്ക് വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. കർത്താവിന് അത് ഇഷ്ടമല്ല. കർത്താവ് അതിനെ മൊത്തം ആദ്യം തൊട്ട് പണിയും. ഏച്ചി വെച്ച് എങ്ങനെ ഇരിക്കും? മുഴച്ചിരിക്കും. കർത്താവിന് മുഴച്ചിരിക്കുന്ന ഇഷ്ടമല്ല. കർത്താവ് ഒരു കപ്പല്ലേ, അതിന് മറ്റൊരു രീതി പണിയാൻ ആഗ്രഹമുണ്ട്. ഒരു കാര്യം ചെയ്യും, ഇതുവരെ ഇരുന്നതിനെ ഞാനൊന്ന് ഒട്ടയ്ക്കാൻ പോവാം. ഒട്ടച്ചിട്ട് പുതിയതായിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാനൊന്ന് പണിയാൻ പോവാം. ആ ഒട്ടച്ചിലാണ് ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടത, ഒറ്റപ്പെടൽ. ഞാനന്ന് അനുഭവിക്കുക ഒറ്റപ്പെടൽ. എനിക്ക് ആരുമില്ലെന്ന് ഓപ്പണായിട്ട് സംസാരിക്കാം. വീട്ടിൽ വിളിച്ച് മമ്മിയോട് സംസാരിക്കും. 2 സമയങ്ങളാണ്. അവിടുത്തെ സമയമല്ല ഇവിടെ ഞാൻ വിളിക്കും, മമ്മി ഫോൺ എടുക്കുന്നില്ല, മമ്മി മീറ്റിങ്ങിലായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഞാൻ മമ്മി വിളിക്കുമ്പോൾ ഞാൻ ഉറക്കമായിരിക്കും. അങ്ങനെ പല ദിവസങ്ങൾ പോയപ്പോൾ ഞാൻ വെറും ഒറ്റയ്ക്ക്, ആരുമില്ല കേൾക്കാൻ. അച്ഛനോട് പറയാൻ അച്ഛന് മനസ്സിലാവുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഇത് പ്രഗ്നൻസിയുടെയാ. ഞാൻ പറഞ്ഞു, പ്രഗ്നൻസിയുടെ അല്ല, അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ആരും മനസ്സിലാക്കാത്തൊരു സീസൺ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവത്തിന് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാനാണ്. കാരണം മനുഷ്യർ മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ അവരുടെ കൂടെ പോയി സമയം സ്പെൻഡ് ചെയ്യും. ആരും മനസ്സിലാക്കാതെ വന്നാൽ നമ്മൾ ആരുടെ കൂടെ ഇരിക്കും? കർത്താവേ എനിക്ക് നീ മാത്രമേ ഉള്ളെന്ന് പറയല്ലേ. അതുവരെ എന്നാ പറയും, എൻ്റെ അച്ചാച്ചനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, അവർക്ക് എന്നെ മനസ്സിലാവും. അപ്പോൾ ദൈവം ചില കൂട്ടുകെട്ടൊക്കെ അങ്ങ് ബ്രേക്ക് ചെയ്യും. ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കും, ഒറ്റയ്ക്ക് ഇരുത്തും. ആ ഇരിപ്പായിരുന്നു എൻ്റെ ലൈഫിലും. എന്നിട്ട് ദൈവാത്മാവ് എന്നെ അങ്ങോട്ട് അഴിച്ചു പണിയാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്നോട് പറയാ, അക്സ, ഞാനപ്പോൾ ആദ്യം പറയാം, കർത്താവേ ഞാൻ എല്ലാ ആരാധനയ്ക്കും ഒരു ആരാധന പോലും ജീവിതത്തിൽ മുടക്കിയിട്ടില്ല. അപ്പം ആദ്യത്തെ ചോദ്യം ദൈവത്തിന് അന്തർഭാഗത്തിലെ ആ വാക്യം മറക്കല്ലേ, ഉറക്കെ പറഞ്ഞേ. അപ്പം കർത്താവിനോട് പറയാം, നീ ഇത്രയും നാളും ആരാധന മുടക്കാതിരുന്നതിൻ്റെ കാരണം പറ. ഞാൻ പറഞ്ഞു, അതൊരു സുഖമല്ലേ? എന്തുവാ, എല്ലാ ആരാധനയ്ക്കും ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നൊരു സുഖമല്ലേ? എന്ന് വെച്ചാൽ അഹങ്കാരം. ഇതിന് വിളിക്കുന്ന പേര് ആത്മീക അഹങ്കാരം. മനസ്സിലായോ? അപ്പൊ കർത്താവിനോട് പറയും, ആദ്യത്തെ കുറവ് അഹങ്കാരിയാ. എന്ന് വെച്ചാൽ ആത്മീക അഹങ്കാരം തലയ്ക്ക് കയറി, ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം. അപ്പൊ കർത്താവ് എന്നോട് പറയുകയാ, നീ ആരാധനയ്ക്ക് വന്നിരുന്ന ഓരോ ആരാധനയിലും ഞാൻ നിന്റെ ഹൃദയത്തിലെ സത്യം നോക്കിയപ്പോൾ നീ വന്നത് നിന്റെ സംതൃപ്തിക്കാ, എൻ്റെ സംതൃപ്തിക്കല്ല. നമ്മൾ ഇന്ന് ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നമ്മുടെ സംതൃപ്തിക്കാണ് വന്നിരിക്കുന്നെങ്കിൽ ആ ആരാധന ദൈവം പ്രസാദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പ്രസംഗിക്കുന്നു. ആ പ്രസംഗവും ആരാധനയും ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യണം. ഉദാഹരണം എന്നെ ഇപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കഴിക്കാൻ വിളിക്കുക. എന്നോട് അത്ര അടുപ്പമുള്ളവർ എന്ത് ചോദിക്കുന്നറിയോ? ചേച്ചി എന്തുണ്ടാക്കി വെക്കണമെന്ന് ചോദിക്കും അല്ലേ? ചേച്ചിക്ക് എന്താ ഇഷ്ടം? ചിലരുടെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഇവിടുത്തെ അല്ല, പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടേ. അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളോട് പറയും, ഇത് കഴിച്ചു. ഇതിലാ ഞാൻ ലൈക്ക് നല്ലതായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്നല്ലേ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. എനിക്കാണെങ്കിൽ ബിരിയാണി ഇഷ്ടമല്ല. ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഉണ്ടാക്കി ചോറി, സിസ്റ്ററെ ഞാൻ ഓർത്ത് സിസ്റ്ററിന് ഇതാ ഇഷ്ടമെന്ന്. മനസ്സിലാവുന്നുണ്ടേ പറയുന്നത്? ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഈ ബിരിയാണിയില്ല, സിസ്റ്റർ കഴിക്കണം. എങ്ങനെ കഴിക്കുന്നതെന്നറിയോ? കഴിച്ചു എന്ന് വരുത്തും, പക്ഷെ സംതൃപ്തിയോടെയാണ് കഴിച്ചിരിക്കുന്നത്. പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുന്ന ആളോട് പറയാം കഴിച്ചോണോന്ന്, ഇഷ്ടപ്പെട്ട് കഴിക്കണോന്ന്. ഇതുപോലെ ദൈവം പറയുകയാ, ഇവിടെ വന്നിരുന്ന് ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ, ദൈവമേ അങ്ങനെ പ്രസാദിക്കണമെന്ന് പറയുമ്പോൾ ദൈവം പറയാ, പ്രസാദിക്കണമെങ്കിൽ എനിക്കിഷ്ടമുള്ളതുപോലെ ആരാധിക്കണം. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ട്, മനസ്സിലായോ? ദൈവം പ്രസാദിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഏത് ആരാധന ദൈവം പ്രസാദിക്കുന്നു കൂടെ പറയാം. ദൈവത്തിന് ഇഷ്ടമുള്ള ആരാധന ഹൃദയത്തിൽ സത്യമുള്ള ആരാധനയാണ്. എന്താ സത്യം? അശുദ്ധിയില്ലാത്ത ആരാധന, വക്രതയില്ലാത്ത ആരാധന. അത് ഇന്റൻഷൻ ഓഫ് വർഷിപ്പ്. ഞാൻ എന്തിനാരാധിക്കുന്നു? ഞാൻ ചർച്ചിലൊക്കെ പാട്ടൊക്കെ പാടുക, അല്ലെങ്കിൽ എല്ലാ ബൈബിളൊക്കെ വായിക്കും. എന്നോട് ചോദിക്കുക, പാസ്റ്റർമാർ വരും, പല പാസ്റ്റർമാരും എന്നെ പ്രസംഗം കഴിയുമ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യും. ആരാ വാക്യം വായിച്ചു തന്നെ? ഇപ്പം തന്നെ ഞാനാ. നല്ലതാട്ടോ, മിടുക്കി മോള്, ഇങ്ങനെ വേണം ബൈബിൾ വായിക്കും. അപ്പോഴത്തേനും ഒരു അഹങ്കാരം കയറിട്ട് എല്ലാവരെയൊക്കെ നോക്കും. കേട്ടല്ലോ, ഞാൻ എന്തോ നിങ്ങളൊക്കെ വായിക്കുന്നതിനേക്കാളും നന്നായിട്ട് എനിക്ക് വായിക്കാൻ. ഇതാര് കാണുന്നുണ്ട്? അപ്പം ഞാൻ ചെയ്യുന്നത് എന്തിനാ? അപ്പം അടുത്ത പാസ്റ്റർ വരുമ്പം മത്സരത്തിലാണ് വായിക്കുന്നത്. എന്തിനു വായിക്കുന്നു? പാസ്റ്ററുടെ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി വായിക്കുന്നു. ഇന്റൻഷൻ. ചില കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കും, ചേച്ചി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ചില പാപങ്ങളെ, മനസ്സിലായോ? ചിലരെന്നോട് ചോദിക്കും, ആഭരണം ഇടുന്ന പാപമാണോ, മേക്കപ്പ് ഇടുന്ന പാപം? ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് യൂത്ത് ക്യാമ്പിനൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ, ചേച്ചി ആഭരണം ഇടുന്ന പാപമാണോ, മേക്കപ്പ് ഇടുന്ന പാപമാണോ, വെള്ളം മാത്രം ഇട്ടാലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ? ഞാൻ ഇതിനെല്ലാം കൊടുക്കുന്ന ഒറ്റ ഉത്തരവാണ്, വാട്ട് ഈസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്? ഉദാഹരണം, ഞാൻ ഇന്ന് സാരി എടുത്തോണ്ട് പോകുന്നു, എൻ്റെ ഇന്റൻഷൻ എന്താണ്?
എൻ്റെ സാരി ഇന്ന് 10 പേര് കാണണം, ഒരാളെങ്കിലും വന്ന് ചോദിക്കണം ഇത് എത്ര രൂപയുടെ. ഏറ്റവും ബെസ്റ്റ് സാരി കൊടുത്ത് ഇന്ന് ചർച്ചിൽ പോകത്തുള്ളൂ, ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഞാനിവിടെ ആരാധന കഴിയുമ്പോൾ എല്ലാവരും വന്ന് പറയണം സൂപ്പറായിരുന്നെന്ന്. പ്രസംഗം കഴിയുമ്പോൾ എല്ലാവരും വന്ന് കൈ തന്നിട്ട് പറഞ്ഞു സിസ്റ്ററോ എന്നോ മെസ്സേജ് ആയിരുന്നു. ഈ ഇൻറ്റൻഷനോടെ അക്സ ഇവിടെ നിൽക്കുന്നെങ്കിൽ ദൈവം പറയുക ഈ പ്രസംഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. എൻ്റെ ഇൻറ്റൻഷൻ ഒന്നായിരിക്കണം, ഞാൻ എന്തിനത് ചെയ്യുന്നു. ബൈബിളിൽ ഏതാ പാപം എന്നറിയോ? ദൈവത്തിൻ്റെ ഹിതമല്ലാതെ ചെയ്യുന്ന എല്ലാം പാപമാണ്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ. കൊച്ചു കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു തരികയാ, കൂട്ടുകാർ കുടിക്കുന്നു അല്ലെ കൂട്ടുകാർ അങ്ങനെ ചെയ്യുന്നു, കൂട്ടുകാരിങ്ങനെ ചെയ്യുന്നു. ദൈവം നോക്കുന്ന നിന്റെ ഇൻറ്റൻഷനാ. ആരാധന പെർഫോമൻസ് അല്ല, ആരാധന ദൈവത്തിന് കൊടുക്കുന്ന നന്ദിയാ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അന്നാണ് എനിക്ക് മനസ്സിലായി എൻ്റെ ആരാധനയൊക്കെ ഇതുവരെ പെർഫോമൻസ് ആയിരുന്നു. കർത്താവ് പറയാ, മോളെ ഇങ്ങനെയുള്ളവരെ ഞാൻ ബൈബിളിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, കാപ്പാട്ട ഭക്തിക്കാര്. കാപ്പാട്ട ഭക്തി. ദൈവാത്മാവ് അങ്ങോട്ട് സർജറി ടേബിളിലോട്ട് കയറ്റുന്ന പോലെ എന്നെ അങ്ങോട്ട് കയറ്റി. എവിടെയാ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക്. അതുവരെ ഞാൻ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം എൻ്റെ മുറിക്കുള്ളിൽ ആരുമില്ലാത്തടത്ത് ഞാൻ അറിയാൻ തുടങ്ങി. കർത്താവ് എന്നോട് ചോദിച്ചു അഴിച്ചു പണിയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അഴിച്ചു പണിതോളാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഇവിടം വിട്ട് ഞാൻ എവിടെ പോകും അല്ലേ? അമേരിക്ക വിട്ട് പോകുന്ന കാര്യമല്ല, ദൈവസാന്നിധ്യം വിട്ട് ഞാൻ എവിടെ പോകും? നരകത്തിൽ പോകാൻ പറ്റുമോ? ഓടിപ്പോകാൻ പറ്റുമോ? സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പാതാളത്തിൽ പോകാൻ പറ്റുമോ? കർത്താവ് പറയും 130 സങ്കീർത്തനത്തിൽ, ഞാൻ എവിടെ പോയി പാർക്കും, എല്ലായിടത്തും നീ ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ കൈ വീഴുന്നത് ഏറ്റവും നല്ലത്. കർത്താവാകുമ്പോൾ എൻ്റെ സൃഷ്ടാവാ. അഴിച്ചു പണി. ഞാൻ പറഞ്ഞു അഴിച്ചു പണിതു അപ്പാ. പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിന്റെ കണ്ണിപ്പെട്ടതാ എംറ്റി ആയിട്ട് കിടക്കുന്ന ചേറ. ആ ചേർ ആരെ കുറിക്കുന്നു? യൂദായെ കുറിക്കുന്നു. കർത്താവ് ഒരു സംഖ്യ പൂർണ്ണമായിട്ട് തിരഞ്ഞെടുത്താൽ അത് പൂർണ്ണത തന്നെ. അപൂർണമാവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പത്രോസിനൊരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമെങ്കിൽ ദൈവം പറഞ്ഞ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഒരുമനപ്പെട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞേൽപ്പിച്ചത് അത് മാത്രം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വിട്ടുപോകാതെ നിങ്ങൾക്ക് ദൈവം തരാനിരിക്കുന്ന കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇവരെല്ലാവരും ഒരുമനപ്പെട്ടിരിക്കുമ്പോൾ പത്രോസിന്റെ ഉള്ളിൽ, അതാ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ആദ്യം അവിടെ ഇറങ്ങി വരുന്നുണ്ട്. വന്നതിൻ്റെ ആദ്യത്തെ തെളിവെന്നറിയോ? പാപബോധം, കുറ്റബോധം, മാനസാന്തരം വരും. അവിടെ പരിശുദ്ധാത്മാവ് ആദ്യം ഒന്ന് വന്നു. അത് കഴിഞ്ഞ സയൻസ് ഒക്കെ വന്നത്. പരിശുദ്ധാത്മാവ് ആദ്യമായി വന്ന് അവർക്കൊരു പാപബോധം കൊടുക്കുക. പത്രോസേ, ഒരാൾ അവിടെ ഇല്ല. യേശു തെരഞ്ഞെടുത്ത 12 പേരിൽ ഒരാളില്ല. ആ കോളം തികയ്ക്കാതെ ആത്മാവ് മേളിൽ നിന്ന് വരത്തില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ തികയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വേക്കൻ്റായി കിടക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് തീർക്കാത്തോടത്തോളം ആത്മാവ് ഇറങ്ങത്തില്ല. പത്രോസ് പറയും, ഒരു കാര്യം ചെയ്യും, നമുക്ക് പ്രാർത്ഥിച്ച് ചീട്ടിടാം. ചീട്ടിട്ടു. ചീട്ടാർക്ക് വീണു? മത്യാസിന് വീണു. ഈ മത്യാസിന് വീണപ്പോൾ മത്യാസും ആ ചേറയിലോട്ട് കയറിയിരുന്നു. 12 പേര് തികഞ്ഞു. എന്നിട്ട് അവരൊന്ന് കൈ കോർത്ത് പിടിച്ചു. സ്വർഗം പറയാ, യെസ്, ഐക്യത വന്നു, ഒരുമനപ്പെട്ടു, കോളം തികഞ്ഞു. ഇനി എനിക്ക് വൈകാൻ പറ്റത്തില്ല, ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുകയാ. ചിലരെയൊക്കെ മാറ്റി നിർത്തി, ചിലരെ വെടക്കം നെണ്ണി, ചിലതിനെയൊക്കെ മാറ്റി നമ്മൾ വീട്ടിലും സഭയിലും അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ നിർത്തത്തില്ലേ? ദൈവം പറയാ, ആ കസേര വേക്കണ്ട. കർത്താവ് പറയാ, കോളം തികയ്ക്കണം കേട്ടോ. എന്ന് വെച്ച് ചേറ് തികയ്ക്കാൻ ആൾക്കാരെ കൂട്ടാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അകറ്റി നിർത്തുന്നവരെ, നമ്മൾ മനസ്സുകൊണ്ട് മാറ്റി നിർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയാ, അതിനെ വ്യവസ്ഥ പ്രകാരം അടക്കി കൊണ്ടുവരണം. മനസ്സിലായോ? എന്നാലേ വീര്യപ്രവൃത്തി നടക്കത്തുള്ളൂ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആദ്യത്തെ ഭാഗത്തിൽ ഇങ്ങനെ പെട്ടെന്ന് കിടക്കുക. 1 പത്രോസ് 2:1-2 പറയുക, ആകയാൽ നിങ്ങളിലെ സകല ദുഷ്ടത. എന്താ ഈ ദുഷ്ടത? ദൈവമക്കളെ, നമ്മൾ ദുഷ്ടരാണോ? അയ്യോ സിസ്റ്ററെ ഞങ്ങൾ ഇത്രയും കാര്യമായിട്ട് ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്നൊരു സിസ്റ്റർ ഞങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങളെ വിളിച്ച കാര്യമാണോ? ഞാൻ പറയാം, എന്നെ ദൈവം വിളിച്ച കാര്യമാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എവിടെയോ അതൊക്കെ കാണും. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. അന്ന് കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, ട്രൂത്ത് ഈസ് ലൈക്ക് എ സർജറി, ലൈ ഈസ് ലൈക്ക് എ പെയിൻ കില്ലർ. പറയട്ടെ, സത്യം എപ്പോഴും സർജറി പോലെ വേദന എടുക്കും. സത്യ സുവിശേഷം വേദനിപ്പിക്കും. എന്നാൽ നുണ പെയിൻ കില്ലർ പോലെ. എന്ന് വെച്ചാൽ എന്നാ? ഒരു കാര്യത്തിന് ഭാരപ്പെട്ട് ചർച്ചിലോട്ട് വന്നു, നിന്റെ കാര്യത്തിന് വിടുതല, നീ സങ്കടപ്പെടേണ്ട, തിരിച്ചു വെക്കോ, ദൈവം പ്രവർത്തിക്കും. പെയിൻ കില്ലറാ. എന്തോ പെയിൻ കില്ലറിന്റെ അർത്ഥം? പറ. ട്യൂമർ അവിടെ തന്നെയുണ്ട്, രോഗകാരണം ഇപ്പോഴും ശരീരത്തിൽ തന്നെയുണ്ട്, പക്ഷെ അതിനെങ്ങനെ അമർച്ച ചെയ്ത് വെക്കുക. ദൈവത്തിന് വിട്ടുകൊടുത്തത് കൊണ്ട് ദൈവം പറയുന്നതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമല്ലാത്ത പ്രസംഗമായി മാറും.
മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പെയിൻ കില്ലർ എൻ്റെ കയ്യിലില്ല, പക്ഷെ ഇന്ന് എന്നെ ദൈവം വിട്ടത് ഒരു സർജറിക്ക് വേണ്ടിയാ. ആ സർജറി ചിലരുടെ ആത്മീക മണ്ഡലങ്ങളെ മാറ്റുന്നതാ ഇന്ന്. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാ. ആ സർജറി വീടിനെ പണിയുന്ന സർജറിയാ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ പണിയുന്ന സർജറിയാ. നിങ്ങളുടെ അടുത്ത തലമുറ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സർജറിയാ. ഞാൻ പെട്ടെന്ന് പറയുകയാ, എന്താ സകല ദുഷ്ടത? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ ദുഷ്ടയാണോ? ബൈബിളിൽ ദൈവം തന്നെ ദുഷ്ടൻ എന്ന് വിളിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനം 4 വായിക്കണ്ട, എബ്രായ ലേഖനം 4 വീട്ടിൽ പോയി റെഫറൻസ് എഴുതിയെടുക്കുന്ന വീട്ടിൽ പോയി വായിച്ചോണം. അവിടെ 3ഉം 4ഉം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ പറയുകയാ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാവരുത്. അപ്പൊ അവിശ്വാസം പാപമാണോ? ചിലർ എൻ്റെ അടുത്ത് പ്രാർത്ഥനാ വിഷയം പറയും സിസ്റ്ററെ ശക്തമായിട്ട് എനിക്ക് വിശ്വാസം വരാനൊന്ന്. പേര് പക്ഷെ എന്നാന്നറിയോ? പേരെന്തുവാ? പക്ഷെ വിശ്വാസം ഇല്ല. പെട്ടെന്നൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെയൊക്കെ വീട്ടിൽ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉറപ്പായിട്ടും കാണും, എൻ്റെ വീട്ടിലുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജിനകത്ത് ബൂസ്റ്റിൻ്റെ കുപ്പി ഇരിപ്പുണ്ടോ? ഇല്ല. നിങ്ങൾ നല്ലവരാ. വേണ്ട, കിച്ചണിൽ മുളക് പൊടി മല്ലിപ്പൊടി ഏത് പാത്രത്തിലാണ് കിടക്കുന്നത്? ബൂസ്റ്റിൻ്റെ, ഹോർലിക്സിൻ്റെ, പിന്നെ നട്ട്സിൻ്റെയും ഒക്കെ പാത്രത്തിലല്ലേ? പക്ഷെ ഇപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ എക്സാമ്പിൾ, ബൂസ്റ്റ് തീർന്നിട്ട് മാസങ്ങളായി, പക്ഷെ ഇപ്പം അതിനകത്ത് മുളക് പൊടിയാണ്. ഇപ്പം മക്കൾ കുക്ക് ചെയ്യാൻ കയറുമ്പോൾ പറയും, മമ്മി മുളക് പൊടി എവിടാ? അതാ ബൂസ്റ്റിന്റെ പാത്രത്തിലുണ്ട്. എന്തോ പറയുന്നേ? മുളക് പൊടി പാത്രത്തിലുണ്ടെന്നാണോ പറയുന്നത്? അല്ല, നമ്മൾ എന്താ പറയുന്നത്? ബൂസ്റ്റിന്റെ പാത്രത്തിലുണ്ട്. കൊച്ചി എന്ന ബൂസ്റ്റിന്റെ തുറക്കുമ്പോൾ എന്താ ഇരിക്കുന്നത്? ബൂസ്റ്റാണോ? ചില പിള്ളേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്തായിരിക്കും? ബൂസ്റ്റ് ആണെന്നോർത്ത് കൈയിട്ട് പൊട്ടെന്ന് വായിലോട്ട് ഇടുമ്പോൾ എന്തായിരിക്കും? മുളക് പൊടിയായിരിക്കും. ചിലരുടെയൊക്കെ ബൂസ്റ്റ് പാത്രത്തിനകത്ത് അച്ചാറ്, ഉപ്പിലിട്ടതൊക്കെ കാണും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞത്, നമ്മുടെ പേര് വിശ്വാസി എന്നാ, പക്ഷെ അകത്ത് വിശ്വാസമൊന്നുമില്ല. ഇന്ന് പലതും വേറെയൊക്കെയാണ്. വിശ്വാസി എന്ന് പേരുണ്ടെങ്കിൽ വിശ്വാസം പുറത്തു വരണം, വിശ്വാസം പറയണം, വിശ്വാസം ഉണ്ടായിരിക്കണം. ഇവിടെ ബൈബിളിൽ കർത്താവ് പറയുക, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ദൈവമക്കളെ, അവിശ്വാസം വലിയ പാപമാ കേട്ടോ. അവിശ്വാസമുള്ളവർ ദൈവരാജ്യത്തിൽ പോവോ? ചുമ്മാ ഇല്ലാന്ന് പറയല്ലേ. ഉണ്ട്, അവിശ്വാസി സ്വർഗത്തിൽ പോവോ? കാരണം എന്നെ ദൈവത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒറ്റ കാര്യം എന്തോ, ഞാൻ രക്ഷിക്കപ്പെട്ടത് ഏത് മൂല? വിശ്വാസത്താൽ. നീതീകരിക്കപ്പെട്ടത് ഏത് മൂല? വിശ്വാസത്താൽ. സ്വർഗത്തിൽ പോകുന്നത് ഏത് മൂലത്ത്? വിശ്വാസം. അപ്പൊ വിശ്വാസം കുറവാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? പോവോ? പോകത്തില്ല. അപ്പം എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിനകത്ത് സ്വർഗത്തിൽ പോകാത്ത നരകത്തിൽ പോകുന്ന കൂട്ടരുടെ പേരിനകത്ത്, ആ ലിസ്റ്റിനകത്തുണ്ട് അവിശ്വാസികളെന്ന്. അപ്പൊ ഇച്ചിരി വിശ്വാസമുള്ളൂ ഈ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന, ഇച്ചിരി വിശ്വാസമുള്ളൂ സ്വയം വിളിക്കണം എന്താണെന്ന്. ഞാൻ ശരിക്കും വിശ്വാസിയാണോ അവിശ്വാസിയാണോ? ആ മെസ്സേജ് അവിടെ നിർത്തുകയാണ്, അടുത്തതിലേക്ക് കയറുകയാണ്. ദുഷ്ടത. അപ്പൊ അവിശ്വാസമുള്ളവരെ ദൈവം ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്, നമ്മൾ ആരെയാണ് ശരിക്കും ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്? അത് എളുപ്പമുള്ള അർത്ഥം, അങ്ങനെ പറയല്ലേ. എന്താ ശരിക്കും ദുഷ്ടത? അത് ഈ ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരുന്ന ആൻസർ പോലെയുണ്ട്. ദുഷ്ടത ചെയ്യുന്നവരെ ദുഷ്ടൻ എന്ന് വിളിക്കുന്നു. അതെന്തല്ല ആൻസറാ? എന്താ ഈ ദുഷ്ടത? നിങ്ങൾ ആരെയാണ് ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്? ആൻറ്റി ആരെയായിരിക്കും ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്? അങ്ങനെയൊക്കെ പറയല്ലേ. ഒരു കാര്യം പറ, മക്കൾ പറ, ആരെയാ നമ്മൾ അയാൾ ഭയങ്കര ദുഷ്ടനാന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? ഉറക്കെ പറ. നമുക്ക് ഇഷ്ടപ്പെടാത്തവരെല്ലാം ദുഷ്ടനാ. അതൊരു കാറ്റഗറി കറക്റ്റാ. അടുത്തത്, കൊല ചെയ്യുന്നവരെ ആണോ? മറ്റൊരാളെ കൊല്ലുക, പീഡിപ്പിക്കുക, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ദൂതിലേക്ക് വരട്ടെ. നമ്മൾ പുറമെ ആരെയും കൊല്ലുന്നില്ല, കത്തി വെച്ച് കുത്തുന്നില്ല, തോക്ക് വെച്ച് വെടിവെക്കുന്നില്ല, പക്ഷെ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. ഞാനിത് പറഞ്ഞല്ലേ, എൻ്റെ ടെസ്റ്റിമണിയാ. ഞാനും ഭയങ്കര ഗമേ ദൈവസന്നിധി ഇരുന്നപ്പോൾ കർത്താവ് പറയാ, മോളെ നീ ദുഷ്ടയാ. എങ്ങനാ? അയ്യോ നീ പാസ്റ്ററുടെ മോളൊക്കെയാ, അയ്യോ എന്നെ ആരാധനയാ. പക്ഷേ ഉണ്ടല്ലോ, കൈ കിട്ടുന്ന സമയം നിന്റെ നാവെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടേ, അത് വെച്ച് ഒത്തിരി പേരെ കൊല്ലുന്നുണ്ട്. ദൈവാത്മാവ് ഇന്ന് ദൂത് പറയുക കേട്ടോ. വീട്ടിൽ അമ്മായിമ്മ ആയിക്കോട്ടെ, അമ്മായിപ്പനായിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, ദൈവ പൈതൽ എന്നുള്ള ടൈറ്റിൽ വെച്ചോണ്ട് ഈ ചെറിയ അവയവമായ നാവ് കൊണ്ട് ഹല്ലേലൂയ ആർക്കും പറയാൻ പറ്റാത്ത വാക്ക് പറഞ്ഞ് മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും മറ്റുള്ളവരെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയും ചെയ്യുന്നവനെ ദൈവം വിളിക്കുന്ന പേര് ദുഷ്ടന്നാ. ഞാൻ മൂലം മറ്റൊരാൾ വേദനപ്പെട്ട് ദൈവസന്നിധി വന്നിരുന്ന് കരയുക, എന്നെ അക്സസ് സിസ്റ്റർ അങ്ങനെ പറഞ്ഞു, അക്സസ് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആരാധിച്ചാൽ ദൈവ ആരാധന കേൾക്കുവോ? ദാവീദ് ഇതുപോലെ, അയ്യോ ഞാൻ ആരാ ദുഷ്ടൻ? നമുക്കും അങ്ങനെ, അവരങ്ങനെ പറഞ്ഞു, അയ്യോ സിസ്റ്റർ അങ്ങനെ പറഞ്ഞോ, അമ്മായിമ്മ അങ്ങനെ പറഞ്ഞോ, ശപിച്ചോ, അയ്യോ അങ്ങനെ പറയാൻ പാടില്ല, എന്നാ ദുഷ്ടയാ, ഈ ദുഷ്ടയാന്നിങ്ങനെ പറയുമ്പോൾ ദൈവം ആ ദുഷ്ടയാന്ന് പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുക, മോളെ നീയും ദുഷ്ടതയ്ക്കൊട്ടും കുറവൊന്നും അല്ല. വീട്ടിലെ പെർഫോമൻസ് ആർക്കേ അറിയത്തുള്ളൂ, ഭർത്താവിനും മക്കൾക്കും. പക്ഷെ ചർച്ചിൽ എന്നാ ആരാധനയാണെന്നറിയോ? ദൈവാത്മ ശക്തമായിട്ട് പറയാം, കപട ഭക്തി ഇന്ന് ഇവിടെ അഴിയണം.
ദൈവം കപടഭക്തിയെ വെറുക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുക, പരീശന്റെ പുളിച്ച മാവ്. ഇന്ന് പെന്തുക്കോസ്തുകോളം കപടഭക്തി കൊണ്ട് നിറഞ്ഞേക്കുക. ഞാൻ പറഞ്ഞില്ല, ആദ്യം ദൈവം എൻ്റെ കപടഭക്തി പൊളിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് ധൈര്യത്തോടെ ഈ വചനം പ്രസംഗിക്കുന്നത്. ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോകുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പറയും യൂട്യൂബിൽ നല്ല പ്രസംഗം. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം വെച്ച് നിങ്ങൾക്ക് എന്നെ അളക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ചോദിക്കണം ഞാൻ ആരാണ്. അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചിലരുടെ ശുശ്രൂഷ കണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പെന്തിക്കോസി വളർന്നതുകൊണ്ട് ഒത്തിരി പാസ്റ്റർമാരെയും പ്രവാചകന്മാരെയും കണ്ടു വളർന്നതാ. അവരെ എന്താണ് സഭയിൽ നിന്നും എന്താണ് പുറമേന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ദൈവത്തോട് ചോദിച്ച് മേടിച്ചൊരു കൃപാവരമുണ്ട്, വിവേചനാത്മാവ്. ദൈവം ഇന്ന് ആ കൃപയാൽ എന്നെ നിറച്ചതുകൊണ്ട് എനിക്കൊരാളെ കണ്ടാൽ അറിയാം കപടഭക്തിയാണോ അല്ലയോ എന്ന്. ദൈവം അത് എന്നെ ഏൽപ്പിച്ചത് എന്തിനെന്നറിയാമോ? എൻ്റെ കപടഭക്തി അഴിച്ചത് കൊണ്ടാണ്. അതുവരെ എൻ്റെ വിചാരം ചർച്ചിൽ കിടന്ന് ചാടിത്തുള്ളി പ്രസംഗിക്കുമ്പോൾ അയ്യോ അവരൊക്കെ ഭയങ്കര വിശുദ്ധരാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ വിശുദ്ധരുടെ ഭാര്യമാരൊക്കെ ആയിട്ട് കാണുമ്പോൾ പറയും, ഓ ഭയങ്കര പെർഫോമൻസ് ആക്സാ. അപ്പോഴെനിക്ക് അയ്യോ അങ്ങനെയാണോ? അപ്പോൾ കർത്താവ് എന്നോടും പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് പറഞ്ഞു. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ആദ്യം മാനസാന്തരപ്പെടുത്തിയത് എൻ്റെ വീട്ടിലാണ്. എന്നെ ആദ്യം 3 വർഷം ആരും എന്നെ കണ്ടിട്ടില്ല. 2018, 19, 20 ഈ 3 വർഷം എവിടെ ആയിരുന്നറിയോ? വീടിൻ്റെ അകത്ത് മുറിക്കുള്ളിൽ എന്നെ ആദ്യം നല്ലൊരു ഭാര്യയാക്കി. എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആത്മീക അഹങ്കാരം. ഞാൻ നോക്കുമ്പോൾ ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിക്കും. എൻ്റെ അച്ഛൻ 10 മിനിറ്റേ പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ബൈബിൾ വായിക്കും. എൻ്റെ അച്ഛൻ ബൈബിൾ വായിക്കാറേ ഇല്ല. ചർച്ചിൽ പോകുന്നിടത്ത് ചോദിക്കും, എവിടെ എൻ്റെ ബൈബിള്? അപ്പം ഞാൻ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ അച്ചാച്ചനെ ഒരു തികഞ്ഞ ആത്മീകനാക്കണേ. എന്തോ ആത്മീയതയുടെ ലക്ഷണം? 3 മണിക്കൂർ പ്രാർത്ഥിക്കണം, പിന്നെ ബൈബിൾ വായിക്കണം. അപ്പോഴാണ് ഞാൻ പറയും, ഹൃദയം അന്തർഭാഗത്തിലെ സത്യം വെച്ചിരിക്കുന്ന ദൈവം എന്നോട് പറയാ, ഞാൻ പറയട്ടെ ദൂത് എന്നോട് പറയാ, ഞാൻ പറ കർത്താവേ ഞാൻ കണ്ടോ ഞാൻ 2 മണിക്കൂർ പ്രാർത്ഥിച്ചു. അപ്പം ഈ പ്രാർത്ഥന അതുവരെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷേ ദൈവം എന്നെ പണിയാൻ തുടങ്ങിയിട്ട് ഈ പ്രാർത്ഥന ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങ് കണ്ടില്ലേ ഞാൻ 2 മണിക്കൂറായി ഇന്ന് പ്രാർത്ഥിച്ചത്, ഞാൻ ബൈബിൾ വായിച്ചത് കണ്ടില്ലേ, എൻ്റെ അച്ചാച്ചൻ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് ദൈവാത്മാ ഉള്ളിൽ തൊടുവല്ലോ. അപ്പോൾ ദൈവാത്മാ പറയും, അയ്യോ ഇങ്ങനെ വേറെ ആരോ ബൈബിളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. മനസ്സിലായോ? അന്ന് ആദ്യമായിട്ട് അയ്യോ ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന വേറെ ആരോ ബൈബിളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പറയാം, നമുക്ക് എടുക്കാം. ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, ഒന്ന് വായിച്ച് പരീക്ഷയുടെ പ്രാർത്ഥന. അയ്യോ ഞാൻ നോക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അതേ പ്രാർത്ഥന. എന്തുവാ? ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ വെള്ളയിടുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അയ്യോ ഞാനിരിക്കുന്നു അവിടെ. അപ്പോൾ കർത്താവ് പറയാ, ടൈറ്റിൽ കണ്ടോ? പരീക്ഷ. അന്നാണ് ഞാൻ സമ്മതിച്ചു, കർത്താവേ ഞാൻ പരീക്ഷന. അപ്പോൾ കർത്താവ് പറയാം, അടുത്ത ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന നീ ഒന്ന് നോക്കുക. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന നോക്കിയപ്പോൾ അവിടെ എഴുതിയേക്കുക, കർത്താവേ ഞാൻ പാപിയാ. അതിൻ്റെ അർത്ഥം അതുവരെ ചർച്ചിൽ ആരെങ്കിലും പാപബോധത്തെക്കുറിച്ചുള്ള പ്രസംഗം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം, അത് അവർക്കിട്ടുള്ളതാ, കണക്കിന് കിട്ടിയിട്ടുണ്ടെന്ന്. എന്നുവെച്ചാൽ എനിക്കുള്ളതല്ല, ഇതൊക്കെ മറ്റുള്ളവർക്കുള്ളത്. പറയുന്നത് മനസ്സിലായോ? ഇതൊക്കെ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാ. സ്വർഗത്തിൽ പോകുന്നു വിചാരിക്കരുത് കേട്ടോ. കപടഭക്തിക്കാർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എന്ന് വെച്ചാൽ എന്താ? അവർ റിയൽ അല്ലെന്ന്, ഒറിജിനൽ അല്ലെന്ന്. ഒറിജിനലിനെ കടത്തി വിടുന്ന പോലെ തീക്കകത്തൂടെ ശോധന ചെയ്യും നമ്മുടെ ആരാധനയും നമ്മുടെ പാട്ടും നമ്മുടെ പെർഫോമൻസും. ദുഷ്ടത മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ, നമുക്കെപ്പോഴും ദൈവസന്നിധി വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അവരെന്നെ വേദനിപ്പിച്ചു. നമ്മൾ വേദനിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ ആയിരുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി വന്നു, കർത്താവേ അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. കർത്താവ് ഒരു ദിവസം അടുത്തിട്ട് പറയാം, ഇന്ന് ആ പ്രാർത്ഥന നിർത്തിട്ട് നീ വേദനിപ്പിച്ചവരുടെ ലിസ്റ്റ് നമുക്കൊന്ന് എടുക്കാം. അയ്യോ ഞാൻ അവരുടെ ഗുണത്തിനല്ലേ പറഞ്ഞത്. അപ്പൊ കർത്താവ് ഗുണത്തിന് പറഞ്ഞത് എങ്ങനാ നെഞ്ചു പൊട്ടുന്ന പോലെ. എൻ്റെ റീസൺ ഞാൻ പറയാം. എൻ്റെ കാര്യം പറഞ്ഞാലല്ലേ നിങ്ങൾ വേറെയൊക്കെ വ്യാഖ്യാനിച്ചെടുക്കും. നാളെ വേറെ കഥയൊക്കെ പുറത്തു വരും. സത്യസന്ധമായിട്ട് പറയാം, ഞാനൊരു നഴ്സിംഗ് ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ നഴ്സിംഗ് ടീച്ചറായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കേട്ടിട്ടുണ്ടോ അതുപോലെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സ്റ്റുഡൻസിനോട് വഴക്ക് പറയുമ്പോൾ അവർക്ക് ഹേർട്ട് ആവണം. അതായത് പിന്നെ എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, ചില ടീച്ചർമാരൊക്കെ നമ്മളെ പറഞ്ഞു, നീ ഒന്നും ഗുണം പഠിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്ന ഓർമ്മയുണ്ടോ? നമുക്കത് വിഷമാവും അല്ലേ? പക്ഷേ ഞാൻ അന്ന് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അവരെ വഴക്ക് പറയുന്നത്. പക്ഷെ വഴക്ക് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പലതും അവരുടെ ഹൃദയത്തെ എന്ത് ചെയ്യുക, തകർക്കുകയാ. അവരെന്നെ ചിരിച്ചു കാണിക്കുമ്പോൾ എൻ്റെ വിചാരം അവർക്ക് എന്നോടൊന്നും ഇല്ലെന്നാ. പോരാ നേരത്ത് സെൻഡ് ഓഫ് തന്നപ്പോൾ ഡയറി മിൽക്ക് കൊണ്ടുത്തന്നു, റോസാപ്പൂ കൊണ്ടുത്തന്നു, ഓട്ടോഗ്രാഫിൽ എഴുതിയൊക്കെ തന്നു. ഓ എൻ്റെ എന്തൊരു സന്തോഷം. എൻ്റെ പിള്ളേർക്കൊക്കെ എന്നെ ജീവനാ. എൻ്റെ പപ്പ വന്നായിരുന്നു എന്നെ സെൻഡ് ഓഫിന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ പപ്പ എന്നോട് പറയും, എന്ത് ഫാൻസാണ് നിനക്ക്? അപ്പോൾ അപ്പത്തിന് ഇച്ചിരി കൂടെ കുറച്ചും കൂടെ അഹങ്കാരം. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്.
നമുക്കൊക്കെ ആ ധാരണയുണ്ട് കേട്ടോ, നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചിരി കണ്ടിട്ടില്ലേ? എന്നാൽ ഇന്ന് ദൈവാത്മാ പറയാ, ശരിക്കും ഇഷ്ടമുണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ നോക്കി അറിയാം. ദുഷ്ടത പൊളിച്ചപ്പോൾ കർത്താവ് എന്നോട് പറയാ, നീ വേദനിപ്പിച്ചവരുടെ ലിസ്റ്റ് ഞാനൊന്ന് പറയാൻ പോവാ. അന്നാണ് എനിക്ക് മനസ്സിലായത്, ദൈവം നമ്മൾ പറയുന്നത് ഓരോന്നും എഴുതിയിടുന്നുണ്ടെന്ന്. മറക്കല്ലേ, ബൈബിളിൽ പറയുന്നു, മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. മക്കളെ, തമാശയാണെന്നും പറഞ്ഞ് കൂട്ടുകാരെ കളിയാക്കുമ്പോഴും ചെല്ലപ്പേര് വിളിക്കുമ്പോഴും നമ്മൾ കളിക്ക് ചെയ്യുന്നതാ. പക്ഷെ ദൈവം പറയുക, കളി കാര്യമാ. നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. എവിടെ എഴുതിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക, കൂട്ടുകാരനെ നിസ്സാര എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുന്നു. നിസ്സാര എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫൂൾ. ഞാൻ അന്ന് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ബൈബിളിലെ ഫൂൾ എന്നുള്ള വാക്കുണ്ടപ്പോൾ ഞാൻ അത്, കർത്താവേ എത്ര പേരെ കൊന്നിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഒത്തിരി പിള്ളേരെ ഞാൻ ഫൂളെന്ന് വിളിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് വേർഡല്ലേ, നല്ല രസമല്ലേ കേൾക്കാൻ. ഇംഗ്ലീഷിൽ അങ്ങ് വഴക്കുറ സ്റ്റൈലിനങ്ങ് കയറ്റി പറയുന്ന കർത്താവ് പറയാം, നീ ഒരു ദൈവ പൈതലാ, നീ അഭിഷേകം പ്രാപിച്ചവളാ, നിനക്ക് ചുമ്മാ മറ്റുള്ളവരെ കയറി ഫൂളെന്നും മണ്ടനെന്നും പൊട്ടനെന്നും കഴുതയെന്നും വിളിക്കാൻ പറ്റത്തില്ല. നീ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ഇതിവിടെ കുറിച്ചിടുന്നുണ്ടെന്ന്. അന്ന് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ബൈബിളിന്റെ മേളിൽ ഒരു ടൈറ്റിൽ കാണുക, ഡു നോട്ട് മർഡർ, കൊല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാ ഈ വാക്യം കൊടുത്തേക്കുന്നത്. നമ്മുടെ മലയാളം ബൈബിൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ആ സത്യം ഞാൻ ദൈവാത്മാവി പറയുക കേട്ടോ, കൊല ചെയ്യരുതെന്ന് ഇംഗ്ലീഷ് ബൈബിൾ KJV NIV ഡു നോട്ട് മർഡർ എന്ന് കൊടുത്തിട്ട് താഴോട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? കൂട്ടുകാരനെ നിസ്സാര എന്ന് വിളിക്കുന്ന ഏവനും അഗ്നി നരകത്തിന് യോഗ്യൻ. നിങ്ങളൊക്കെ എന്തൊക്കെ വിളിച്ചിട്ട് എവിടെ വന്നിരിക്കുന്നേ? മക്കളെ, ഭർത്താവിനെ, അമ്മായിയമ്മേ, ഇരട്ടത്ത് പറയുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിവസം ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവം എന്നോട് ഇതൂത് ഇവിടെ പറയാൻ പറഞ്ഞത്, ഇന്ന് നാവിന് മാനസാന്തരം വരണം. ചെറിയ നാവ് വലിയ കാട് കത്തിക്കാൻ കഴിവുള്ളതാ. തമാശയാന്ന് പറയരുത് കേട്ടോ, അതെന്റെ വേദന കൊണ്ട് പറഞ്ഞതാന്ന് പറയരുത്. ദൈവം പറയാം, നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിന് ഞാൻ കണക്ക് ചോദിക്കും. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട്, മരുമകളാകാം, മക്കളാകാം, ഭർത്താവാകാം, നിങ്ങൾക്കറിയാം ആരെയാന്ന്. കൂട്ടുകാരായിരിക്കാം. കളിക്ക് മക്കളെ ചെല്ലപ്പേര് വിളിക്കരുത് കേട്ടോ. നമുക്ക് കൂട്ടുകാർക്കൊക്കെ ഓരോ കളിപ്പേരില്ലേ, ദൈവമക്കൾ വിളിക്കരുത്. അവർ വിളിക്കുന്നുണ്ടല്ലോ, ഞാനും വിളിച്ചോ. പക്ഷെ ഓരോ വിളിയും സ്വർഗത്തിൽ എഴുതുക. അത് വായിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പോയി ബൈബിൾ വായിക്കണം. ഞാനിത് ഉണ്ടാക്കി പറയുന്നതാണെന്ന് അറിയണ്ടേ? നിങ്ങൾ പോയി വചനം നോക്കണം. മത്തായി 6, കൂട്ടുകാരനെ നിസ്സാരായെന്ന് എന്ന് വെച്ചാൽ എന്നാ, ഒരുവന്റെ നിലവാരത്തിൽ നിന്ന് താഴ്ത്തി. ഇന്ന് ആൾക്കാർ ബോഡി ഷേമിങ് ചെയ്യുന്ന കാലമാണ് അല്ലേ? മെലിഞ്ഞിരിക്കുന്നവരെയും തടിയുള്ളവരെയും ഒക്കെ കളിയാക്കുമ്പോൾ ഓർക്കണം, നമ്മൾ തമാശയ്ക്ക് അവരെ കളിയാക്കുമ്പോൾ അവരുടെ ഹൃദയം വേദനപ്പെടുമ്പോൾ ദൈവം പറയുക, ഞാനത് എഴുതി വെക്കും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. മറ്റുള്ള മക്കൾ നശിച്ചു പോകുമ്പോൾ മാതാപിതാക്കളെ കളിയാക്കുന്നവരെ ഞാൻ കണ്ടു, അവരുടെ വളർത്തുഗുണാന്ന്. നമുക്ക് മക്കളുണ്ടെന്ന് ഓർക്കണേ. എൻ്റെ മമ്മി എപ്പോഴും ഞങ്ങളെ പറയുന്നൊരു വാക്കുണ്ട്, പഴുത്ത ഇല വീഴുന്ന കണ്ട് പച്ചല ചിരിക്കരുത്. ചിലർക്കൊണ്ട് വാക്കുകൊണ്ട് പറയാം, അവർക്കത് കിട്ടേണ്ടതായിരുന്നു. എന്നതായിരുന്നു? ഓർത്തോ? സ്വർഗം കേൾക്കുക. വീട്ടിൽ തമാശയ്ക്ക് പറയുന്നതാ, സ്വർഗം കേൾക്കുകയാ. ദുഷ്ടത മാറ്റിവെക്കണം. നമ്മുടെ വാക്കുകൊണ്ട് മുറിപ്പെട്ടവരുടെ ഓരോരുത്തരും നിങ്ങൾ. അപ്പം ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ദൈവം ഒന്ന് കാഴ്ചപ്പാട് മാറ്റിയൊരു ഇൻസിഡൻറ്റ് കൂടെ പെട്ടെന്ന് പറയാം. ഒരു ഹിന്ദു കൊച്ചുണ്ടായിരുന്നു, ഗീതു എന്നാ പേര്. ഞാൻ അവളെ ഒരു കാര്യത്തിന് പിടിച്ചു, വഴക്കൊക്കെ പറഞ്ഞു, പണിഷ്മെൻറ്റും കൊടുത്തു. അങ്ങനെ പണിഷ്മെൻ്റൊക്കെ കൊടുത്ത് ഞാൻ മറന്നുപോയി. പക്ഷേ ദൈവം മറന്നില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞു. നമ്മൾ ഓർക്കും ദൈവമക്കളെ വേദനിപ്പിക്കുന്നത് മാത്രമേ ദൈവം എഴുതി വെക്കത്തുള്ളൂ. അതാ പറഞ്ഞ, ദൈവം എന്നെ പഠിപ്പിച്ചപ്പോഴാണ് കർത്താവ് ആരെന്ന് മനസ്സിലായത്. അവിടെ ദൈവം എന്നോട് പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുറിപ്പെടുത്തിയവരുടെ ലിസ്റ്റ് ദൈവാത്മാവ് എനിക്ക് നൽകി തന്നത് കേട്ടോ. നമുക്കറിയത്തില്ല ദൈവത്തോട് പറഞ്ഞ എന്നെ ഓർപ്പിക്കാൻ. ദൈവം എന്നെ ഓർപ്പിച്ചു, ഒരു ബുക്ക് എടുപ്പിച്ചു. ഞാൻ വേദനിപ്പിച്ചവരുടെ ഓരോരുത്തരുടെയും പേര് ദൈവം വെളിപ്പെടുത്തി തന്നു. എന്നെ വേദനിപ്പിച്ചവരുടെ പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ദൈവം പറയും, നീയും വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ വേദനിപ്പിച്ചവരാ കൂടുതൽ. അതിനകത്തൊരു പേരെ ഗീതു. അപ്പം ഞാൻ ഈ കൊച്ചിൻ്റെയൊക്കെ കർത്താവ് എങ്ങനെയാണ് കേൾക്കുന്നത്? അത് കൊച്ചു ഹിന്ദു അല്ലേ? ദൈവാത്മ അന്ന് എനിക്ക് കൊച്ചിൻ്റെ നമ്പറില്ല. ദൈവാത്മ എന്നോട് പറഞ്ഞു ഫേസ്ബുക്കിൽ പോയി മെസ്സേജ് ഇടാൻ. ഞാൻ മെസ്സഞ്ചർ എടുത്ത് ഗീതുവിനെ തപ്പിപ്പിടിച്ച് മെസ്സേജ് ഇട്ട്, ഹായ് മോളെ, എന്നെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ കൊച്ചിൻ്റെ റിപ്ലൈ, ഞങ്ങളവിടെ രാത്രി അയച്ചു, ഇവിടെ രാവിലെ മെസ്സേജ് വരുന്നത്. അപ്പോൾ മോൾ എനിക്ക് റിപ്ലൈ ഇട്ടിക്കാം, അയ്യോ മറന്നിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ആ മെസ്സേജിനെ എങ്ങനെയും കാണാം, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ മറന്നിട്ടില്ല, സന്തോഷത്തോടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ മോളെ എന്നെ ഓർത്തല്ലോ, നന്ദി, എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ എന്ത് പറ്റി മാം ഇപ്പം എന്നെ ഓർക്കാൻ? ഞാൻ പറഞ്ഞു, മോളെ എനിക്കൊരു കാര്യം മോളോട് പറയാനുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി പ്രാർത്ഥനയിലിരിക്കുക. ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ വാക്കുകൊണ്ട് മോളും വേദനിച്ചിട്ടുണ്ടെന്ന്. എനിക്കറിയാം അങ്ങനെയൊന്നും ഇല്ലെന്ന്, കേൾക്കണേ, എനിക്കറിയാം. ഇത്രയും വർഷമായില്ലേ, മോൾ ഇതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ ഓർപ്പിച്ചോണ്ട് ഞാനങ്ങ് പറയുക, എന്തെങ്കിലും വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ സോറി, എന്നോട് ദൈവനാമത്തിൽ ക്ഷമിക്കണം.
എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പരിശുദ്ധാത്മാവോട് പറയാം, ഈ കൊച്ചിതൊക്കെ മറന്നു കാണും, ഇതൊക്കെ എൻ്റെ തോന്നലായിരിക്കും. പെട്ടെന്ന് കൊച്ചിൻ്റെ റിപ്ലൈ എനിക്ക് വരിക. പിറ്റേ ദിവസം രാവിലെ വന്നത് റിപ്ലൈ ഒരു വലിയ പാരഗ്രാഫാണ്. മോളുടെ ആദ്യത്തെ ചോദ്യം, മാം ഞാൻ ഒരിക്കലും മാമിനെ മറക്കത്തില്ല. ഞാൻ ജീവിതത്തിൽ മറക്കാത്ത കുറച്ച് പേരുണ്ട്, അതിലൊരു മുഖമാണ് മാമിൻ്റെ മുഖം. അയ്യോ, അപ്പോൾ ഭയങ്കര സന്തോഷമായി, എന്നെ മറക്കത്തില്ലല്ലോ. താഴോട്ട് വായിച്ചാലേ അറിയത്തുള്ളൂ. അപ്പോൾ എന്നോട് അടുത്ത ക്വസ്റ്റ്യൻ, മാം എൻ്റെ ഓട്ടോഗ്രാഫ് വായിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു, മോളെ ഇല്ല, ഞാൻ സ്റ്റേപ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അതെ എനിക്ക് വായിക്കാൻ സമയം ഒത്തിരി പിള്ളേർ എഴുതിയിട്ടുണ്ട്, വായിച്ചില്ല മോനെ. അത് വായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മാം ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കത്തില്ലായിരുന്നു. അതിനകത്ത് ഞാൻ എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, വായിച്ചില്ല. മാം അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഈ ലോകത്ത് ഞാൻ വെറുക്കുന്നവരിൽ ഒരാളാണ് മാം. നമ്മുടെ വിചാരം നമ്മളോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ഇവിടെ തിരിച്ച് സേക്കാൻ്റെ സ്തോത്രമൊക്കെ തരുമ്പോൾ വിചാരം എന്നാ, എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണല്ലേ. ഹൃദയത്തിലെ സത്യം ദൈവം കാണുന്നുണ്ട്. ദൈവം പറയുക, ഈ മോളെന്നോട് പറയാ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മറന്നിട്ടില്ല. എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്നെ ചിന്തിപ്പിച്ചു. എന്നോട് ചോദിക്കാം, മാം ഇപ്പൊ പറഞ്ഞ അയച്ച മെസ്സേജ് പറയുക, ദൈവം മാമിനോട് പറഞ്ഞ എൻ്റെ ഹൃദയം വേദനിച്ചെന്ന്. അതെങ്ങനെയാ മാം? മാമിൻ്റെ ദൈവം യേശുവും എൻ്റെ ദൈവം കൃഷ്ണനും അല്ലേ? കേൾക്കണം. ദൈവം നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. എന്നിട്ട് എന്നോട് പറയാം, മാം ഞാൻ മാമിൻ്റെ കൂടെ അല്ലേ കോളേജിൽ പഠിച്ചത്. നിങ്ങളെ പെന്തക്കോസ്തുകാരുടെ കോളേജിൽ എപ്പോഴും ഞാൻ കേൾക്കുന്നൊരു വാക്കാ, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം എന്ന്. പക്ഷേ ഇന്ന് മാമിൻ്റെ മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അടുത്ത മറുപടി കേൾക്കണോ? കാരണം ഒരു ഹിന്ദു ആയിരുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവ് ദൈവം കണ്ടല്ലോ. നിങ്ങൾക്ക് അധികം സ്തോത്രം പറയത്തില്ല. അതായത് ഹിന്ദുവിനെ വേദനിപ്പിച്ചിട്ട് അക്സ ഇത്രയും നാൾ ഇവിടെ നിന്ന് ആരാധിച്ചത്. ദൈവം പറയുക, അവളുടെ ഹൃദയത്തിന്റെ വേദനയെ ഞാൻ കാണുന്നുണ്ടെന്ന്. പെന്തക്കോസ്തുകാരുടെ മാത്രം ദൈവമല്ല യേശു. അത് ദൈവം എന്നെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വാക്കുണ്ട്, ഞാൻ സർവ്വ ജഡത്തിന്റെയും, യിരെമ്യാവിനകത്ത്, ഞാൻ സർവ്വ ജഡത്തിന്റെ ദൈവമായ. സർവ്വ ജഡം എന്ന് പറയുമ്പോൾ ഹിന്ദു ഇല്ലേ, മുസ്ലിം ഇല്ലേ? ക്ഷമ പറഞ്ഞു. മോള് പറയാം, മാം ഇപ്പോഴാണ് എൻ്റെ മനസ്സ് ഫ്രീ ആയത്, എനിക്ക് മാമിനോടുള്ള ഇഷ്ടം കൂടി. താങ്ക് യു, തെറ്റ് തിരുത്തിയതിന് നന്ദി. ഇന്നും ആ കുഞ്ഞ് എന്നോട് മെസ്സേജൊക്കെ അയക്കും കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, എൻ്റെ ആ ഒരൊറ്റ വാക്ക് ആ കുഞ്ഞിനെ ക്രിസ്തുവിനെ അറിയാനിടയായത്. അവളുടെ വാഗുകൊണ്ട് അവൾ പറഞ്ഞു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. ഞാനിന്ന് പറയാൻ കാരണം, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർ മുറിപ്പെടുമ്പോൾ ഓർത്തോ കണക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. അടുത്ത വാക്ക് പെട്ടെന്ന് പറയാം സിസ്റ്റർ, ഒന്ന് പറഞ്ഞ അടുത്ത വാക്ക് എന്തുവാ? എല്ലാ ദുഷ്ടതയും, എല്ലാ ചതിവ്. എന്താ ചതിവ്? നമ്മൾ പറയും നമ്മൾ ആരെയും അല്ല, അങ്ങനെ പറയുന്നവരല്ലേ ഇവിടെ ഉള്ളവർ. ഞാനും പറഞ്ഞു ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ദൈവം പറഞ്ഞു സത്യമാണ്. അന്തർവാഹകത്തിലെ സത്യം അറിയാവുന്ന ദൈവം പറയാ, നീ രണ്ടുപേരെ ചതിച്ചോണ്ടിരിക്കുക. ഒന്ന് നിന്നെ, രണ്ട് ദൈവത്തെ. അയ്യോ അത് സാരമില്ലല്ലേ, വേറെ ആരെയും ചതിച്ചിട്ടില്ലല്ലോ. ഭയാനകവാ. നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ബൈബിളൊരു വാക്യമുണ്ട്, വചനം കേട്ടിട്ട് അത് പ്രമാണിക്കാത്ത ഏവനും തന്നെ എന്ന് വെച്ചാൽ എന്തുവാ? സ്വർഗത്തിൽ പോകൂന്ന് പറഞ്ഞ ഇവിടെ വന്നിരിക്കുന്നത്. കർത്താവ് വരുമ്പോൾ അതേ പോകൂന്നാ പാടിയത്. കർത്താവ് പറയാ, നീ കേട്ട വചനം പ്രമാണിക്കാതെ എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ? മനസ്സിലായോ? കേട്ട വചനം പ്രമാണിക്കാത്തവർ പോവുമോ കർത്താവിൻ്റെ വരവെങ്കിൽ? പോവും എന്നുള്ളൊരു കൈവക്കിക്ക്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചാൽ മതി. ഞാൻ സ്വർഗത്തിൽ പോകുന്നുള്ളൊരു കൈവക്കിക്ക്. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക, സ്വർഗത്തിൽ പോയിരിക്കും, സീറ്റ് ഉറപ്പാ. കൈവക്ക്, ഉറപ്പുള്ളവർ കൈവക്കണം. ഞാനും അങ്ങനെ ചിന്തിച്ചവരാ. പോകത്തില്ല ആൻറ്റി, സോറി, പോകത്തില്ല. അല്ല ചിരിക്കണ്ട, ഞാനും അങ്ങനെ ചിന്തിച്ചവരാ. ഞാൻ നിങ്ങളെപ്പോലെ കൈവക്കില്ല, അതിനകത്ത് ഒരു കുറ്റമില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഈ വചനം പ്രമാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവൻ യഥാർത്ഥമായ സ്നാനം നടന്നെങ്കിൽ ദൈവത്തിന്റെ വിധികളും കൽപ്പനകളും അനുസരിക്കും. മനസ്സിലായോ? ഒരു വാക്യം ഞാൻ പെട്ടെന്ന് വായിക്കാം, അത് പറഞ്ഞുകൊണ്ട്. ഗലാത്യർ 5 ഒന്ന് വായിക്കും. ഗലാത്യർ 5 ഞാൻ സമയം പോകുന്നുണ്ടെന്നറിയാം, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാമേ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ, എന്നെ എനിക്ക് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാ. ഗലാത്യർ എടുക്കാമോ? ഗലാത്യർ 5-ാം അധ്യായം, അതിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് പീപ്പിളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയോ? ഗലാത്യർ 5-ന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? അല്ല 18 തൊട്ട് വായിച്ചു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഠ്യം, ദൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവ ഉളവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മതി സിസ്റ്റർ. ഈ വായിച്ച ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ ബൈബിളിൽ. ഇതിനകത്ത് നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനകത്തുള്ള എത്ര കാര്യങ്ങളുണ്ടെന്ന് ഓർത്തി. താൻ പാപം
ചെയ്യുന്നില്ല എന്ന് പറയുന്നവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. കോപമുണ്ടോ? കോപമുണ്ടോ? കോപമില്ല. ഒരു ഡയലോഗ് പറഞ്ഞാൽ മനസ്സിലാവും. പിള്ളേരുണ്ടോ കേട്ടോ ഞാൻ ഇങ്ങനെ കാമായിട്ട് വചനം പറയുന്നേ? ചിലരെങ്കിലും പറയത്തില്ല എൻ്റെ പഴയ സ്വഭാവം എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയ സ്വഭാവം എവിടെയുണ്ട്? കൂടെയുണ്ടല്ലേ. പിന്നെ എന്തിനാ നമ്മൾ സ്നാനപ്പെട്ടത്? യഥാർത്ഥത്തിൽ സ്നാനം എന്തുവാ? പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നതാ സ്നാനം എന്ന് വെച്ചാൽ എന്താ? അക്സ കോപിക്കുന്നവളായിരുന്നു അല്ലേ? പക്ഷെ എന്ത് ചെയ്യണം? ആ പഴയ മനുഷ്യൻ കുഴിച്ചിടണം. കുഴിച്ചിടാതെ കൂടെ വന്നുള്ള കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതിനെ എടുക്കും. ചെല്ലു പറഞ്ഞില്ലേ, ഇപ്പൊ സഭയിലായോണ്ട് ഞാനൊന്നും പറഞ്ഞില്ല, വീട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. ദൈവവൈതലാണോ? ആത്മാവസിക്കുന്നവനാണോ? പറ. കോപം, ക്രോധം, പിന്നെ ഈർഷ്യ, ഇഷ്ടക്കേട്, അസൂയ. അസൂയ ഉണ്ടോ? ചിന്തിക്കണേ. അടുത്തത് പിന്നെന്തൊക്കെയാ? നിങ്ങളിലുള്ളത് പറ, നമ്മളിലുള്ളത് പറ. നിങ്ങളെന്നല്ല, നമ്മളിലൊക്കെ ഇതുണ്ട്. എന്തുവാ? കോപം, ക്രോധം, ശാഠ്യം. ഇവിടെ ഇരുന്ന് ഇത്രയും ചങ്ക് പൊട്ടി വചനം പറഞ്ഞാലും ഇതൊന്നും എന്നെ ഏശത്തില്ലെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചിരിക്കുന്ന ഒരു ഇതിനകത്തുണ്ട്. പിന്നെ ദ്വന്ദ്വപക്ഷം എന്ന് പറഞ്ഞു 2 പക്ഷത്ത് നിൽക്കും. എന്നെ കാണുമ്പോൾ പറയും സിസ്റ്റർ നല്ല മെസ്സേജ്, മാറി എന്നിട്ട് പറയാതെ എന്നെ കൊച്ചു ഒന്ന് പ്രസംഗിച്ചിട്ട് പോയി. പാസ്റ്ററെ കാണുമ്പോൾ കയ്യും കൊടുക്കും, പിന്നെ ഇരുന്ന് കുറ്റവും പറയും. ഓക്കെ. പിന്നെ ഭിന്നത. സഭയെ ഭിന്നത ഉണ്ടാക്കുന്നവർ ഒത്തിരി പേരുണ്ട്. വീട്ടിൽ ഭിന്നത ഉണ്ടാക്കുന്നവരാ കൂടുതലും. അതിൽ നമ്മൾ സ്ത്രീകൾ മുൻപന്തിയില്ല. അമ്മായിയമ്മ ഒരു കാര്യം പറഞ്ഞു, അത് എന്ന് ഭർത്താവിനോട് പറയാതിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്ന മരുമകളുടെ ലക്ഷണം. അമ്മായിമ്മയുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ലക്ഷണം. പകരം അമ്മായിമ്മ പറഞ്ഞത് ഭർത്താവിനോടും നാത്തും പറഞ്ഞത് കെട്ടിയവനോടും പറഞ്ഞു കൊടുത്ത് അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓർത്ത് വീട്ടിൽ ഭിന്നതയുള്ളവൻ സഭയിലും ഭിന്നത ഉണ്ടാക്കിയിരിക്കും. കർത്താവ് പറയും ഇവിടെ ഭിന്നതയുള്ളവൻ സ്വർഗത്തിലോട്ട് വരികയേ വേണ്ട, അവിടെ ഇരുന്നു. അടുത്തത് അസൂയ. അത് നിങ്ങൾ തന്നെ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ മദ്യപിക്കുന്നോ? അയ്യോ എല്ലാവരും എന്നെ തുറച്ചു നോക്കും. നിങ്ങൾ മദ്യപിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ഇന്ന് ബന്ധുക്കോസുകളത്തിൽ മദ്യപിക്കുന്നവരുണ്ട്. കാരണം എനിക്ക് കിട്ടുന്ന പ്രാർത്ഥനാ വിഷയത്തിൽ പേര് പറയാതെ ഒത്തിരി പേര് പറയും സിസ്റ്ററെ പറയാൻ പറ്റത്തില്ല, എൻ്റെ ഭർത്താവ് മദ്യപാനിയാ. പക്ഷേ ചർച്ച് വർഷിപ്പ് ലീഡ് ചെയ്യും കേട്ടോ. ചർച്ച് വർഷിപ്പിൽ ലീഡ് ചെയ്യും, പാട്ടും പാടും, ആരാധിക്കും, എല്ലാത്തിനും മുമ്പിലുണ്ട്. പക്ഷെ വീട്ടിൽ കള്ളു കുടിക്കുന്നു. അത് ഭാര്യയ്ക്ക് അറിയാം. അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ഭക്തി ജീവിതം ഭാര്യയ്ക്കേ അറിയത്തുള്ളൂ, ഭർത്താവിനെ അറിയത്തുള്ളൂ. പാസ്റ്ററും അമ്മാമയും ഞാനും പറയുന്നതല്ല നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ വീട്ടിലുള്ളവർ സാക്ഷ്യം പറയുന്നതാ. അടുത്തത് വെറുക്കൂത്ത്. അത് ഫോണിൽ കൂടെ ആകാം വെറുക്കൂത്ത് കേട്ടോ മക്കളെ. ഫോണിൽ കാണുന്നതും ഫോളോ ചെയ്യുന്നതും ആരും കാണുന്നില്ല. പക്ഷെ കർത്താവ് പറയാം, അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവത്തിന് അറിയാം എന്താ ഫോണിൽ സെർച്ച് ചെയ്തിരുന്ന് കാണുന്നതെന്ന്, മനസ്സിൽ എന്താ കൊണ്ട് നടക്കുന്നതെന്ന് ദൈവത്തിന് അറിയാം. ദൈവം പറയുക, പിന്നെ ഇവിടെ കാണിക്കുന്നതിന്റെ പേരാ പെർഫോമൻസ്. കപട ഭക്തി ദൈവം വെറുക്കുന്നു. ലൂക്കോസ് 12 പറയുക, പരീശന്റെ പുളിച്ചമാവ് വിട്ടോടാൻ നിക്കരുത് അവിടെ. ദൈവമക്കളെ, പെന്തുക്കോസ്തുകാരെന്നുള്ള പേരിട്ടിട്ട് അശുദ്ധമായി അത് ചെയ്താൽ ദൈവനാമം ദുഷിക്കപ്പെടുകയാ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കോപം വരുന്നൊരു വാക്യമുണ്ട്. പലർക്കും അതിന്റെ അർത്ഥം അറിയത്തില്ല. നമ്മൾ കാതയിലും കഴുത്തലും ഒന്നും ഇട്ടിട്ടില്ല, വെള്ളയും വെള്ളം ഇട്ട് നമ്മൾ ബന്ധുക്കോസാരാന്ന് മറ്റുള്ളവർക്കറിയാം. പക്ഷെ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും ദൈവഹിതമല്ലാത്തതാ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർ പറയാം, ഇവനാണോ ബന്ധുക്കോസുകാരൻ, ഇവളാണോ ബന്ധുക്കോസുകാരി, അയ്യോ ആ ചർച്ചിലോട്ട് ഞാൻ ഇല്ല, ആ ദൈവത്തെ എനിക്ക് പറ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളത് കേട്ടിട്ട് അങ്ങനെയാണ് വേണ്ട, ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പോവും. കർത്താവ് മാറി എന്നിട്ട് പറയുക, നീ കാരണം ആ വ്യക്തി എന്നെ അറിയുന്നില്ല. മനസ്സിലായോ? അനീതി കൊണ്ട് എന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിലെ അനീതി കൊണ്ട് നീ സത്യമാകുന്ന ക്രിസ്തു അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സമാണ്. ഇന്ന് ഒത്തിരി പേര് അങ്ങനെ പിന്മാറ്റത്തിൽ പോയവരുണ്ട് കേട്ടോ. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുക? പിന്മാറ്റത്തിൽ പോവുക. അയ്യോ അവരുടെ ചർച്ചിലോട്ട് ഞാനില്ലേ. ഞങ്ങളൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പോൾ പലരും എന്നോട് പറഞ്ഞോളൂ, എൻ്റെ അക്സ അവർ പോകുന്ന ചർച്ചിലോട്ട്, എൻ്റെ അമ്മായിമ്മ പോകുന്ന ചർച്ചിലോട്ടാണോ? അയ്യോ വിളിക്കല്ലേ, അമ്മായിമ്മ എന്താന്ന് എനിക്ക്, അയ്യോ ഞങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിന്നോളാം, അങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലാവും, അപ്പം ഈ വാക്യം എന്നെ പഠിപ്പിക്കുക, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. നിന്റെ ജീവിതത്തിൽ അനീതി കൊണ്ട് മറ്റൊരാൾ സത്യമാകുന്ന ക്രിസ്തുവിനെ അറിയാൻ നമ്മൾ തടസ്സമായിട്ട് നിൽക്കുക. അപ്പൊ ദൈവം പറഞ്ഞ വാക്ക് കേട്ടോ, അവരുടെ മേൽ ദൈവത്തിന്റെ കോപം വരുമെന്ന്. എപ്പോഴാ? മാനസാന്തരപ്പെടാൻ ദൈവം ഇന്ന് പറയുക കേട്ടോ. മാനസാന്തരപ്പെടാൻ അവസരം തന്നിട്ടും എന്നോടല്ല എന്നോർത്ത് മനസ്സ് കല്ലാക്കി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുക, ദൈവത്തിന്റെ കോപം വരും. അടുത്തൊരു വാക്യമുണ്ട്,
എബ്രായർ 10:16 അങ്ങനെ പറയുന്നിരിക്കുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി എന്തേ ഉള്ളൂ ശേഷിപ്പ്? ഇനിയും ആ വാക്യമൊന്നും ആർക്കും അറിയത്തില്ല. അതെ, എൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വാക്യമുണ്ടെന്ന് ബൈബിളിൽ എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. നമുക്കറിയാവുന്ന വാക്യം അബ്രഹാമിനോട് പറഞ്ഞതും ഇസാക്കിനോട് പറഞ്ഞതും യാക്കോബിനോട് പറഞ്ഞതും ദൂതും ഉറപ്പുള്ളവനായിരിക്കുക, ധൈര്യമായിരിക്കുക എന്നൊക്കെയാ. ഈ വാക്യത്തിന്റെ കടിയിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത്, അടുത്ത തലമുറ ഇതാ പഠിപ്പിക്കേണ്ടത്. എന്താ? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എന്ന് വെച്ചാൽ എന്താ? സത്യം അറിഞ്ഞു. ഇന്ന് നിങ്ങൾ ഒരു സത്യം കേൾക്കുവോ? ഇന്നൊരു സത്യം ഞാൻ ഇവിടെ പറയുക, അതിന്റെ പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചു. ദുഷ്ടത ചെയ്യരുത്, ചതിവ് ചെയ്യരുതെന്ന് അറിഞ്ഞു. എന്നിട്ട് മനഃപൂർവ്വം പാപം ചെയ്യുക. ചിലരുണ്ട്, എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില യൂത്ത് പറഞ്ഞോണ്ട്, ചേച്ചി എനിക്കിത് പാപം എന്നറിയാം, പക്ഷെ ഞാൻ ചെയ്യും. ഞായറാഴ്ച എന്ന് ക്ഷമ പറഞ്ഞാൽ മതി. ആ വാക്യം ഒന്ന് വായിച്ചു തരാം സിസ്റ്ററെ. ഇല്ലെങ്കിലേ ഞാനത് പറഞ്ഞ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കൂ, അങ്ങനെയൊക്കെ ബൈബിളിൽ വാക്യം ഉണ്ടോ സിസ്റ്ററെ? സിസ്റ്റർ വെറുതെ പറയുക, അങ്ങനെ പറയണ്ട. ഞാൻ പറയാം. 10:26 എബ്രായർ 10:26 ഉറക്കെ ഒന്ന് വായിച്ചേ. ആ ആ ഇനി ആര് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കാനുണ്ടോ? സ്വർഗത്തില് ഉണ്ടോ? കുറച്ചും കൂടെ പാപം ചെയ്യാം, പതുക്കെ മാനസാന്തരപ്പെടും. ഇനി ഒരാളും കൂടെ സ്വർഗത്തിൽ നിന്ന് വരട്ടെ. ഉണ്ടോ? ഒരാളെ ഉള്ളായിരുന്നു, അത് കർത്താവാ. വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. തൻ്റെ വാമൊഴിയാൽ എങ്ങനെ സഭ ജീവിക്കണമെന്ന് നമുക്ക് ആലോചന തന്നിട്ടാ പോയത്. കൂടെ പരിശുദ്ധാത്മാവിനെയും തന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവ് കുറ്റബോധം തന്നിട്ടും പിന്നെയും സത്യം അറിയിച്ചിട്ടും അത് പിന്നെയും കളിയാക്കി, പോട്ടെ എനിക്കിത് ബാധകമല്ല, ഞാൻ പിന്നെയും പറയും, ഞാൻ ഇനിയും പാപം ചെയ്യും. മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ദൈവം പറയുക, ഇനി ഒരു യാഗം ശേഷിച്ചിട്ടില്ല, ഇനി ഒന്നേ വെച്ചിട്ടുള്ളൂ, ക്രോധാഗ്നി. അതായത് ഞാനും പണ്ട് വിചാരിച്ചിട്ടുണ്ടെന്നേ, നമ്മൾ പാപമൊക്കെ ചെയ്തിട്ട് കർത്താവാണ് നമ്മളെ തൂക്കിയെടുത്ത് നരകത്തിലിടുന്നെന്നാ. ഞാൻ അങ്ങനെ വിചാരിച്ച ആളാ. കർത്താവ് പറഞ്ഞ അല്ല, നീ തന്നെ നരകത്തിലോട്ട് പോവുക വീസ എടുത്ത്. അതായത് എനിക്കറിയാം ഈ വഴി സ്വർഗത്തിനുള്ളതാ, ഞാൻ എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പക്ഷെ ഞാനൊരു തീരുമാനം എടുക്കുക, ഞാൻ പാപം ചെയ്യും. എനിക്ക് ആ പാപം വിടാൻ പറ്റത്തില്ല, അതിനൊരു സുഖമുണ്ട്. അപ്പം മനഃപൂർവ്വം അറിഞ്ഞിട്ടും പാപം ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് എങ്ങോട്ട് പോകുന്നത്? അല്ല, കർത്താവ് എന്നെ തൂക്കിയെടുത്തുകൊണ്ട് ഇടുവാണോ? ആണോ? അല്ല, ഞാൻ തന്നെ നരകത്തിനുള്ള വഴി ചൂസ് ചെയ്യുക. അതാ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇന്ന് ഈ ദൂത് കേട്ടിട്ട് മനസ്സ് കല്ലാക്കിയാണ് പോകുന്നത്, പൊക്കോ. പക്ഷെ ഇതിനകത്ത് ചിലരെ ദൈവം തൊടുന്നുണ്ട്, എനിക്കറിയാം. ദൈവാത്മാ വിവേചിക്കുന്നുണ്ട്, എനിക്കറിയാം. ചിലരുടെ ഹൃദയങ്ങളിലേക്ക് ഇത് പാപബോധം കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി, ഞാൻ പറയില്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പെട്ടെന്ന് പറയാം, ചതിവ്, സ്വയം ചതിക്കുക, വചനം കേട്ടിട്ട് അനുസരിക്കാത്ത രണ്ട് ദൈവത്തെ എങ്ങനെയാ ചതിക്കുന്നത്? ദൈവത്തിന് വാക്ക് കൊടുക്കാതെ, വാക്ക് കൊടുത്തിട്ട് അത് ചെയ്യാതിരിക്കുന്നത് ചതിവാ. നമ്മൾ ആരെയാ ചതി എന്ന് വിളിക്കുന്നേ? മക്കള് പറഞ്ഞേ, ആരെയാ ചതി എന്ന് പറയുന്നേ? പാട്ട് പാടിയ മോള് പറഞ്ഞേ, ആരെയാ ചതി എന്ന് പറയുന്നേ? പറ. പറഞ്ഞിട്ട് ചെയ്യാത്തവർ. ആന്റി പറഞ്ഞു, താങ്ക് യു. പറഞ്ഞിട്ട് ചെയ്യാത്തവര്. ഓ, എന്നാ ചതിയനാ? നാളെ 10 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്ന് 1000 രൂപ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ചതിച്ചു. പിന്നെ പുള്ളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആടെ വരുന്നത് ചതിയൻ. അപ്പോൾ കർത്താവ് ഇന്ന് സ്വർഗത്തിൽ നിങ്ങളെയൊക്കെ, ഹൃദയത്തിലെ സത്യം അറിയാവുന്ന ദൈവം നിങ്ങളെയൊക്കെ നോക്കുവാണ്. എന്ന് നോക്കിക്കേ, അപ്പനെ നോക്കിക്കേ. അപ്പാ എന്നെ എന്താ വിളിക്കുന്നേ? അപ്പൊ അപ്പൻ ചോദിക്കുക, വല്ല വാക്കും എനിക്ക് തന്നിട്ടുണ്ടോ? പിന്നെ എന്തോരം വാക്കാ അല്ലേ? ആദ്യം വാക്ക് കൊടുത്ത് എവിടാന്നറിയാം ആർക്കെങ്കിലും? സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറാൻ നേരത്ത്, മരണ പര്യന്തം വിശ്വസ്തയായിരുന്നോളാം. വിശ്വസ്തയാണോ? പ്രാർത്ഥനയിൽ വിശ്വസ്തയാണോ? ജീവിതത്തിൽ വിശ്വസ്തയാണോ? കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തയാണോ? കർത്താവ് ചോദിക്കുക, എന്തോ വിളിക്കേണ്ട? പിന്നെ ചതിയെന്നല്ലാതെ എന്തോ വിളിക്കണ്ടേ? കർത്താവിന്റെ സന്നിധിയിൽ ആണ്ട്രതി യോഗത്തിലും ദൈവദാസന്മാർ കൈവെക്കാൻ പറയുമ്പോഴും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാണ്? ഉടനെ കൈവെക്കുക. ഓർക്കുന്നില്ല ദൈവസന്നിധിയിലാ പറയുന്നെന്ന്. ദൈവം ഇത് ഓരോന്നും കുറിച്ചിടുകയാ. ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക, ഉടനെ കൈവെക്കുക. വാക്ക് കൊടുക്കുക, ഓരോ വാക്കും സ്വർഗം എഴുതി വെച്ചേക്കുകയാ. മക്കളെ, ഇനിയുള്ള ജനറേഷനോട് ഞാനൊരു കാര്യം പറയുക, നിങ്ങൾ വളരുമ്പോൾ സത്യമുള്ളവരായി വളരണം. കപടത പാടില്ല. ചർച്ചിലൊന്നും, വീട്ടിൽ മറ്റൊന്നും, സ്കൂളിൽ മറ്റൊന്നും, കോളേജിൽ മറ്റൊന്നുമായിട്ട് ജീവിക്കുന്ന കർത്താവ് പറയും, മക്കളെ കപടഭക്തി പാടില്ല. ഇതെല്ലാം അഴിയുന്നൊരു ദിവസമുണ്ട്. ചതിവ് ഞാൻ പറഞ്ഞല്ലോ. അടുത്തത് വ്യാജഭാവം. അത് ഞാൻ പറയാതെ പോകത്തില്ല, സോറി. ഇറക്കി വിടുന്നിടം വരെ ഇവിടെ നിന്ന് പ്രസംഗിക്കും. ദൈവം ഏൽപ്പിച്ചത് പറയാതെ പോയി. ലെറ്റർ പകുതി വരെ വായിച്ചിട്ട് പോകാൻ പറ്റുമോ?
വിശക്കുന്നവരൊക്കെ ഒന്ന് കൈ വെക്കണേ. ഇങ്ങനെ കാണിച്ചാൽ മതി. ആരെയും ഞാനും നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. തന്നെ എഴുന്നേറ്റ് പോകും. ഫുഡുണ്ടോ? വീട്ടിൽ പോയാണോ കഴിക്കുന്നത്? എന്നാൽ നിങ്ങളെല്ലാം ഇവിടെ ഇരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അകത്തുള്ള സർജറി അല്ലേ, സർജറി എപ്പോൾ കഴിയുന്നു ഡോക്ടറിന്? ദൈവമേ, എന്നെ ഉരുട്ടി കാണിക്കുന്ന കണ്ണൊക്കെ മരിയാക്കി ഷുഗർ താഴും. ഇപ്പോൾ ഷുഗർ ഒന്നും താഴത്തില്ല. ഇന്ന് മാനസാന്തരത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ചിലർ ഇവിടെ അഭിഷേകം പ്രാപിക്കും. അകത്തുള്ള അശുദ്ധിയൊക്കെ പുറത്ത് പോയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരും ഇന്നിവിടെ. മനസ്സിലായോ? ഷുഗർ തന്ന ആരും ഇവിടെ മരിച്ചു പോകത്തില്ല കേട്ടോ. ഞാൻ ഉപവാസത്തോടെ വന്നേക്കുന്നത്. എനിക്കറിയാം പരിശുദ്ധാത്മ ഇവിടെ ചിലത് ചെയ്യുന്നു എന്നോട് പറഞ്ഞതുകൊണ്ട്. വ്യാജഭാവം, അതാ ഞാൻ മുമ്പോട്ട് വന്നത്. എന്താ മക്കളെ വ്യാജഭാവം? ഇന്ന് വ്യാജന്മാരുടെ കാലമല്ലേ അല്ലേ? തേനിന്റെ വ്യാജം അല്ലേ? ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഞാൻ ഇച്ചിരി തേൻ കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ പറയാം ഇത് ഒറിജിനൽ അല്ലെന്ന്. ഞാൻ പറയാം 1000 രൂപ കൊടുത്ത് മേടിച്ചോ. മോളെ ഇത് ഒറിജിനൽ അല്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? കണ്ടാ ഒറിജിനൽ ആണല്ലോ, മധുരം ഉണ്ടല്ലോ. എന്നാൽ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തുണ്ടോ ഒന്ന് ഒഴിച്ച് നോക്കാന്ന് പറഞ്ഞു. ഒഴിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് കളറൊക്കെ താഴോട്ട് ഇറങ്ങുന്നു. ഇത്രയും നാളും അതാ കുടിച്ചത്, തേനാന്നും പറഞ്ഞു. അതാ പറഞ്ഞ വ്യാജഭാവം. ഇരിപ്പ് കണ്ടാൽ എന്നാ തേനാ അല്ലേ? എന്താ യഥാർത്ഥ വ്യാജഭാവം എന്നറിയാവോ? നമ്മളെ കപടഭക്തി. വീട്ടിലൊന്നും ചർച്ച വേറൊന്നും. നമ്മുടെ രഹസ്യമുറിയിൽ നമ്മൾ എന്താണോ അതാ നമ്മൾ ശരിക്കും. നമ്മൾ എന്താ ചിന്തിക്കുന്നത് അതാ ഞാൻ. അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഞാൻ തുറന്നു പറയാ. ഇവിടെ ഇരുന്ന് അക്സസിനെ മാർക്കിട്ട് അയ്യോ ഭയങ്കര വിശുദ്ധയാണെന്നൊന്നും പറയല്ലേ. ഞാൻ കുറവുള്ളവളാ, എനിക്ക് കുറവുണ്ട്. ഇന്നും ചില കുറവിൻ്റെ മേ പ്രാർത്ഥിച്ച് ജയം എടുക്കാൻ. അതിനകത്തൊന്നാ കോപം. എനിക്കുണ്ട് കോപം. ഉപവസിച്ചുകൊണ്ടിരിക്കും അതിനെ മേലൊന്ന് ജയം എടുക്കാൻ. ഇവിടെ നല്ല പ്രസംഗമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പം എൻ്റെ കുരുത്തം കെട്ട പിള്ളേരൊക്കെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോഴാണ് അറിയുന്നത് ഇപ്പം പ്രസംഗിച്ച ക്ഷമയും സ്നേഹമൊക്കെ ഉണ്ടോ എന്ന്. അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത് എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്ക് എന്നെ അറിയത്തുള്ളൂ. അതാ പറഞ്ഞത് ഈ ഇരിക്കുന്ന ഭാവം കണ്ടിട്ടൊന്നും ഒറിജിനലാണെന്നൊന്നും പറയാൻ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നമ്മുടെയൊക്കെ ഒറിജിനാലിറ്റി പൊളിക്കുന്നൊരു ദിവസമുണ്ട്. എന്താണെന്നറിയോ? വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ പേര് വിളിക്കും. എന്താ വിളിക്കാൻ പോകുന്നേ? നല്ലവളും. ആരെ വിളിക്കും? നല്ലവളും വിശ്വസ്തരും ആയവരെ. അതിന്നാകാൻ ദൈവം നിങ്ങളെ വിളിക്കുവാ. മനസ്സിലായില്ലെങ്കിൽ വിളിക്കുന്ന പേരെന്തൊക്കെയാ? ദുഷ്ട, ചതിയൻ. പിന്നെ അടുത്ത വ്യാജഭാവം. എന്താ വ്യാജഭാവം? ഉദാഹരണം KCA സിസ്റ്റർ. ഞാൻ KCA സിസ്റ്ററുടെ പേര് പറഞ്ഞൊന്നും തോന്നല്ലേ. എനിക്ക് മോളെ പേരെ എനിക്ക് അറിയത്തുള്ളൂ. വേറൊരാൾ എന്നെ വിളിച്ചു, പക്ഷെ ആ പേര് ഞാൻ സേവ് ചെയ്തില്ല. എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്നോട് ക്ഷമിക്കണേ. ഇനി എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ക്ഷമിക്കണേ. ദൈവസന്നിധി എന്ന് പറയാം. ക്ഷമിക്കണം. പറയാൻ വന്ന വ്യാജഭാവം എന്താ? അപ്പം ഞാനും KCAയും നമ്മൾ ഒരേ ചർച്ചിലെ വിശ്വാസികളാണ്. ഈ ചർച്ചിലെ ഞാൻ കുറച്ച് നേരം ഈ ചർച്ചിലെ വിശ്വാസിയാവുക കേട്ടോ. അപ്പം ഒരുമിച്ചായിരിക്കുന്നത്. ഒരു ദിവസം എനിക്കും സിസ്റ്ററും തമ്മിൽ ഒരു വാക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പഴയ സ്വഭാവം. ഇഷ്ടക്കേട് വന്നു, ദേഷ്യം വന്നു. മാറ്റി നിർത്തി 2 എണ്ണം പറഞ്ഞു KCAയ്ക്കും ദേഷ്യം വന്നു. KCA 2 എണ്ണം എന്നെ പറഞ്ഞു. പക്ഷെ KCA നല്ല കൊച്ചായിരുന്നു. KCA വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ കുറ്റബോധം വരാൻ തുടങ്ങി. അപ്പോൾ KCA ഫോൺ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അക്സ ചേച്ചി എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്ത് വന്നു? ദേഷ്യം വന്നു. എന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞു? എനിക്ക് നല്ല ദേഷ്യം വന്നു. ചേച്ചി എന്നോട് ക്ഷമിക്കണം. അപ്പം നമ്മൾ പറയുന്ന ഒരു അടുത്ത വ്യാജഭാവത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ഫസ്റ്റ് സിംറ്റം. കോവിഡിൻ്റെ ആദ്യത്തെ സിംറ്റം ഇല്ല, അതുപോലത്തെ ഫസ്റ്റ് സിംറ്റം എന്താണെന്നറിയോ? അയ്യോ അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു. അയ്യോ അതിനൊന്നും സോറി പറയണേ, എനിക്ക് നിന്നെ അറിയത്തില്ലേ. വിട്ടു, സത്യം വിട്ടു. അപ്പോൾ കൊച്ചു വിചാരിച്ചു വിട്ടെന്ന്. കൊച്ചു ദൈവസന്നിധി നീതിയുള്ളവളായി. ദൈവത്തോടും പറഞ്ഞു കർത്താവേ എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അക്സ ചേച്ചിയെ പറഞ്ഞു ക്ഷമിക്കണം. കൊച്ചു നീതിയുള്ളവളായി. ഇനി അക്സ ഇനി എന്ത് ചെയ്യണം? ക്ഷമ കൊടുക്കണം. വാക്കാലല്ല. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വിചാരം വാക്കാ കൊടുക്കുന്നോ ക്ഷമയെന്ന്? അല്ല. കുറിവാക്കി ഓർമ്മയുണ്ടോ? അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നു. അത് മറന്നുപോകല്ലേ. വാക്കാൽ പറഞ്ഞപ്പോൾ KCA വിചാരിച്ചു ഉയ്യോ നല്ല ചേച്ചി ക്ഷമ തന്നു. ഇനി എൻ്റെ ഹൃദയം ദൈവം നോക്കുക. എങ്ങനെയാ? അങ്ങനെ ഇരിക്കുമ്പോൾ KCAയ്ക്ക് ഒരു സങ്കടം. കുറിച്ചിയിൽ നിന്ന് മൂലയിടത്തിൻ്റെ വീട്ടിൽ ഇച്ചിരി കപ്പയും മീനും ഒക്കെ ആയിട്ട് വരിക. ചേച്ചിയുടെ പിണക്കം മാറണം. പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, ഒരുമിച്ചിരുന്ന് അല്ലേ ചായയും കപ്പയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന. ഇനി ഉണ്ടോയെന്ന് അറിയണ്ടേ? നമ്മളങ്ങനെയല്ലേ ചില പണക്കമൊക്കെ മാറ്റാൻ കേക്കും ഡയറി മിൽക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകത്തില്ലേ? അതുപോലെ കപ്പയും മീൻകറിയൊക്കെ ആയിട്ട് വീട്ടിൽ വരിക. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് എൻ്റെ പപ്പായോടും മമ്മിയോടും KCAയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ വിളിച്ചേക്കുന്നു അവളുടെ ഒരു സോറി. എന്തും പറഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞാൽ മതി? സോറി പറഞ്ഞാൽ മതി. സോറി പറഞ്ഞേക്കുന്നു. അവൾ എന്നാ പറഞ്ഞെന്ന്? അവൾ എന്തോ ആളാ അവൾ. അങ്ങനെ ഇരുന്നാൽ എന്നൊക്കെ എന്നെ പറഞ്ഞത് അവിടെ മനസ്സിലിരിപ്പം എനിക്ക് മനസ്സിലായി. ഇനി മേലാൽ എനിക്ക് അവളുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം എങ്ങനെ നിൽക്കണമെന്ന്. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. ദൂതേറ്റെടുക്കുക. മനസ്സിലായോ? അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ച്. മമ്മി തിരക്കാം. മമ്മി പറഞ്ഞു അക്സ നീ പോയി ഡോറ് തുറക്കുക. കൊച്ചു സർപ്രൈസ് തന്നാ. ഡോറ് തുറന്നപ്പോൾ ദാണ്ട് നിൽക്കുന്ന KCA ഫ്രണ്ടിൽ.
അതുവരെ എന്തോ പറഞ്ഞേ? ദുഷ്ട അല്ലേ? അതെ മോനെ, ദുഷ്ട. അവൾ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. കെസിയയെ കാണുമ്പോൾ അക്സ കാണിക്കുന്ന ഒരു ഭാവമുണ്ട്. അയ്യോ, ഇപ്പൊ കൂടെ കെസിയയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞെന്ന് പറയുമോ? 100 ആയുസ. മലയാളികൾ അതൊക്കെ എവിടെ പോയി കണ്ടുപിടിച്ചെന്ന് എനിക്കറിയത്തില്ല. 100 ആയുസ് ഇപ്പൊ കൂടെ മോടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞെന്ന് പറയുന്നുണ്ടോ ആൻറ്റി? ഇല്ല. പാവം കൊച്ചു വിചാരിച്ചു, അയ്യോ എന്നാ നല്ല ചേച്ചിയാ. കൊച്ചകത്ത് വരുന്നു, സോഫായിലിരിക്കുന്നു, ചായ ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുമ്പോഴും അക്സയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യ, പകയാ. കേട്ടല്ലോ, വ്യാജഭാവത്തിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഉള്ളവരിന്ന് മാനസാന്തരപ്പെട്ടോണേ. ഹൃദയത്തിന്റെ സത്യം അറിയാവുന്ന ദൈവം വ്യാജഭാവത്തിന്റെ മുഖംമൂടി ഇന്ന് അഴിക്കുക. കേട്ടല്ലോ, ഭർത്താവിനോടാകാം, അമ്മായിമ്മയോടാകാം, മരുമക്കളോടാവാം, എല്ലാവരോടും ആകാം. ഇതാരോടായാലും പരിശുദ്ധാത്മാ പറയാ, വ്യാജഭാവം ദൈവം വെറുക്കുന്നു. മനസ്സിലൊന്നും പുറമെ മറ്റൊന്നും കാണിക്കുന്നത് വ്യാജഭാവമാ. കൊച്ചു വിചാരിച്ച ക്ഷമ കൊടുത്തു, ഞാൻ ക്ഷമ കൊടുത്തിട്ടില്ല. കപ്പയും മീനും ഒക്കെ തിന്ന് കമന്റും പറഞ്ഞ് കുഞ്ഞു പോയി. കേൾക്കണം, അടുത്ത ഞായറാഴ്ച അക്സ ആരാധിക്കാൻ വരിക. കെസിയയുടെ മനസ്സ് ഫ്രീ ആയി. കെസിയ ചർച്ച വന്നു, കർത്തൃമേശയുണ്ട്. കെസിയ ദൈവത്തോട് പറഞ്ഞു, അപ്പാ കഴിഞ്ഞ ആഴ്ച വന്ന എല്ലാം എന്നോട് ക്ഷമിക്കണം. ചേച്ചിയെ വേദനിപ്പിച്ചു. ചേച്ചിയോട് ഞാൻ ക്ഷമ പറഞ്ഞു, കർത്താവ് ഇനി അപ്പയോടൊന്നുകൂടെ ക്ഷമ പറയുക, എന്നെ കഴുകണം. കർത്തൃമേശ ദൈവദാസം കൊണ്ടുവന്ന് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ കെസിയ മനസ്സ് നിറഞ്ഞവളായി ആ അപ്പം എടുത്ത് കഴിക്കും. തൊട്ടിപ്പുറേ അക്സ ഇരിക്കുക. അക്സയുടെ ഹൃദയത്തിൽ കെസിയോട് പകയ. അതുവരെ കെസിയുടെ ഒപ്പം ഇരുന്ന അക്സ അന്ന് ഇച്ചിരി ഒന്ന് പുറകോട്ട്, മനസ്സിലായോ? തൊട്ടിപ്പുറത്തെ സീറ്റ് മാറി, പുറകിലത്തെ സീറ്റിലോട്ട് മാറി. കെസിയെ കാണുമ്പോൾ പണ്ടത്തെ ചിരിയില്ല, ഒരു ഇച്ചിരി ചിരി, ഡിസ്റ്റൻസ് ഇടുവാണല്ലോ. കർത്തൃമേശയുടെ അപ്പം അടുത്തേക്ക് വരുമ്പോൾ അക്സ, കർത്താവേ കഴിഞ്ഞ ആഴ്ച കാലം എൻ്റെ വാക്കിൽ, പ്രവർത്തന, സംസാരങ്ങളുടെ പാടുകൾ, പ്രവർത്തനങ്ങൾ, നിരൂപണങ്ങൾ, നോട്ടം, ചിന്താഭാവ, കൊടുക്കൽ വാങ്ങൽ വന്നുപോയ എല്ലാ കുറവുകളും എന്നോട് ക്ഷമിച്ചു. അങ്ങനെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. ഈശ്വര നാമത്തിൽ ആമേൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കർത്തൃമേശ എടുത്ത് കഴിക്കുക. ദൈവം ചോദിക്കുക, നീ ക്ഷമ കൊടുത്തിട്ടാണോ കഴിച്ചത്? കപട ഭക്തി ഇത് ഭയാനകമാണ്. ദൈവസഭകൾ ഇത് പ്രസംഗിക്കണം. എന്നെ വിട്ട് എല്ലായിടത്തും ഇത് ഞാൻ പ്രസംഗിച്ചിട്ടാണ് വന്നേ. പോയ എല്ലാ സഭയിലും ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എന്തുകൊണ്ടെന്ന് പറയട്ടെ, വീട്ടിൽ തല്ലുണ്ടാക്കിയിട്ടും ഭർത്താവിനോടും മക്കളോടും അമ്മായിമ്മയോടും ചർച്ചിലുള്ളവരോടും അല്ലെങ്കിൽ ജോലിയിലുള്ളവരോടും വഴക്ക് പിടിച്ചിട്ട് ക്ഷമ ചോദിക്കാതെയും ക്ഷമ കൊടുക്കാതെയും വന്ന് കർത്തൃമേശയിൽ നിന്ന് കൈ തൊടുമ്പോൾ ഓർത്തോ, ഇത് ഹേതുവായി നിങ്ങളിൽ ചിലർ രോഗികളാകും. അയോഗ്യമായി കഴിക്കാന്ന് പറഞ്ഞാൽ എന്നാ? ക്ഷമ കിട്ടാതെയാ കഴിക്കുന്നേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവം എന്നോട് ക്ഷമിക്കും. ചിലരുടെ ഏറ്റവും വലിയ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും ദൈവമായിട്ട് തീർത്തോളാം. എന്നെ എൻ്റെ ദൈവത്തിനറിയാം. എൻ്റെ ഹൃദയം ദൈവം അറിയുന്നുണ്ട്. ഞാനും ദൈവമായിട്ട് തീർത്തോളാം. അവരോടൊന്നും പറയേണ്ട കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ബൈബിള് വ്യവസ്ഥയുടെ പുസ്തകമാണ്. കർത്താവിൻ്റെ വാമൊഴിയാ പറഞ്ഞ വ്യവസ്ഥ. ഇന്ന് എല്ലാവരും പോയി മത്തായി 6, 7, 8 ഒക്കെ വായിക്കണം കേട്ടോ. അതിനകത്ത് കർത്താവ് പറയുന്ന 7 അധ്യായത്തിലൊരു കാര്യമുണ്ട്. നിങ്ങൾ യാഗം കഴിക്കുവാൻ ആലയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ യാഗം അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിട്ട് യാഗം കഴിക്കും. അവിടെ യാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം ഞങ്ങൾ യാഗം കഴിക്കുന്നില്ലല്ലോ, ആടിനെ മാടിനെയായിട്ടൊന്നുമല്ല വരുന്നത്. പുതിയ നിയമത്തിൻ്റെ യാഗം എന്നാണെന്നറിയോ? റോമർ 12:1-2 പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അതിന് ആരാധനയ്ക്ക് എല്ലാ ഞായറാഴ്ചയും വരുന്നത്. അപ്പോൾ പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കാൻ വരുമ്പോൾ ദാണ്ട് എനിക്ക് ഒരാളോട് വിദ്വേഷം, പക്ഷെ കാണിക്കുന്ന ചിരിയുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനെ പറയുന്ന പേരാ വ്യാജഭാവം. വ്യാജഭാവമായിട്ട് ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ദൈവം പറയാം, ഇതെനിക്ക് പ്രസാദമുള്ള, കാരണം നിന്റെ കൂട്ട് സഹോദരനോട് ഉള്ളിൽ നിനക്ക് എന്തുണ്ട്? പകയുണ്ട്, വിദ്വേഷമുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥനയുടെ മറുപടി വൈകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാവാചകമുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വേണം, ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വേണം എൻ്റെ ദൈവത്തിൻ്റെ ചെവി. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ അടുത്ത് അണ്ടർലൈൻ ചെയ്ത് ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ വ്യവസ്ഥയുടെ പുസ്തകമാണ്. നമ്മുടെ എല്ലാ അണ്ടർലൈൻ ഉണ്ടല്ലോ, വാക്തത്വത്തിൻ്റെ അണ്ടറില്ല. വാലല്ല തലയാക്കും, ആകാശത്തിന്മേൽ വാഹനമേറ്റും. പക്ഷെ അതിന് മുമ്പുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വ്യവസ്ഥയാ. ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇത് ചെയ്യാവുന്ന, അതറിയാമോ? ഇല്ലല്ലേ? ഇന്നൊന്ന് പോയി വായിക്കണം. ഇനി തൊട്ട് അങ്ങനെ ബൈബിൾ വായിക്കണം. ഞാൻ നിങ്ങളെ ആകാശത്തിൽ വാഹനമേറ്റി ഓടിമറാക്കുന്നുള്ള വചനത്തിന്റെ മുകളിൽ കുറെ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ എറിഞ്ഞുകളക, വിശക്കുന്നവൻ അപ്പം കൊടുക്കുക, നിന്റെ സ്വന്തം രക്തബന്ധങ്ങളായി നിന്നെ തന്നെ മറച്ചു വെക്കാതിരിക്കുക. ഇതല്ലോ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. ദൈവത്തിന്റെ വിശുദ്ധ ദിവസത്തെ ഹല്ലേലൂയ അതിന്റെ വിശുദ്ധി കൊടുത്ത് എന്ത് ചെയ്യണം? പ്രമാണിക്കണം. ഇത് കഴിഞ്ഞിട്ടാണ് എഴുതിയേക്കുന്നത്, നിന്നെ വാലല്ല തലയാക്കുന്നും
വാഹനമേറ്റുന്നു. പക്ഷെ നമ്മൾ ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചേക്കുക. കർത്താവ് വയ്ക്കുക, ഇത് തരാൻ എനിക്ക് ഒരൊറ്റ സെക്കൻഡ്, ഒറ്റ കാര്യം ചെയ്താൽ മതി. മേളിലത്തെ കാര്യമൊക്കെ നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ ടീച്ചറോ, നിങ്ങൾ ഏത് ജോലി ആയിക്കോട്ടെ, പഞ്ചായത്തിലായിക്കോട്ടെ, പഞ്ചായത്ത് ഓഫീസിൽ കണ്ടിട്ടുണ്ടോ, നമ്മൾ എന്നൊരു പേപ്പർ സൈൻ ചെയ്യാൻ വീട് വെക്കാനാ. അപ്പോൾ അവരാദ്യം പറയും ഇന്നിന്ന രേഖകൾ കൊണ്ടുപോവാ. അപ്പോൾ പറയും അയ്യോ സിസ്റ്റർ എനിക്ക് വീടില്ല. അതേ രേഖ കൊണ്ടുപോവാ. അയ്യോ ഞങ്ങൾ എന്തുവാ പറഞ്ഞേ, ഇത് വീട് കിട്ടാനുള്ള യോഗ്യതാ ലിസ്റ്റിലുള്ളതാ, അതിൻ്റെ പേപ്പർ കൊണ്ടുപോവാ. ഇതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, എനിക്ക് വീട് വേണം. അവർ പറയും സോറി, വ്യവസ്ഥ ഇല്ലാതെ തരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഭൂമിയിൽ എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടല്ലേ. സ്കൂൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ വ്യവസ്ഥയുണ്ടല്ലേ. ആണോ? അമേരിക്കയിൽ പോകാൻ എല്ലാവർക്കും ആഗ്രഹം, UK പോകാൻ ആഗ്രഹം, വ്യവസ്ഥയില്ലാതെ അങ്ങോട്ട് കയറി എനിക്ക് UK പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞൊന്ന് ചെന്ന് നോക്കിയാൽ കൊച്ചിയിൽ കയറ്റി വിടുവോ? ആദ്യം ചോദിക്കും പാസ്പോർട്ട് ഉണ്ടോ, പാസ്പോർട്ടിനകത്ത് ഒരു കാര്യം കൂടെ ചോദിക്കും, ക്രിമിനൽ ഹിസ്റ്ററി ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. ക്രിമിനൽസിനെ കയറ്റി വിടുവോ? 2 കൊലയേ ചെയ്തിട്ടുള്ളൂ, കയറ്റി വിടുവോ? മോഷ്ടിച്ചിട്ടുണ്ട്, ഒരു കേസുണ്ട്, കയറ്റി വിടുവോ? പിന്നെ വിസ സ്റ്റാമ്പും ചെയ്യണം. അപ്പം ഈ ഭൂമിയിലെ ചിലതുപോലും മറ്റൊരു രാജ്യത്ത് പോകണമെങ്കിൽ ക്ലിയറൻസ് വേണമെങ്കിൽ, സ്വർഗരാജ്യത്തേക്ക് പോകണമെങ്കിൽ ക്ലിയറൻസ് വേണോ? അങ്ങോട്ടെല്ലാവരും പോകത്തില്ല ദൈവമക്കളെ, തുറന്നു പറയുക. അങ്ങോട്ടെല്ലാവരെയും ദൈവം കൊണ്ടുപോകത്തില്ല. തൻ്റെ വചനം പ്രമാണിക്കാത്ത ഒറ്റൊരെണ്ണം ദൈവത്തിൻ്റെ കാഹളനാദത്തിൽ ഇവിടുന്ന് പൊങ്ങത്തില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് പറഞ്ഞത് വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. മനസ്സിലായി? ഇടുക്കുവാതിൽ കൂടെ കയറുന്നവർ മാത്രമേ പോകത്തുള്ളൂ. വ്യാജഭാവം ഞാൻ പറഞ്ഞു വരിക. കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പ് വരുത്തണം എനിക്ക് ക്ഷമ കിട്ടിയെന്ന്. എങ്ങനാ ക്ഷമ കിട്ടാൻ എളുപ്പ, കൊടുക്കാൻ എന്താ ക്ഷമ കൊടുക്കാന്ന് പറഞ്ഞാൽ അറിയാവോ? കർത്താവ് പറയാ, സഹോദരന്മാരെ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ സഹോദരനോട് വഴക്കിട്ടാൽ, എഫേസ്യ ലേഖനത്തിനകത്ത വാക്യം പറഞ്ഞേ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. കർത്താവ് എങ്ങനെ നമ്മളോട് ക്ഷമിച്ചെന്നറിയാമോ? അതും അറിയത്തില്ല. നമുക്കാകെ അറിയുന്ന ക്രൂശിൽ ക്ഷമിച്ചതാ അല്ലേ? ക്രൂശിൽ എങ്ങനെയാ ക്ഷമിച്ചത്? കർത്താവിന്റെ ക്ഷമയുടെ പ്രത്യേകത എന്നാണെന്നറിയോ? അവൻ ക്ഷമിക്കും, പൊറുക്കും, മറക്കും. forgive and forget. ക്ഷമിച്ചത് കർത്താവ് എന്ത് ചെയ്തു? ഉറക്കെ പറ, മറന്നു. മറക്കാന്ന് പറഞ്ഞാ ഓർക്കത്തില്ല. നമ്മൾ മറന്നോ? ഇപ്പൊ കെസിയ വരിക, ചേച്ചി മറന്നോ? ചേച്ചി എന്നോട് ക്ഷമിച്ചോ? പിന്നെ ക്ഷമിച്ചു. മറ്റൊരാളെ കാണും പറയും ദാണ്ട് അന്ന് എന്നോട് വഴക്കിട്ട ആളാ വരുന്നത്, എന്നാ നടന്നെന്നറിയാവോ? അല്ല മറന്നെന്ന് പറഞ്ഞിട്ട് അല്ല, ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചതാ. വിവാഹം കഴിഞ്ഞ് 50 വർഷമായാലും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നടന്ന സംഭവങ്ങൾ ഓർപ്പിക്കുന്ന ഭാര്യമാരെ എനിക്കറിയാം. നമ്മളാണ് അതിനകത്ത് മുൻപന്തിയിൽ. ഭർത്താക്കന്മാർക്ക് അങ്ങനെ ഒരു ഗുണം ദൈവം കൊടുത്തിട്ടുണ്ട്, എല്ലാം മറക്കും. എന്നാ ഗുണമെന്നറിയോ? അതുകൊണ്ട് ബർത്ത്ഡേ മറക്കുന്നത്, വെഡിങ് ആനിവേഴ്സറി മറക്കുന്ന എല്ലാം. അവർക്കിതൊന്നും ഓർമ്മയില്ല. ഇപ്പോൾ വല്ല ഭാര്യമാരുണ്ട് നല്ല, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നല്ല സ്നേഹത്തിൽ ഭർത്താവ് ഇരിക്കുമ്പോൾ ആ മൂഡ് കളയാൻ വേണ്ടി പണ്ടത്തൊക്കെ എടുത്തിടും. അറിയാമോ പണ്ട് നിങ്ങൾ എന്നാ ചെയ്തെന്ന്? ഇപ്പോൾ ഭർത്താവ് വയ്ക്കും, നീ അത് വിട്ട് കളഞ്ഞില്ലേ? അല്ല ഒന്ന് ഓർപ്പിച്ചതാ. നിങ്ങളൊന്ന് ഓർത്തേ. കർത്താവ് പറയും കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. കർത്താവ് എങ്ങനെയാണ് ക്ഷമിച്ചത്? നമ്മളോട് ക്ഷമിച്ച കാര്യം കർത്താവ് മറന്നു കളയുക. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്കകത്ത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അല്ലെ? അതിനകത്ത് എങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയോ? എൻ്റെ കടക്കാരോട്, അറിയാം മക്കളെ പ്രാർത്ഥന ഒന്ന് പറഞ്ഞ എൻ്റെ കൂടെ, എൻ്റെ കടക്കാരോട്, ഉറക്കെ പറയണ ആ വാക്ക്, ഞാൻ ക്ഷമിക്കുന്നത് പോലെ. ആ പോലെ എന്നുള്ള വാക്കിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ഇട്ടേ. ഞാൻ എങ്ങനെയാണ് കെസിയായോട് ക്ഷമിച്ചത് അതുപോലെ കർത്താവെ എൻ്റെ പാപം എന്നോട് ക്ഷമിച്ചാൽ മതിയെന്ന് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇവിടെ സമുദായത്തിലുള്ളവരൊക്കെ ആ പ്രാർത്ഥന വെറുതെ ചൊല്ലി വിടുവല്ലേ? എത്ര വട്ടം? 100 വട്ടം. മറുപടി കിട്ടിയോ? ഇല്ല. എന്തേ? ജൽപ്പനവാ. ബൈബിളിൽ പറയുക, നിങ്ങൾ ജാതികളെ പോലെ. എന്താ ജാതികൾ ചെയ്യുന്ന ജൽപ്പനം? രാവിലെയും പകലും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം സെയിം പ്രാർത്ഥന, അർത്ഥം അറിയുന്നില്ല. കർത്താവ് പറയും ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് നോക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ. അതായത് ഇപ്പോൾ കെസിയ എന്നോട് പറഞ്ഞില്ലേ, വിട്ട് കളഞ്ഞെന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാൻ ഞായറാഴ്ച ചർച്ച വന്നിരിക്കുമ്പോൾ കർത്തൃമേശയുടെ മുമ്പ് ഞാൻ കർത്താവ് കഴിഞ്ഞ ആഴ്ചക്കാലം കെസിയായിട്ട് വഴക്കൊക്കെ പിടിച്ചു. ഞാൻ അവളോട് ക്ഷമിക്കാൻ ആഗ്രഹമുണ്ട്, 10% ക്ഷമിച്ചു. പക്ഷെ അങ്ങ് എന്നോട് എൻ്റെ പാപമൊക്കെ. അപ്പോൾ കർത്താവ് പറയാം ആണല്ലേ, നോക്കട്ടെ കഴിഞ്ഞ ആഴ്ച നീ എത്ര പേർക്ക് ക്ഷമ കൊടുത്തെന്ന് നോക്കട്ടെ. അപ്പം എഴുതി വെച്ചേക്കോ. ഞാൻ കർത്താവ് നോക്കുമ്പോൾ അന്തർഭാഗത്തിലെ സത്യം അറിയാവുന്ന ദൈവം എൻ്റെ ഹൃദയത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ ദാണ്ട് കിടക്കുന്നു 10% ക്ഷമ കെസിയോട്. എന്താ 10% ക്ഷമയുടെ പ്രത്യേകത? കെസിയെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും, സ്തോത്രവും കൊടുക്കും. അതാണ് 10% ക്ഷമ. മനസ്സിലായോ? ആ 10% ക്ഷമ കൊടുത്ത ദൈവം അപ്പം എങ്ങനെ എനിക്ക് ക്ഷമ തരുന്നേ? നിങ്ങൾ തന്നെ പറയണം അതിൻ്റെ ഉത്തരം. 10% അക്സ ക്ഷമിച്ചെങ്കിൽ അക്സയോട് എത്ര ശതമാനം ദൈവം ക്ഷമിച്ചു? കണ്ട ആരും പറയുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് തിരുത്തണം. ചേച്ചി ഇന്ന് പ്രസംഗിച്ച പ്രസംഗം തെറ്റാണ്, എന്നോട് വന്ന് തിരുത്തണം. ഇന്ന്
ഇത് പരിശുദ്ധാത്മ പഠിപ്പിച്ചുകൊണ്ട് 100% അറിയത് തെറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ധൈര്യത്തോടെ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. 10% കെസിയോട് അക്സ ക്ഷമിച്ചെങ്കിൽ ഞാൻ കർത്തൃമേശയുടെ മുമ്പിൽ ദൈവത്തിന്റെ സന്നിധി ശുദ്ധീകരണത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാം, കർത്താവേ, കഴിഞ്ഞ ആഴ്ചക്കാലം എൻ്റെ ജീവിതത്തിൽ വന്ന പാപം എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയാ, വെയിറ്റ്, ധൃതി പിടിക്കല്ലേ, ഒന്ന് നോക്കട്ടെ, ഓർമ്മ പുസ്തകം ഒന്ന് എടുക്കട്ടെ. ഭർത്താവിനോട് ഒട്ടും ക്ഷമിച്ചിട്ടില്ല, അമ്മായിമ്മയോട് ക്ഷമയേ ചോദിക്കണ്ട, വർഷം ഇത്രയായ പക അവിടെ കിടക്കുന്നത്, ക്ഷമ ചോദിച്ചിട്ടില്ല, ക്ഷമ കൊടുത്തിട്ടുമില്ല. അടുത്ത് കെസിയ 10%. ഇതെല്ലാം കിടക്കുക. കർത്താവ് പറയാ, എടുക്കല്ലേ ഞാൻ ക്ഷമ. അപ്പൊ നമ്മൾ നല്ല ക്ഷമിക്കണം. കർത്താവ് പറയും, സോറി മോളെ, കണ്ടീഷൻ ഉണ്ട് ബൈബിളിൽ, അത് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നോട്. എന്തുവാ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി. അത് കണ്ടീഷണൽ അപേക്ഷയാണ്. എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ അപേക്ഷിക്കുക. നമ്മളെ ലോണൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കണ്ടീഷണൽ അപേക്ഷയാണ്. അതറിയാമോ? ഞങ്ങൾ അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വീടും പരിസരവും നിങ്ങൾ ജപ്തി എടുത്തോ എന്ന് പറഞ്ഞിട്ട് അടിയിൽ കൊണ്ട് സൈൻ ഇടുന്നത്. ലോൺ കിട്ടുമ്പോൾ എന്തോ സന്തോഷമല്ലേ, പക്ഷെ അതൊരു കണ്ടീഷണൽ അപേക്ഷയാണ്. ഇതുപോലെ ദൈവത്തോടൊരു കണ്ടീഷൻ വെച്ചിട്ട് അപേക്ഷിക്കുന്ന ക്ഷമിക്കണേന്ന്. കർത്താവ് പറയാം, മോളെ എടുക്കല്ലേ, ക്ഷമ തന്നിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആട് പാസ്റ്റർ അപ്പമായിട്ട് വന്നു. എടുക്കാതിരുന്ന പാസ്റ്റർ വിളിച്ച് ചോദിക്കുകയും ചെയ്യും, വിശ്വാസികൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. എടുത്ത് തിന്നുമ്പോൾ ബൈബിളിൽ പറയുക, അയോഗ്യമായി ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും ഈ പാനപാത്രത്തിന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഞാനൊരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ. ഈ കാര്യം പറയുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് പെന്തുക്കോസ്തുകാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ മാറാരോഗികളുള്ളത്, ഏറ്റവും കൂടുതൽ മാറാരോഗികൾ എന്ന് വെച്ചാൽ മാറുന്നില്ല രോഗം. വർഷം 15 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 40 കഴിഞ്ഞു. പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗം. ലോകത്തിൽ ഏത് കോണി കൊണ്ടായാലും അവരുടെ രോഗം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്നറിയോ? അതിന് മരുന്നില്ലല്ലോ. രോഗത്തിന് മരുന്നുണ്ട്, രോഗബന്ധനത്തിന് ആത്മാവിൻ്റെ ശക്തി മതി അഴിക്കാൻ. പക്ഷെ ഞാൻ തന്നെ വരുത്തി വെച്ച രോഗത്തിന് അഴിക്കാൻ ഡോക്ടറിന് പറ്റത്തില്ല, പക്ഷെ എനിക്ക് അഴിക്കാൻ പറ്റും. കാരണം ഞാൻ തന്നെയാണ് വിഷം എടുത്ത് കഴിക്കുന്നത്. ഞാനൊരു തുറന്നൊരു കാര്യം പറയാം, കേൾക്കണം ഈ വാക്ക്. കർത്താവിൻ്റെ മെഷ യോഗ്യമായി കഴിക്കുമ്പോൾ അത് വിശുദ്ധമാണ്. ഞാൻ എടുത്ത് കഴിക്കുമ്പോൾ യോഗ്യമാ, അത് ഹീലിംഗ് കൊണ്ടുവരുന്നതാ. ഞാൻ കെസിയോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ടാ ഞാൻ വന്ന്, അപ്പാ ഞാൻ ക്ഷമ ചോദിച്ചു, ഞാൻ ക്ഷമ കൊടുത്തപ്പ, ഇനി അവളെ ഞാൻ പൂർണ്ണമായിട്ട് സ്നേഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പം കഴിക്കുമ്പോൾ ഞാൻ രോഗിയായി വന്നെങ്കിൽ ഞാൻ ഹീലിംഗ് പ്രാപിക്കും. വ്യവസ്ഥയുണ്ട്. പക്ഷെ ആ വ്യവസ്ഥ ഇല്ലാതെ ഇതെടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ ഞാൻ വിഷമാണ് എടുത്ത് കഴിക്കുന്നത്. എന്തുവാ? എനിക്കുള്ള ശിക്ഷാവിധി ഇങ്ങ് തന്നേക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? എനിക്കുള്ള ശിക്ഷാവിധി ഞാൻ തന്നെ മേടിച്ച് കഴിക്കുന്നു, എന്നിട്ട് വീട്ടിൽ പോകുമ്പോൾ രോഗിയാ. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകന്റെ അടുക്ക പോയാൽ ആവശ്യത്തിന് വിടുതൽ കിട്ടത്തില്ല. കാരണം പ്രവാചകൻ അഴിക്കാൻ പറ്റത്തില്ല. നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യണം. ലാസർ പുറത്ത് വന്നോ പറയാ, അവന്റെ കെട്ട് അഴിപ്പീൻ, കെട്ടിയവരത് അഴിക്കണം. എന്തേ? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിന്റെ കെട്ട് ദൈവത്തിന് അഴിച്ചുകൂടായിരുന്നു? ലാസറേ കെട്ട് പൊട്ടിച്ച് പുറത്ത് വരിക പറഞ്ഞാൽ പോരായിരുന്നു? പറഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ എങ്ങനെ കല്ലറയിലുള്ള ലാസർ പുറത്തു വരെ കെട്ടപ്പെട്ടവനായിട്ടാണ് വന്നേ? തല തൊട്ട് കാല് വരെ കെട്ടി വെച്ചേക്കുവാ, മമ്മിഫൈ ചെയ്യുന്ന പോലെ യഹൂദന്മാർ കെട്ടുന്നത്. എങ്ങനെ ലാസർ പുറത്തു വന്നു? ആ ശബ്ദത്തിൽ പുറത്തു വന്നതാ. മനസ്സിലായോ? ആ ശബ്ദത്തിൽ കർത്താവിന് കെട്ടഴിച്ചുകൂടായിരുന്നു? കർത്താവ് പറയും, സോറി, അത് ഞാൻ കെട്ടിയതല്ല, അത് നിങ്ങൾ കെട്ടിയതാണ്. ആ കെട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഹീലിംഗ് നോക്കിയാൽ തന്നെ വ്യവസ്ഥയുണ്ട്, ഓരോന്നിനും വ്യവസ്ഥയുണ്ട്. പെട്ടെന്ന് ഞാൻ പറയുകയാ, അയോഗ്യമായി കഴിച്ചിട്ട് അരോഗ്യമായിരിക്കുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മ പറയും, ഇന്ന് സഭയിൽ ക്ഷമ പറയാനുണ്ടെങ്കിൽ ഇന്ന് കെട്ടിപ്പിടിച്ച് ക്ഷമ പറഞ്ഞോണം. ക്ഷമ കൊടുക്കാനുള്ളവർക്ക് ക്ഷമ കൊടുത്തോണം. വീട്ടിൽ ആ ക്രമീകരണം പ്രാപിക്കാനുണ്ടെങ്കിൽ ക്രമീകരണം പ്രാപിച്ചോണം. ദൈവം പറയാ, 2 പേർ ഈ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും തരാം. ഈ ലോകത്ത് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ ദൈവം സൃഷ്ടിച്ചത് 2 പേരെയാ, ഭാര്യയും ഭർത്താവിനെയും. ഭർത്താവിന് കുറവുണ്ടാവാം, പക്ഷേ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിനോട് ക്ഷമ കൊടുക്കണം. ഇല്ലെങ്കിൽ ഓർത്തോ കൈവിടപ്പെട്ടു പോകും. പെട്ടെന്ന് പറയുക, വ്യാജഭാവം അടുത്ത്, പെട്ടെന്ന് പറയും, പെട്ടെന്ന് അടുത്ത്. അസൂയ പറയുന്നില്ല, നിങ്ങൾക്കറിയാം, ഉണ്ടല്ലോ, ഉണ്ട് ദൈവമക്കളെ. നമ്മൾ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനാ വിഷയത്തിന് 2 പേരും ഒരേ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാൾക്ക് മറുപടി കിട്ടി, നമുക്ക് മറുപടി കിട്ടിയില്ല. ആ മറ്റേ വ്യക്തിയോട്, മറുപടി കിട്ടിയ വ്യക്തിയോട് തോന്നുന്ന ആ സങ്കടത്തിന്റെ പേരാ അസൂയ. അടുത്തത് ഒറ്റ വാക്കി പറഞ്ഞു പോകാനുള്ള സമയമുള്ളൂ. അടുത്തത് നുണ പറയുന്നവരെന്ന് കൈവക്കിക്കേ. താങ്ക് യു, നല്ല പിള്ളേർ, താങ്ക് യു മോനെ. ഞാൻ ഈ ക്വസ്റ്റ്യൻ എല്ലാ ചർച്ചിലും പോയി ചോദിച്ചേ, എന്നെ ഷോക്കാക്കിക്കൊണ്ടുണ്ടല്ലോ സഭയിലെ പിള്ളേരെല്ലാം കൈവക്കി, ലജ്ജ കൂടാതെ കൈവക്കി. ഞാൻ ഷോക്കായിപ്പോയി. പ്രായമുള്ളവരങ്ങനെ ഇരിക്കുക, ഞാനോ നുണയോ, അയ്യോ അതെന്താന്ന് പോലും എനിക്കറിയില്ല.
പക്ഷെ ഇന്നത്തെ തലമുറയോട് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണെന്നറിയോ, അവരുള്ളതുള്ളതുപോലെ പറയും. ചേച്ചി ഞാൻ നുണ പറയാറുണ്ട്, എന്നെ വിളിച്ച് ഞാൻ പറയും എനിക്ക് യൂത്തുമായിട്ട് ഒത്തിരി കണക്ഷൻ, എനിക്ക് ഇന്നത്തെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അവരുള്ളത് പറയും, ചേച്ചി ഞാൻ കപടഭക്തിയുള്ള, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്നത് ചെയ്യുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർത്തിട്ടുണ്ട് കർത്താവ് അവരുടെ പ്രായത്തിൽ ഞാൻ ഉയ്യോ പറയുമോ ഇല്ല, ഞാൻ വലിയ വിശുദ്ധയെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ പിള്ളേരെ ഇഷ്ടമാണ്. പെട്ടെന്ന് പറയാം നുണ. ശരിക്കും ഞാൻ പറയട്ടെ, സത്യം എല്ലാവർക്കും കേൾക്കണോ? വിശക്കുന്നവർ കൈവക്കിക്കേ, നിർത്തണം എന്നുള്ളവർ കൈവക്കിക്കേ. നിങ്ങൾ കൈവക്കത്തില്ല, കാരണം അതും വ്യാജഭാവ. മനസ്സ് ശരിക്കും ഈ പെണ്ണ് എന്തോ നിർത്താത്തെ, വലിച്ചു നീട്ടിക്കൊണ്ട് പോവുക. കെസിയ ഇനി മേലാ സമയം പറയാതെ ഒരൊറ്റ ദൈവദാസനെയും ദൈവദാസിയെയും ആത്മാവ് നയിക്കുന്നെന്ന് പറഞ്ഞ് ഇവിടെ എന്ത് ചെയ്യരുത്. എനിക്ക് വിവേചിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ് എന്നാ ചിരിയാന്നറിയാം ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചോ, പക്ഷെ ഉള്ളിൽ ഇപ്പോൾ എന്താ നിർത്താത്ത, വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ പണിയുള്ളതെന്നറിയാവോ. ഇതിനൊക്കെ പറയുന്ന വേറെ വ്യാജഭാവം. സത്യസന്ധമായിട്ട് അങ്ങ് പറ സിസ്റ്റർ നിർത്ത, എനിക്ക് വീട്ടിൽ പോകണം. ആ ദൈവം അത് സന്തോഷിക്കും. കേട്ടോ? ഒന്നുകൂടെ ചോദിക്കണം. വേണ്ട, ചോദിച്ചാൽ നിങ്ങൾ നിർത്താൻ പറയത്തില്ല. പെട്ടെന്ന് പറയാം. അടുത്ത ഭാഗം ഞാൻ പെട്ടെന്ന് പറയാം. നുണ. എന്താ നുണ? നമ്മൾ നുണ പറയുമോ? പറയും, വീട്ടിൽ പറയും അല്ലേ? എന്തൊക്കെ ഇന്ന് രാവിലെ തന്നെ കൗണ്ട് ചെയ്ത് എത്ര നുണ പറഞ്ഞു അല്ലേ? എന്താടി വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ ഞാൻ? ഓ അത് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു, കണ്ടോണ്ടിരിക്കുക, കട്ട് ചെയ്ത് വിട്ട് എന്നിട്ടും പറയും. ഇത് നുണയല്ലേ? അതെ, സത്യമല്ലാത്തതെല്ലാം നുണയാ. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നുണ പറയത്തില്ല വിശ്വാസത്തോടെ സഭയിലുള്ള കുറച്ച് നുണകൾ പറയാൻ പോവാം. എല്ലാവരും റെഡിയാ? കണ്ടോ? അയ്യോ, എല്ലാവരും ഉറക്കം പോയി. നുണയന്മാരെയൊക്കെ അവനവൻ കണ്ടുപിടിക്കണം. ആരെയും പോയിന്റ് ചെയ്യരുത്. അയ്യോ അവള് ഭയങ്കര നുണച്ചയാന്ന് പറയുന്നു, നമ്മൾ അതിനൊക്കെ വലിയ നുണയാ പറയുന്നത്. അതിനകത്ത് പാസ്റ്റർമാരും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ പപ്പ ഒരു സെൻറ്ററിൻ്റെ പാസ്റ്റർ, IPCയിലെ പപ്പ ഇരിക്കുന്ന ഒരു വേദിയിൽ ശുശ്രൂഷിക്കാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാ പാസ്റ്റർമാരും നുണയന്മാരാണ്. അപ്പോൾ ഒരാളോട് ഞാൻ പറഞ്ഞു ദൈവാത്മാവ് പറഞ്ഞ അപ്പനെന്നില്ല ഉണ്ടോ? പറയേണ്ടത് പറയണ്ടേ? ആരെങ്കിലും മാനസാന്തരപ്പെട്ട അല്ലേ? എന്താ പാസ്റ്റർമാരെ നുണയന്മാരെന്ന് പറയാൻ കാരണം? നമ്മൾ തൊട്ട് കുറവല്ല. അയ്യോ പാസ്റ്റർമാർക്കിട്ട് പറഞ്ഞു സിസ്റ്ററെ, അതെ അവർക്കിട്ട് ഇച്ചിരി കിട്ടണം. അല്ല, നിങ്ങൾ കൊണ്ട് പുറകെ വരിക. ആദ്യത്തെ ഡോസ് അവർക്ക് കൊടുത്തിട്ട് പുറകെ വരാം. പാസ്റ്റർമാർ എവിടെ നുണ പറയുന്നറിയോ? മരണ വീട്ടിൽ. എഗ്രി ചെയ്യുന്നവരൊന്ന് കൈവക്കിക്കേ. ഭയങ്കര നുണയെ അടിച്ചു വിട്ട് പറയുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ഇൻസിഡന്റ് കേട്ടു. ഒരു ദൈവദാസൻ എന്നോട് പറയാം, എൻ്റെ മോളെ നാണം കെട്ട ഒരു അനുഭവമാണ്. ഞാൻ ഈ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ വന്ന് ഓടി വന്നിട്ട് എനിക്ക് കൈ തന്നിട്ട് പറയും ഇന്നത്തെ ദൂതി ഞാൻ മാനസാന്തരപ്പെട്ട് കേട്ടോ എന്ന്. ഭയങ്കര സന്തോഷമായിപ്പോയി എനിക്ക്. അപ്പോൾ എന്നോട് പറയാം എന്നാന്നറിയോ മോളെ, കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഒരു സ്ഥലത്ത് ഒരു അങ്കിള് മരിച്ചു. പാസ്റ്റർ അവിടെ ഇരുന്നപ്പോഴത്തെ അനുഭവങ്ങളൊക്കെ പറയാം. പുള്ളി അങ്ങനായിരുന്നു, പുള്ളി ഇങ്ങനായിരുന്നു, ഭയങ്കര ദയ, ശാന്തതയ, സൗമ്യന, മനസ്സിലായോ? ഭയങ്കര ശാന്തന അങ്കിള്, ദയാലുവാ, പരോപകാരി, ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. പാസ്റ്റർ ഇങ്ങനെ ഭയങ്കര ആൾക്കാരൊക്കെ അങ്ങ് കരയും ഓർത്തോർത്ത്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഷവാടക്കെല്ലാം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ അങ്കിളുടെ വൈഫ് വന്നിട്ട് പറയും പാസ്റ്റർ എൻ്റെ വീട്ടിലൊന്ന് വന്നിട്ടേ പോലെ ചായയൊക്കെ കുടിച്ചിട്ടേ പോകുള്ളൂ. പാസ്റ്ററിന് ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം വെയിലത്തൊക്കെ നിന്നല്ലേ. വീട്ടിൽ ചെന്നു, AC ഒക്കെ ഇട്ട് കൊടുത്തു. പാസ്റ്റർ അകത്തിരുന്നപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ട് കൊടുത്ത് കൂൾ ഡ്രിങ്ക്സ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പം ഈ ആൻറ്റി പറഞ്ഞു പാസ്റ്റർ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എന്തോ? പാസ്റ്റർ ഇന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അയ്യോ നമ്മുടെ അച്ചായനെക്കുറിച്ച്. അപ്പോൾ പാസ്റ്റർ ആൻറ്റി ഇങ്ങനെ കൈ കുമ്പിട്ട് ചോദിക്കുക, പാസ്റ്ററിനും അറിയാം എനിക്കും അറിയാം ആ പറഞ്ഞതെല്ലാം നുണയാണ്. എൻ്റെ ഭർത്താവ് ശാന്തനല്ലെന്ന് എനിക്കറിയാം. എൻ്റെ ഭർത്താവ് ഒരാൾക്ക് പോലും ഒരു രൂപ പോലും കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ പാസ്റ്റർ ഇത്രയും വലിയ നുണ പറഞ്ഞത്? അപ്പോൾ പാസ്റ്റർ പറയാം അല്ലാതെ അവിടെ കയറി എന്നിട്ട് സത്യം പറയാൻ പറ്റുമോ? നാട്ടുകാർ കല്ലെടുത്തെറിയത്തില്ലേ? ദൈവത്തോട് ക്ഷമ പറഞ്ഞിട്ടാ ഞാൻ കയറിയതെല്ലാം. അപ്പോൾ അതായത് പാസ്റ്റർമാരുടെ ഗതികേടാ. പക്ഷെ ഗതികേടില്ലാതെ അവർക്ക് നല്ലത് പറയാൻ പറ്റും നമ്മൾ ജീവിച്ചാൽ. നിങ്ങളുടെ ശവാടക്കിന് നിങ്ങളെക്കുറിച്ച് എന്താ നാട്ടുകാർ പറയണ്ടേ? നുണ പറയണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ യൂട്യൂബ് പോയി നോക്കിയാൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ശവസംസ്കാരമാണ്. എൻ്റെ പീറ്റർ ചാച്ചൻ, എൻ്റെ ഹസ്ബൻഡ് അതിനെ കളിയാക്കും. നീ എന്തിനായിരുന്നു എല്ലാ ശവാടക്കും ആരാ മരിച്ചേ? എന്തിനായിരുന്നു കാണുന്നത്? ഞാൻ പറയല്ല ചേച്ചാ, ഞാൻ എല്ലാ ശവാടക്കും കാണുമ്പോഴേ ഞാൻ എൻ്റെ ശവാടക്കൊന്ന് കാണും. ഞാൻ അവിടെ ഇങ്ങനെ വെള്ളയൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ കുറിച്ചി ഈ ചർച്ചിലെ വിശ്വാസികൾ വരുന്നു അല്ലേ? വരത്തില്ല, എനിക്കറിയാം. ചുമ്മാ ഒരു പഞ്ചിന് പറഞ്ഞ വരുന്നു. നിങ്ങൾ എന്ത് പറയും? യോ സിസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര പ്രസംഗമായിരുന്നു അല്ലേ എന്നൊക്കെ പറയും. എന്നെക്കുറിച്ച് നാട്ടുകാർ പറയുന്ന പാസ്റ്റർ പറയുന്ന കേൾക്കുമ്പോൾ എൻ്റെ പിള്ളേരും എൻ്റെ ഭർത്താവും ചിരിച്ചാലുള്ള അവസ്ഥയൊന്നും ഓർത്തുപോയി. അതിൻ്റെ അർത്ഥം അവർക്കേ അറിയത്തുള്ളൂ ഞാൻ എന്താണ്. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായി. വ്യാജഭാവം ഉണ്ടാവരുത്, നുണ പറയാൻ ഇടവരരുത്. നിങ്ങളെക്കുറിച്ച് ദൈവദാസന്മാർ സത്യം പറയട്ടെ. അതിനുവേണ്ടി കാണിക്കാൻ വേണ്ടി ദശാംശം കൊടുക്കരുത്. പാസ്റ്റർ എൻ്റെ മരണത്തിൽ നല്ല ഗമയ്ക്ക് പറയണമെന്ന് ഓർത്ത് പറയിപ്പിക്കാൻ വേണ്ടി ദശാംശം കൊടുക്കരുത്. അതും ദൈവം അറിയുക, സത്യം അറിയുക, ഇൻറ്റൻഷൻ അതെന്തിന് ചെയ്യുന്നു. അടുത്തത് ഞാൻ എല്ലായിടത്തും, ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കേട്ട് കാണും, കേട്ടവർ ക്ഷമിക്കുക. നമ്മൾ നുണ പറയത്തില്ല, നുണ പാടും. അംഗീകരിക്കുന്നോ? ഇല്ല.
നോണ പിള്ളേർ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു മെസ്സേജ്. ആണോ? അതെ, ആ കൊച്ചിരുന്ന് ചിരിക്കുന്നത്. ചേച്ചി ഇത് ഞാൻ കേട്ടതാ ചേച്ചി. അതേ മോനെ, പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ഒറ്റ ദൂതേ ദൈവം എന്നെ ഏൽപ്പിച്ചുള്ളൂ, മാനസാന്തരം. അതുകൊണ്ട് പറയട്ടെ? ഇവിടെ പറയേണ്ടതാണോ അത്? കട്ട് ചെയ്യണോ? പറഞ്ഞോളാം. പറയും. കൊച്ചുങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുക. എന്താ പറയണ്ടേ? നോണ പറയത്തില്ല. ശരിക്കും നമ്മുടെ ക്രിസ്തീയ പാട്ടുകളെല്ലാം എടുത്ത് നിങ്ങളെ തന്നെ ഒന്ന് പാടിയാൽ നിങ്ങൾ പാടുന്ന മൊത്തം നുണയാണ്. കേട്ടാ മക്കളെ? ഇവിടുത്തെ വർഷിപ്പ് ടീമിനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരാൽ ആവത് നല്ല രീതിയിൽ ആ കുഞ്ഞുങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ, അവരെ വളർത്തിയെടുക്കണം. പക്ഷെ ചേച്ചിക്ക് കാല് പിടിച്ചൊരു റിക്വസ്റ്റ് ഉണ്ട്, നുണ പാടരുത്, ജീവിതത്തിൽ ഇല്ലാത്തത് പാടരുത്. കഴിഞ്ഞ ദിവസം ഒരാൾ ഇന്ന് പാടുക, എൻ്റെ ചങ്കാണേ, എൻ്റെ കരളാണേ, എൻ്റെ ഉയിരാണേ, ബാക്കി എനിക്കറിയത്തില്ല. യേശു ആള് പാട്ടൊക്കെ പാടി വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ ഓടി വന്ന് ഫോൺ എടുത്തു. അപ്പം അമ്മ പറഞ്ഞു, ഇന്നലെ രാത്രി മൊത്തം നീ ഫോണില്ല, ഇന്ന് നീ ഫോൺ അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേനും ആളിലെ തണി സ്വഭാവം അങ്ങോട്ട് പുറത്തു വന്നു. അപ്പം ഞാൻ അവിടെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ പാടിയില്ലേ യേശു, കരള, ചങ്ക. യേശുപ്പച്ചൻ ഇത് ഇഷ്ടമല്ല, മോൻ മാറ്റാവെന്ന് ചോദിച്ചാൽ പറഞ്ഞു. അത് യേശുപ്പച്ചൻ പറഞ്ഞു, ഞാൻ മാറ്റത്തൊന്നുമില്ല, എനിക്ക് ഫോണില്ല, ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, സത്യമാണ് പറയുന്നത്, പിള്ളേർ സത്യം പറയും. ഞാൻ ചോദിച്ചു, മോൻ വേറെ പാട്ട് പാടിയല്ലോ, എനിക്ക് വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നിനാലും ഞാൻ തൃപ്തനാകില്ല. കർത്താവിൻ്റെ സാന്നിധ്യത്തിലെ തൃപ്തി ഉള്ളെന്ന് പറഞ്ഞ മോളെ, ഫോണില്ലാതെ തൃപ്തിയാവും. 10 മിനിറ്റ് ഒന്ന് ഫോൺ മാറ്റട്ടെ, അപ്പം അറിയാം തനി സ്വഭാവം. യേശുവിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായവരെ ആ പാട്ട് പാടാവുള്ളൂ. അടുത്തൊരു പാട്ടുണ്ട്, കാന്തനെ കാണുവാൻ. പലർക്കും അറിയത്തില്ലായിരിക്കും, അറിയാവുന്നവരെന്ന് പാടിക്കേ. ആർത്തി വളരുന്നേ ഇല്ല എന്നാ പാട്ടാ, കൈയൊക്കെ അങ്ങോട്ട് പോക്കി പാടുന്ന കേട്ട കർത്താവ് പറയും, എന്നാ ഞാൻ അങ്ങോടി വരട്ടെ. അയ്യോ വരല്ലേ. കർത്താവ് പറയും, എൻ്റെ കൊച്ചിന് ഭയങ്കര ആർത്തി. എന്താ ആർത്തി എന്നറിയാം മക്കൾക്ക്? പറയട്ടെ. ഇപ്പൊ ചേച്ചി പ്രസംഗം 4 മണി വരെ നീട്ടിക്കൊണ്ട് പോയാല് പോകത്തില്ല, വിശപ്പ് വരത്തില്ലേ? അപ്പൊ അവിടെ എന്തോ അങ്കിളുമാർ പലഹാരം തോന്നുന്നു, എന്തോ കൊണ്ട വെച്ചിട്ടുണ്ടേ. ആണോ? ഇല്ലെങ്കിൽ എന്നെ കൊണ്ട വെച്ചിട്ടുണ്ട്. അപ്പം അതങ്ങോട്ട് ആദ്യം കൊടുക്കുമ്പോൾ ആക്രാന്തത്തിൽ കഴിക്കുന്നൊരു ആക്രാന്തം ഉണ്ടല്ലോ, അത് ആർത്തി, ഷോർട്ട് ഫോം. ഇല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലോ അമേരിക്കയിലുള്ള ഭാര്യ വർഷങ്ങൾക്ക് ശേഷം അച്ചായം വരുന്നെന്ന് അറിയുമ്പോൾ, സ്നേഹമുള്ള ഭാര്യമാർ, പുള്ളി വരുവാണെന്നുള്ളവരല്ല, സ്നേഹമുള്ള ഭാര്യമാർ ദിവസവും മണിക്കൂറുകളും മിനിറ്റുകളും എണ്ണി ഒരുങ്ങി സമയം അങ്ങോട്ട് പോകത്തില്ല. അപ്പം അങ്ങനെ ഇരുന്ന് അച്ചാച്ചനെ ആ ഗേറ്റ് കടന്ന് കാണുമ്പോൾ ഉള്ളിനകത്തുള്ള ഒരു വെപ്രാളം അറിയാവോ? എനിക്കറിയാം വെപ്രാളം, മനസ്സിലാകുന്നുണ്ട്. വരുന്നുമില്ലല്ലോ, എത്ര നേരം വെയിറ്റ് ചെയ്യണോ? ആ ബാഗ് കിട്ടി വരുന്ന സമയം ഏറ്റവും കൂടുതൽ നീളുന്നെന്ന് തോന്നുന്നു എനിക്ക്. ഭയങ്കര ആക്രാന്തോ, ആർത്തിയാ കാണാൻ. ശരിക്കും ആ പാട്ട് പാടി ആ ആർത്തി ഉണ്ടായിരുന്നു, എഴുതിയാക്കും ആർത്തി ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഈ ലോകത്തിൽ മറ്റൊന്നും വേണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയെ നമുക്ക് ആ പാട്ട് പാടാൻ പറ്റുമോ? കാന്തനെ കാണുവാൻ ആർത്തി വളരുന്ന ഇല്ല പ്രത്യാശ മറ്റൊന്നിലും പ്രത്യാശ ഇല്ലാത്തവരുടെ പ്രാർത്ഥന കേട്ടാൽ അറിയാം. കർത്താവെ വീട് തരുന്നില്ലേ? സാരമില്ല, എനിക്ക് സ്വർഗത്തിലൊരു വീടുണ്ടല്ലോ. ഞാൻ ചോദിച്ചതുപോലെ എനിക്കൊരു മറുപടി കിട്ടുന്നില്ല, സാരമില്ല, എൻ്റെ പ്രാണപ്രിയൻ എനിക്ക് ഉള്ളിടത്തോളം എനിക്ക് മറ്റൊന്നും വേണ്ട. മനസ്സിലായോ? യേശു മാത്രം മതി. ഒത്തിരി പാട്ടുള്ളതുകൊണ്ടേ പിക്ക് ചെയ്ത് പറയാം. യേശു മാത്രം മതി എനിക്ക്. ഇപ്പൊ കർത്താവ് പറയാം, എന്നാ ചിലതൊക്കെ ഇങ്ങ് വിട്ട് കളയട്ടെ, ജോലി അങ്ങ് കളയട്ടെ. അയ്യോ, ജോലി പോകാൻ പറ്റത്തില്ല, വീസ അല്ല, അതും പറ്റത്തില്ല. ഞാൻ മാത്രം മതിയെങ്കിൽ അതിനകത്തെല്ലാം ഇല്ലേ? എന്നാ ഞാൻ മാത്രം പോരെ നിനക്ക്, അത് പറ്റത്തില്ല കർത്താവേ. അപ്പൊ കർത്താവ് പറയാം, പാടാനുള്ള യോഗ്യതയുണ്ടോ? നുണയല്ലേ പാടുന്നത്? സ്വർഗം മേളിൽ ഇരുന്ന് ഏറ്റവും വലിയ അടുത്തൊരു നുണയും കൂടെ പറഞ്ഞ് നിർത്തുക. എൻ്റെ നുണ ആദ്യം പൊളിച്ചത് ഏത് പാട്ടിലാണെന്നറിയോ? അതോടെ ഞാൻ എല്ലാ പാട്ടും സൂക്ഷിച്ചാ പാടുന്നത്. എൻ്റെ നുണ പൊളിച്ച കാര്യമാണ് ഞാനീ പറഞ്ഞത്. ആദ്യത്തെ നുണ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ. അടുത്ത വാക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. ദൂത് ഏറ്റെടുത്തവർക്കായി സ്തോത്രം. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ചർച്ചിൽ വന്ന് കൈ അടിച്ച് പിയാനോ വെച്ച് തുള്ളി പാട്ട് പാടുമ്പോൾ സ്വർഗം മേളി ഇരുന്നിട്ട് പറയാ, കപടഭക്തിക്കാരി വന്നിട്ടുണ്ടല്ലോ ആരാധിക്കാൻ. എന്തുവാ? എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. കർത്താവ് മേളിരുന്ന് പറയാ, ഈ പാട്ട് പാടുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ് നീ ഇപ്പം എന്നോട് ചോദിച്ചിട്ടല്ലേ കൊച്ച ഈ പാട്ട് പാടുന്നത്, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മേളിയിരുന്ന ദൈവം പറയാന്ന്, എന്തിനെന്ന് ചോദിക്കില്ല ഞാനെന്ന് പറയുമ്പോൾ ചോദിച്ചിട്ടല്ലേ ആ പാട്ട് പാടിയത്?
എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്തിനാ എൻ്റെ മക്കളോട് ഇങ്ങനെ ചെയ്തത്? എന്തിനാ എനിക്ക് മറുപടി തരാത്തത്? ദൈവം പറയാം, എന്നിട്ട് നീ പാടുകയാ ഭയങ്കര ഒരു എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ ആ പാട്ട് പാടുന്നത് എങ്ങനെയെന്നറിയോ? എന്തിനെന്ന് ചോദിച്ചെന്നാലും, കാരണം ഞാൻ ചോദിച്ചിട്ടായിരിക്കും എനിക്കറിയാം, പക്ഷെ എൻ്റെ നന്മയ്ക്കാണെന്ന് എനിക്കറിയാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദൂത് നിർത്തുകയാ. ഇന്ന് കർത്താവ് പറയുക, എല്ലാ ദുഷ്ടത ഇന്ന് തൊട്ട് നാവിന് മാനസാന്തരം വരണം. സംസാരിക്കുന്നതിന് മുമ്പ് ഈ വാക്ക് ഓർക്കണം. ഗലാത്യർ 5, കോപം, ക്രോധം, വിദ്വേഷം. ഒരു ദൂത് പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയുക. ചിലർ കൊണ്ട് വർഷങ്ങളായിട്ട് വസ്തുവിൻ്റെ പേരിൽ പോലും പകയുള്ളവരുണ്ട് സഭയ്ക്കുള്ളിൽ. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ എനിക്ക് സങ്കടം വന്നൊരു കാര്യം. അപ്പനും അമ്മയും മരിച്ച് 10-20 വർഷമായി അപ്പനും അമ്മയും മരിച്ചിട്ട്. ചർച്ച വന്ന് കർത്തൃമേശ എടുക്കുന്ന പുള്ളിയാ. വീട്ടിൽ ചെന്നപ്പോഴേ ഞങ്ങളിങ്ങനെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ചെന്നപ്പം ആ ആൾ എൻ്റെ പപ്പായോട് പറയാ, പാസ്റ്ററേ എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഞാൻ ക്ഷമ കൊടുക്കത്തില്ല. മരിച്ചുപോയി അപ്പനും അമ്മയും. മനസ്സിലായോ? ഞാൻ ചവാടക്കിന് പോയെന്നേ ഉള്ളൂ, ഞാൻ അവരോട് ക്ഷമിക്കത്തില്ല. എത്ര സെൻറ്റിനാന്ന് കേട്ടാൽ നിങ്ങൾ അതിനേക്കാ ചിരിക്കും. എനിക്ക് വഴി കിട്ടാൻ ഒരു സെൻറ്റ് സ്ഥലം മതിയായിരുന്നു. ആ വഴിയുടെ ഇച്ചിരി ഒരു വളവുണ്ട്. ആ വളവ് അതെൻ്റെ ചേട്ടൻ എഴുതി കൊടുത്തേക്കുന്നു. എന്നാ ദുഷ്ടനാ എൻ്റെ അപ്പൻ. ഞാൻ മറക്കത്തില്ല, ഞാൻ പൊറുക്കത്തില്ല. ദൈവമക്കളെ, വസ്തുവിൻ്റെ പേരിലും സ്വന്തം കൂടപ്പറപ്പുകളോട് സംസാരിക്കാതെ, സ്വന്തം രക്തബന്ധങ്ങളുടെ വീട്ടിൽ കയറാതെ നമ്മളിവിടെ വന്ന് എത്ര തുള്ളിപ്പാടി ചാടിയാലും ദൈവം അവരെ നോക്കി വിളിക്കുന്ന പേരാ കാപട ഭക്തിക്കാർ. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം? നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ അറിയാം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോന്ന്. എന്താ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത? ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും ചേർത്ത് പിടിക്കുന്നതാ ക്രിസ്തുവിന്റെ സ്നേഹം. അല്ലാതെ കാണിക്കുന്നതിനെയെല്ലാം ദൈവം വിളിക്കുന്ന പേര് എന്തുവാ? കപടഭക്തി. ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തലകളൊന്ന് വണക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവും ഭാര്യയെ നോക്കണ്ട, ഭാര്യ മക്കളെ നോക്കണ്ട, ആരും നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ശോധന ചെയ്തിട്ട് ചോദിച്ചേ, ഇന്ന് ഈ ദൂത് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ. തുറന്ന് ഞാൻ പറയാം, നിങ്ങൾ പ്രതീക്ഷ വന്നത് ഇതായിരിക്കില്ല. നിങ്ങൾ പ്രതീക്ഷ നിങ്ങളുടെ കഷ്ടതയിൽ ഇറങ്ങി വരുന്ന ദൈവമാ. എന്നാൽ ഞാൻ ബൈബിളിൽ കണ്ട ഒരു കാര്യം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്നെ നിങ്ങളെയും തമ്മിൽ ഭിന്നിക്കുന്നത്. ഹായി പട്ടണം പിടിച്ചടക്കാൻ പോയ യോശുവയും കൂട്ടരും തോറ്റു വന്നു. ഇന്ന് ദൈവാത്മാ ചിലരെ വിവേചിക്കുക. നീ ഇന്ന് തോറ്റിരിക്കാൻ കാരണം പോകുന്ന എല്ലായിടത്തും തോൽവിയാ നിനക്ക്. തൊടുന്നതെല്ലാം പരാജയമാ. ദൈവാത്മാ പറയുക, ദൈവത്തിന് അർപ്പിക്കേണ്ടത് അർപ്പിക്കാതെ ശബദാർപ്പിതോന്നാ അവരെടുത്ത് എന്നാ അറിയോ? ആഖാൻ എന്ന് പറഞ്ഞ ഒരാള് ദൈവം പറഞ്ഞു, യെരിഹോവിലെ ഒന്നും നിന്റെ കൈ കാണരുത്. പക്ഷേ ആഖാൻ ആരും കാണാതെ ചിലതെടുത്ത് കൈവച്ചു. ആരും കണ്ടില്ലെന്ന് ചിന്തിച്ചതിനെ ദൈവം കണ്ടു. ഹായി പട്ടണം പിടിച്ചടക്കാൻ പറ്റിയില്ല. ദൈവാത്മാവിന് ദൂത് പറയുക, ചിലത് പിടിച്ചെടുക്കാൻ നിന്റെ ജീവിതത്തിൽ നന്മകൾ മുൻപിൽ ദൈവം കൊണ്ട് വെച്ചേക്കുകയാ. എന്നാൽ ദൈവം പറയുക, മോളെ ക്ലീൻ ചെയ്യാൻ തയ്യാറാണോ? അകത്തെ അശുദ്ധി കളയാൻ തയ്യാറാണോ? എല്ലാ ദുഷ്ടത നിന്റെ വാക്കുകൊണ്ട് ആരെങ്കിലും മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം, കർത്താവ് എൻ്റെ വാക്ക് മറ്റുള്ളവരെ മുറിപ്പിക്കുന്നതാ, എനിക്കതിന് ജയം എടുക്കാൻ പറ്റുന്നില്ല. ഇത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ആത്മാവിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ആത്മാവിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ബന്ധനം ഇവിടെ അഴിയാൻ പോവാ. കേൾക്കണം, നിങ്ങൾ ഹൃദയം തകർന്ന ദൈവസന്നിധി കരയണം. അപ്പാ, എന്നിൽ കപടതയുണ്ട്, ഞാൻ വ്യാജഭാവം ഉള്ളവളാ, എനിക്ക് ഇന്നയാളോട് വ്യാജഭാവ ഞാൻ കാണിക്കുന്നത്. ഹൃദയത്തിലെ സത്യം അറിയാവുന്ന ദൈവത്തിന് അറിയാം. ഭർത്താവിനോട്, മക്കളോട്, അമ്മായിയമ്മയോട്, സഹോദരങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ഭാവം ശരിയുള്ളതാണോ? ദൈവദാസനോട്, ദൈവദാസിയോട് കാണിക്കുന്നത് ശരിയായ ഭാവമാണോ? നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ശോധന ചെയ്തേ. ഞാനതാ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ അറിയത്തുള്ളൂ. മക്കൾ ഓർക്കണം, നിങ്ങളുടെ പപ്പായും മമ്മി അറിയാതെ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ചെയ്യുന്നത് കാണുന്ന ദൈവമുണ്ട്. നമ്മളെല്ലാം ദൈവം ഒരു ദിവസം കർത്താവിന്റെ സന്നിധി വിളിക്കുമ്പോൾ ചോദ്യം ചോദിക്കും. അപ്പൊ പറയാം, എനിക്കിതൊന്നും അറിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം ഈ ദിവസത്തെ കാണിച്ചു തരും നിങ്ങളുടെ മുമ്പിൽ. ഞാൻ എൻ്റെ ദൂതനെ അയച്ചായിരുന്നു, ഞാൻ എൻ്റെ ദൂതുമായിട്ട് ഒരാളെ അയച്ചായിരുന്നു, അയച്ചത് പറഞ്ഞു കേട്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് ശക്തമായിട്ട് പറയുക, ഇന്ന് ചിലരുടെ മാനസാന്തരം ഇവിടെ നടക്കാൻ പോവാ. ഇവിടെ നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ചില വിടുതലുകൾ ക്ഷണത്തിൽ നടക്കും. ആഖാന്റെ കള്ളത്തരം ദൈവം കണ്ടുപിടിച്ച് അവനെ കല്ലെറിഞ്ഞ് കൊന്നു കഴിഞ്ഞതിന് ശേഷം ഹായി പട്ടണം യോശുവയുടെ കരങ്ങളിൽ ദൈവം കൊടുത്തു. അർത്ഥം എന്താ? നമ്മൾ തെറ്റ് ചെയ്തത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ക്ഷണത്തിൽ കാര്യം നടക്കും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ഏതാ കരുണ?
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ഇപ്പൊ ദൈവം വിടുതൽ അയക്കുക. ഇന്ന് ഇവിടെ ഇരുന്ന് തീരുമാനം എടുക്കാൻ ചിലരോട് പരിശുദ്ധാത്മ പറയുക, ഇന്ന് കർത്താവേ ഞാൻ എൻ്റെ തെറ്റുകളെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഭവനത്തിൽ ചെന്നാൽ എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ക്ഷമ പറഞ്ഞോളാം. എൻ്റെ കൂട്ടുകാരെ കളിയാക്കി വിളിച്ചതിന് ഞാൻ ക്ഷമ പറഞ്ഞോളാം. അവരുടെ ഹൃദയം എൻ്റെ വാക്കുകൊണ്ട് മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറഞ്ഞോളാം. 2, ഞാൻ ക്ഷമ കൊടുക്കേണ്ടവർക്ക് ഞാൻ ക്ഷമ കൊടുത്തോളാം. ദൈവീയം വീണ്ടും പറയുക. ക്ഷമയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി ഉണ്ട്, എനിക്ക് സമയമില്ല, ഞാൻ പെട്ടെന്ന് പറയുക. നിങ്ങൾ എല്ലാവരും ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവസന്നിധിയിൽ എല്ലാവരും ആത്മാവി പ്രാർത്ഥിച്ച്, അപ്പാ എൻ്റെ ജീവിതത്തിലെ കോപം, ക്രോധം, ഈർഷ്യ, വാശി, വൈരാഗ്യം, സംശയം, ദ്വന്ദ്വപക്ഷം ഇതുണ്ടെങ്കിൽ നിത്യത അവകാശമാക്കയില്ലെന്ന് വചനം പറയുന്നു. നമ്മുടെ മണിക്കൂറുകൾ പ്രാർത്ഥന ദൈവത്തിന് വേണ്ട. ദൈവം ചോദിക്കുന്ന വ്യവസ്ഥ പ്രകാരം നീ എൻ്റെ അടുക്കൽ ഇരിക്കാവോ? കർത്താവ് പറയുക, 6 കാര്യം ഞാൻ വെറുക്കുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു. എന്തുവാ അറിയാമോ? സദൃശവാക്യത്തിലെ വാക്യം എന്തുവാ? ഡംഭം, അഹങ്കാരം, ഉന്നത ഭാവം, നിഗള ഹൃദയം ദൈവം വെറുക്കുന്നു. അറപ്പെന്നാണ് എഴുതിയേക്കുന്നത്. നമ്മുടെ എവിടെയെങ്കിലും ജീവിതത്തിൽ ഞാൻ ആത്മീയയാണെന്നുള്ള അഹങ്കാരം വന്നാൽ ഓർത്തോ, ദൈവം പറയാ ഞാൻ അറയ്ക്കുന്നു. നമ്മൾ ഓരോ ദിവസവും അപ്പൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾക്ക് വേണ്ടി. ദൈവാത്മ ശക്തമായിട്ട് എന്നോട്, എനിക്കറിയാം നിങ്ങൾ ടയേർഡാ, വീക്കാ, ക്ഷീണമുണ്ട്, വേർക്കുന്നുണ്ട്, ഇതെല്ലാം എനിക്കറിയാം, മനസ്സിലായോ? പക്ഷെ ദൈവം എന്നെ ഏൽപ്പിച്ച് എനിക്ക് പറയാൻ പോകാൻ പറ്റത്തില്ല. എന്നോട് ഇന്ന് ദൈവം പറഞ്ഞ ചിലരുടെ മുമ്പിൽ മതിൽ പോലെ നിൽക്കുന്ന, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതം പോലെ നിൽക്കുന്ന പർവ്വതത്തെ നിന്റെ ജീവിതത്തിന്റെ ഒരു മാനസാന്തരം ഒട്ടയ്ക്കാൻ പോവാ. പിശാച് അവകാശം പറയാം, അതറിയാമോ? നമ്മൾ ക്ഷമ കൊടുക്കാതെയും ക്ഷമിക്കാതെയും ചർച്ച വന്നിരുന്നാൽ പിശാച് അവകാശം പറയും നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ മേൽ. നിങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പിശാച് പറയാ ആണ്ട പ്രാർത്ഥിക്കുന്നു, നുണ പറയുന്നവൾ. കാരണം അവന്റെ കയ്യിലുള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് ഏറ്റുപറ, നിങ്ങളെല്ലാവരും കണ്ടു തുറന്നിരിക്കുക. കുറച്ച് പേരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവർ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയം അറിയാം. അത് ഞാൻ പറഞ്ഞേ, ഹൃദയത്തിൻ്റെ സത്യം ഇച്ഛിക്കുന്ന ദൈവം ചോദിക്കുക, മോളെ നിന്റെ വിടുതലിന് തടസ്സം എന്തെന്ന് നീ ഇന്നും ചോദിച്ചില്ലേ? എന്താ കർത്താവ് എൻ്റെ മറുപടി വൈകുന്നെന്ന് ചോദിച്ചില്ലേ? കർത്താവ് പറയാം, മറുപടി വൈകാൻ കാരണം ഇന്ന് പറഞ്ഞ ചില പാപങ്ങൾ നിന്നിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. വിദ്വേഷം, വൈരാഗ്യം, പക എന്താണെന്നറിയാമോ? വിഷമ. ക്ഷമ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരോട് ദൈവാത്മാവ് പറയുക, പത്രോസിനോട് ദൈവം ക്ഷമിക്ക എന്ന് പറഞ്ഞ മറക്ക പറ്റത്തില്ലേ പറഞ്ഞ കർത്താവ് എനിക്ക് അതിന് പറ്റത്തില്ലെന്ന് നിന്ന് ദൈവസന്നിധി സമർപ്പിക്കണം. എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ലപ്പാ, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് കൃപ തരണം. എത്ര പേര് സമർപ്പിക്കുന്നു? പാട്ട് പാടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജിൽ വരാം മക്കളെ. നിങ്ങൾ എല്ലാവരും ഒന്ന് സമർപ്പിച്ചേ. ഞാൻ ഒരുമിച്ച് ആത്മാവി പ്രാർത്ഥിക്കാൻ പോവാ. പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ചില ബന്ധനങ്ങൾ അഴിയാൻ പോവാ. വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിച്ചാൽ ബന്ധനം അഴിയും. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറായുള്ളവർ എത്ര പേരുണ്ട്? കർത്താവേ എൻ്റെ ജീവിതത്തിലെ പാപം ഏറ്റു പറഞ്ഞ് ഞാൻ ഇന്ന് ഉപേക്ഷിക്കുക.